സേലം ജില്ലയിൽ കാവേരി നദി അതിർത്തി പങ്കിട്ട് നിൽക്കുന്ന ഏതോ ഒരു വനത്തിലാണ് അവൻ ജനിച്ചത്. പച്ചപ്പ് നിറഞ്ഞ വനപ്രദേശം, മനോഹരമായ അന്തരീക്ഷം, കാവേരി നദി അതുവഴി കളകളാരവം ഒഴുക്കി കടന്നു പോകുന്നു. അങ്ങനെ വനത്തിൻ്റെ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന ആ നദിയുടെ തീരത്തേക്ക് ധാരാളം മൃഗങ്ങൾ വെള്ളം കുടിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായി എത്താറുണ്ട്. അതിൽ ആനകളുടെ കൂട്ടങ്ങളും ഒറ്റയാന്മാരും ഉണ്ടാകാറുണ്ട്. അങ്ങനെ അവിടേക്കെത്തുന്ന ഗജവീരന്മാർ നദിയിലേക്ക് ഇറങ്ങാറുമുണ്ട്, വെള്ളം കുടിക്കാറുമുണ്ട്, കുളിക്കാറുമുണ്ട്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥയിലെ ആനയും ഏതെങ്കിലും ഒരു ആനക്കൂട്ടത്തിൻ്റെ കൂടെ അവിടേക്ക് എത്തിയിരിക്കാം, കാവേരി നദിയിലേക്ക് ഇറങ്ങിയിരിക്കാം, വെള്ളം കുടിച്ചിരിക്കാം. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥയിലെ ഈ കാട്ടാന ഒരിക്കലും ഒരു കൊമ്പനായിരുന്നില്ല, എന്നുവെച്ചാൽ പിടിയുമായിരുന്നില്ല. അവൻ കൊമ്പില്ലാത്ത ആണാനയായിരുന്നു. മോഴ എന്ന് പറയും. കൊമ്പില്ലാത്ത ആനയാണ് അവൻ, പാവമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്നാൽ വിവരമറിയും. 4 കൊമ്പന്മാരുടെ കരുത്താണ് അവന്. വീറും വാശിയും ശക്തിയും വേറെയും. കാഴ്ചയിൽ പാവങ്ങളാണെന്ന് തോന്നിയേക്കാം, എന്നാൽ മുട്ടാൻ ചെന്നാൽ വിവരമറിയും. അതിപ്പം കൊമ്പനായാലും പിടിയായാലും. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് മോഴയാനയുടെ കഥയാണ്. ഏറ്റവും അപകടകാരിയായ കൊമ്പില്ലാത്ത കൊമ്പൻ്റെ കഥ. വനത്തിൻ്റെ മനോഹാരിത, കാവേരി നദിയുടെ ശീൽക്കാര ശബ്ദം. കാവേരി നദിയുടെ തീരത്തിന് അടുത്തായി ഒരു ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നു. അതിമനോഹരമായിരുന്നു ആ ഗ്രാമം. കന്നുകാലി വളർത്തലും മറ്റു ഉപജീവന മാർഗമായി കൊണ്ടു നടന്ന അവിടുത്തെ ഗ്രാമീണർക്ക് ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടതായി വന്നു. അത് മറ്റൊന്നിനെയും കൊണ്ടായിരുന്നില്ല അവർ ബുദ്ധിമുട്ടിയിരുന്നത്. ഒരു കാട്ടാനയുടെ ശല്യമായിരുന്നു. നിരവധി പേരെയാണ് ആ ഗ്രാമത്തിൽ നിന്നും അവൻ ഇതിനോടകം തുടച്ചു മാറ്റിയത്. തുടക്ക സമയങ്ങളിൽ ഇതിന് പിന്നിലുള്ള ആന കൊമ്പനാനയായിരുന്നു എന്നാണ് അവിടുത്തെ ആളുകൾ കരുതിയിരുന്നത്. എന്നാൽ പിന്നീടുള്ള അവൻ്റെ പ്രവൃത്തികൾ അവൻ ആരാണെന്ന് ഗ്രാമത്തെ എടുത്തുകാട്ടി. എങ്കിലും അതൊരു മോഴയാനയായിരുന്നുവെന്ന് അവിടുത്തെ ഗ്രാമീണർ ഉറപ്പിച്ചില്ല. അതൊരു പിടിയാനയായിരുന്നു എന്നാണ് അവിടുത്തെ ആളുകൾ ധരിച്ചു വെച്ചിരുന്നത്. ഗ്രാമത്തിൽ നിന്നും അല്പം മാറി ഉപയോഗശൂന്യമായി കിടക്കുന്ന, കാട് കയറി കിടക്കുന്ന ഒരു പറമ്പുണ്ടായിരുന്നു. അങ്ങനെ കിടന്ന പറമ്പിലേക്ക് ഗ്രാമത്തിൽ നിന്നും ഒരാൾ തങ്ങളുടെ കന്നുകാലികളെയും നയിച്ചുകൊണ്ട് അവിടേക്ക് പോയിരുന്നു. കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ലുകളും മറ്റും ആ പറമ്പിൽ ധാരാളം ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ നിന്നും വലിയ ദൂരമില്ലാത്തത് കൊണ്ടും വനത്തിലേക്ക് കയറിയുള്ള യാത്ര ഒഴിവാക്കുന്നതിൻ്റെ ഭാഗവുമായിട്ടായിരുന്നു അയാൾ ആ പറമ്പിലേക്കുള്ള യാത്ര തിരിച്ചത്. എന്തായാലും അദ്ദേഹം അവിടെ എത്തുകയും തൻ്റെ കന്നുകാലികളെ മേയുവാൻ ആ വലിയ പറമ്പിലേക്ക് അഴിച്ചുവിടുകയും ചെയ്തു. ആ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് വനത്തിന് ഏതാനും അടുത്തായിട്ടാണ്. കുറ്റിക്കാടുകളും പുല്ലുകളും വള്ളികളുമെല്ലാം ഇതിനോടകം തന്നെ ആ പ്രദേശം കയ്യേറി കഴിഞ്ഞിരുന്നു. അയാൾ വന്നപ്പം മുതൽ അയാൾക്ക് ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു. കാറ്റ് വീശുമ്പോഴായിരുന്നു അതിൻ്റെ കാഠിന്യം അയാൾ ഏറെയും അറിഞ്ഞിരുന്നത്. അതെന്താണെന്ന് അറിയുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഏതെങ്കിലും വന്യമൃഗം ചത്ത് ആ പറമ്പിൽ എവിടെയെങ്കിലും കിടക്കുന്നതായിരിക്കുമെന്നാണ് അയാൾ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അല്പസമയം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ തിരച്ചിലിനൊടുവിൽ അയാൾ കണ്ടെത്തുകയാണ് ആ പറമ്പിൽ കുറ്റിക്കാടുകൾക്കിടയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരഭാഗമായിരുന്നു അത്. അത് ഏകദേശം കാലിന് സമാനമായിരുന്നു. പിന്നെയും അയാളുടെ നീണ്ടുനിന്ന തിരച്ചിലിൽ മറ്റ് ശരീരഭാഗങ്ങളും അയാൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. അതോടെ അയാൾ ആകെ പരിഭ്രാന്തിയിലായി. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അയാൾക്ക് ആകും വേഗം അയാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. അവരെയും കൂട്ടി തിരികെ കാട് കയറി മൂടിക്കിടക്കുന്ന ആ പറമ്പിലേക്ക് വരികയും കൂടുതൽ തിരച്ചിലുകൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരാവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തി. ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിലായിരുന്നു അവർക്കത് കാണുവാൻ സാധിച്ചത്. ശരീരത്തിന് ഏകദേശം 2-3 ദിവസം പഴക്കമുണ്ട്. ദുർഗന്ധവും പുഴുവും ഈച്ചയും ഉറുമ്പും അരിച്ച അവസ്ഥയിലായിരുന്നു. അയാൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരക്കി ഏറെ ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടതായി വന്നില്ല. കാരണം അതിൻ്റെ അടയാളങ്ങളെല്ലാം അവിടെ സ്പഷ്ടമായി തന്നെ തെളിഞ്ഞു കാണാമായിരുന്നു. കാട്ടാനയുടെ കാലടയാളങ്ങളായിരുന്നു അവിടെ കാണുവാൻ സാധിച്ചത്. പിന്നെ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്ന രക്തക്കറയും. രക്തം കറത്തിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ദിവസങ്ങൾ പഴക്കമുള്ളതാണ് ഈ ശരീരാവശിഷ്ടമെന്ന് അവർക്ക് മനസ്സിലായി. സംഭവം നടന്നിട്ട് ഏകദേശം 3-4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ശരീരാവശിഷ്ടം ആരുടെയാണെന്ന് മാത്രം അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ആളുകൾ പെറുക്കിയെടുത്ത ശവശരീരം ഒരു തുണിയിൽ പൊതിഞ്ഞ് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ദുർഗന്ധം കാരണം അവരുടെ നാസികകൾ അടഞ്ഞിരുന്നു. ഗ്രാമത്തിലേക്ക് എത്തിയ ഉടനെ തന്നെ ശരീരത്തിൽ നിന്നും വേർപെട്ട് കിടന്നിരുന്ന വസ്ത്രങ്ങൾ അവിടുത്തെ ആളുകളെ കാണിച്ചു. അതിൽ നിന്നും ഒരു കാര്യം അവർക്ക് മനസ്സിലായി. 3-4 ദിവസങ്ങൾക്ക് മുന്നേ അവരുടെ ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് ഒരാൾ പോയിരുന്നു.
ഏകദേശം 18 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കനായിരുന്നു അത്. മഹാവികൃതിയായിരുന്നു. അവൻ്റെ ശരീരമാണ് ഇത് എന്ന് അവർ തീർച്ചപ്പെടുത്തി. വനപാതയിലൂടെ സഞ്ചരിച്ചു പോയ അവൻ്റെ ശരീരം അവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്ന സംശയം അവിടുത്തെ ഗ്രാമീണരിൽ ഉടലെടുത്തിരുന്നു. എങ്കിലും അവൻ്റെ സ്വഭാവം അവിടുത്തെ നാട്ടുകാർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ആ ചെറുക്കൻ്റെ ബന്ധുക്കളും മാതാവും നിലവിളിച്ചു കരഞ്ഞു. അവൻ്റെ വിയോഗത്തിൽ ഗ്രാമം സങ്കടത്തിലാണ്ടു. ഗ്രാമത്തിന് സമീപ പ്രദേശങ്ങളിലായി ഒരു കൊമ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് മാസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഇതുവരെ ആ കൊമ്പൻ ഒരു മനുഷ്യരെ പോലും കൊന്നിട്ടില്ല. ഗ്രാമീണരിൽ പലരും ആ കൊമ്പൻ്റെ അടുത്ത് പെട്ടിട്ടുമുണ്ട്. എന്നിട്ടൊന്നും അവൻ അക്രമാസക്തരാകുകയോ അവരെ അവിടുന്ന് ഓടിച്ചു വിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൻ വഴിമാറി പോകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മരിച്ച ചെറുക്കൻ്റെ സ്വഭാവപ്രകാരം അവൻ ആ ആനയെ എന്തെങ്കിലും കുസൃതികൾ ചെയ്ത് കോപിഷ്ഠനാക്കി കാണണം. കോപം പൂണ്ട ആന അവനെ ഓടിച്ചിരിക്കണം. അവൻ വനത്തിലൂടെയും കാവേരി നദിയും മുറിച്ചു കടന്ന് കാട് മൂടിക്കിടക്കുന്ന മൈതാനത്തിൻ്റെ അരികിൽ എത്തിക്കാണണം. അവിടെ വെച്ച് ആ കാട്ടാന അവനെ പിടികൂടി കാണണം. കലി പൂണ്ടു നിന്ന കാട്ടാന അവനെ നിലത്തിട്ടടിക്കുകയും ചവിട്ടി അരയ്ക്കുകയും വലിച്ചു കീറി പറമ്പിലേക്ക് അവൻ്റെ ശരീരാവശിഷ്ടങ്ങൾ എടുത്തെറിയുകയുമായിരിക്കാം ചെയ്തതെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു. ഇതല്ലാതെ മറ്റൊരു സാധ്യതയും അവിടെ ഉണ്ടായിരുന്നില്ല. നിരപരാധിയായ ഒരാനയുടെ മേൽ അവരാ കൊലപാതക കുറ്റം ചാർത്തുകയായിരുന്നു. അതിൻ്റെ ഫലമായി പിന്നീടുണ്ടായത് എന്തെന്നാൽ ഗ്രാമത്തിൻ്റെ സമീപത്ത് ആ കൊമ്പൻ്റെ സാന്നിധ്യം വരുമ്പോഴെല്ലാം അവിടുത്തെ ആളുകൾ കൂടുതൽ പരിഭ്രാന്തരാകുകയും എവിടോട്ടെന്നല്ലാതെ വെപ്രാളത്തിൽ ഓടിപ്പോവുകയും ചെയ്തു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ആ ശരീരത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അവൻ്റെ ക്രൂരമായ പ്രവൃത്തികൾ മുഴുവൻ ആ ചെറുക്കൻ്റെ ശരീരത്തിൽ കാണുവാൻ സാധിച്ചിരുന്നുവല്ലോ. ഏറ്റവും ഭയാനകവും വേദനാജനകവുമായ മരണമാണല്ലോ ആ ചെറുക്കന് അവൻ സമ്മാനിച്ചത്. പിന്നെ അവിടെ നടന്ന മറ്റൊരു സംഭവമാണ് യഥാർത്ഥ പ്രതി ആരാണെന്ന കാര്യം അവിടുത്തെ ആളുകൾക്ക് കാട്ടിക്കൊടുത്തത്. പിന്നീടുള്ള ആഴ്ചകളിൽ ഒരു പിടിയാനയുടെ സാന്നിധ്യം വല്ലാതെ ആ ഗ്രാമത്തിൻ്റെ പ്രദേശത്തുണ്ടായി. മനുഷ്യരുടെ സാന്നിധ്യം മനസ്സിലാകുമ്പോൾ അവൻ പ്രകോപിതനാകുകയും മനുഷ്യരെ ഭയപ്പെടുത്തി കൊല്ലുവാൻ ഓടിക്കുകയും ചെയ്യുമായിരുന്നു. അവൻ വലിയ വലിപ്പമുള്ള ആനയൊന്നുമായിരുന്നില്ല. ഇടത്തരം വലിപ്പം മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത്. അതിനാൽ തന്നെ വനത്തിനരികിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞിരിക്കുവാനും അവന് സാധിച്ചിരുന്നു. പിന്നീട് കൂടുതലും കാവേരി നദിയുടെ തീരത്തേക്ക് ജലം ശേഖരിക്കുവാൻ പോകുന്ന സ്ത്രീകൾക്ക് നേരെയായിരുന്നു അവൻ്റെ ആക്രമണ പരമ്പരകളിൽ പലതും ഉണ്ടായത്. അവൻ അവിടേക്ക് വരുന്ന സ്ത്രീകളെ ഭയപ്പെടുത്തി ഓടിക്കുമായിരുന്നു. ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല അവൻ്റെ ലീലാവിലാസങ്ങൾ. വനപാതയുടെ അരികിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾക്കിടയിലും അതുപോലെ റോഡിന് ഇരുവശങ്ങളും വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾക്കിടയിലും മരത്തിൻ്റെ മറവിലുമെല്ലാം അവൻ മറഞ്ഞിരിക്കുമായിരുന്നു. മനുഷ്യൻ അവനിൽ നിന്നും ഏകദേശം 10-15 അടി അരികിലെത്തുമ്പോഴേക്കും അവൻ കുറ്റിക്കാടിൻ്റെ മറവിൽ നിന്നും അവർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ അതിക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഗ്രാമത്തിലെ നിരവധി പേർ അവനെ കണ്ടിരുന്നു. കൊമ്പില്ലാത്തതുകൊണ്ട് അവിടുത്തെ ആളുകൾ അവനൊരു പിടിയാനയാണെന്നാണ് കരുതിയിരുന്നത്. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഈ ആനയെ കണ്ട് പലരും പതറി നിന്നുപോകും. അങ്ങനെ നിൽക്കുന്നവരെ അവൻ്റെ കോപത്തിനിരയാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. ഇതായിരുന്നു അവൻ്റെ ഒരു രീതി. കണ്ടവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയത് അതൊരു പിടിയാനയാണെന്നാണ്. എന്നാൽ അതൊരു പിടിയാനയായിരുന്നില്ല, മോഴയാനയായിരുന്നു. ഞാൻ ചിലത് നിങ്ങളോട് പറയട്ടെ. വനത്തിൽ എന്തിനു വേണ്ടിയാണ് ആനകളെ വേട്ടക്കാർ വേട്ടയാടുന്നത്? അവരുടെ കൊമ്പിന് വേണ്ടി, അല്ലാതെ അവരുടെ മാംസത്തിനു വേണ്ടിയല്ല. ആനകളുടെ മാംസം ഭക്ഷിക്കുന്നവർ വളരെ ചുരുക്കമാണ്. കൂടുതലും ആളുകൾ ആനകളെ വേട്ടയാടുന്നത് അവയുടെ വിലമതിപ്പില്ലാത്ത കൊമ്പുകൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ആനകളെ വേട്ടയാടുമ്പോൾ പിടിയാനകളെ അവർ വെറുതെ വിടുന്നു. ലക്ഷണമൊത്ത കൊമ്പന്മാരെ മാത്രം വേട്ടക്കാർ വേട്ടയാടുന്നു. അങ്ങനെ കൊമ്പന്മാരുടെ എണ്ണം ഗണ്യമായി കുറയുമ്പോഴും അവ ഇല്ലാതാകുമ്പോഴും ആന എന്ന വർഗം പൂർണ്ണമായും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. അങ്ങനെ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഒരു വർഗമാണ് മോഴയാനകൾ. കൊമ്പില്ലാത്ത ആനകളെ അവർ വേട്ടയാടാറില്ല. അതുകൊണ്ട് തന്നെ മോഴയാനകളുടെ സഹായത്തോടെ അവരുടെ വംശം നിലനിന്നു പോകും. അതിന് പ്രകൃതി തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വരദാനമാണ് കൊമ്പില്ലാത്ത ആണാനകൾ, മോഴകൾ. അവയിലൂടെ അവരുടെ വംശം നിലനിൽക്കുകയും ചെയ്യും. ആനയുടെ ഭാഗത്തു നിന്നും മറ്റൊരു സംഭവം അവിടെ അരങ്ങേറിയത് ഇതായിരുന്നു. വനപാതയിലൂടെ കടന്നു വന്ന കാളവണ്ടിക്ക് നേരെ അവൻ ആക്രമണം അഴിച്ചുവിട്ടു. സമയം ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് കാണണം. ഉച്ച കഴിഞ്ഞ സമയം വനപാതയിലൂടെ ഒരു കാളവണ്ടി കടന്നു വരികയായിരുന്നു. 2 കാളകളെ നയിച്ചുകൊണ്ടുള്ള കാളവണ്ടിയായിരുന്നു അത്. കാളവണ്ടിയിൽ നിറയെ അരിയും
ശർക്കരയും അതുപോലുള്ള സാധനങ്ങൾ കയറ്റിയ കാളവണ്ടിയായിരുന്നു അത്. രാത്രികാലങ്ങളിൽ കാളവണ്ടികൾ വനപാതയിലൂടെ വരുന്നത് അധികാരികൾ വിലക്കിയിരുന്നു. അതിനാലാണ് അദ്ദേഹം ഉച്ചസമയത്ത് വനപാതയിലൂടെ കടന്നു വന്നത്. അങ്ങനെ കടന്നു വരുന്ന വഴിയിൽ അല്പദൂരം കാളവണ്ടി ഓടിയതിനു ശേഷം മുന്നോട്ട് കാളകൾക്ക് നടക്കുവാൻ എന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവയുടെ മുന്നോട്ടുള്ള വേഗത കുറഞ്ഞു വന്നു. മുന്നോട്ട് നടക്കുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല എന്നതുപോലെ അവരുടെ കാലുകൾ നിലത്തടിക്കുകയും മുക്രയിടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. കാളവണ്ടിക്കാരന് എന്തോ ഒരു അപകടം നടത്തു. കടുവയുടെ സാന്നിധ്യം ഇനിയും ഇപ്പോൾ കാളകൾ തിരിച്ചറിഞ്ഞു കാണും എന്നതുകൊണ്ടായിരിക്കും അവ മുന്നിലോട്ട് പോകാത്തതെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അദ്ദേഹം തൻ്റെ പുളിവാറുകൊണ്ട് കാളകളുടെ മേൽ ആഞ്ഞടിച്ചു. അവയെ മുന്നോട്ട് തെളിച്ചു. കാളകൾ കുതിച്ച് മുന്നോട്ട് ഓടിയ നേരം വനപാതയുടെ ഇരുവശവും വളർന്നു നിന്ന കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും ഒരു കറുത്ത രൂപം അവരുടെ മുന്നിലേക്ക് നടന്നു കയറി നിന്നു. കാളകൾ പെട്ടെന്ന് പിടിച്ചിട്ടതുപോലെ അതിന് മുന്നിൽ നിന്നു. കാളവണ്ടിക്കാരൻ ഭയന്നു വിറച്ചു. തൻ്റെ കാളകളെ അവിടെ നിന്നും രക്ഷിച്ചെടുക്കുവാൻ കഴിയില്ല എന്ന് കാളവണ്ടിക്കാരന് ഉറപ്പായിരുന്നു. തൻ്റെ കാളകളെ ഉപേക്ഷിച്ച് തൻ്റെ കാളവണ്ടിയും സാധനങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം കാളവണ്ടിയുടെ പിന്നിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ ഓടി രക്ഷപ്പെട്ടു. കാളവണ്ടിക്കാരൻ്റെ വെപ്രാളത്തിലുള്ള ഓട്ടവും അയാൾക്കരികിലേക്കുള്ള ആനയുടെ പാച്ചിലും തടസ്സപ്പെടുത്തിയ കാളവണ്ടിക്ക് നേരെയായിരുന്നു ആനയുടെ രോക്ഷം മുഴുവനും. കാളവണ്ടിയിൽ കെട്ടിയിട്ടിരുന്ന കാളകളിൽ ഒന്നിനെ അവൻ ചുഴറ്റിയെടുത്ത് നിലത്തടിച്ചു. പിന്നെ അരികിലുണ്ടായിരുന്ന മരത്തിലേക്ക് ആഞ്ഞടിച്ചു. ചോര ചീറ്റി തെറിച്ചു. അത് കണ്ട് ഭയന്നുകൊണ്ടായിരിക്കണം മറ്റേ കാള ഒടിഞ്ഞ മുഖം വലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുവാൻ നോക്കിയത്. തുമ്പിക്കൈ മടക്കി അതിൻ്റെ പുറത്ത് ആഞ്ഞടിച്ചു. നട്ടല് തകർന്ന് ആ കാളയും നിലം കുത്തി. പിന്നെ ഒരു തീപ്പെട്ടി കൂടാരം തകർക്കുന്ന ലാഘവത്തോടെ ആ കാളവണ്ടിയും സാധനങ്ങളും ആന തരിപ്പണമാക്കി. അരിയും സാധനങ്ങളും വലിച്ച് റോഡിൽ നിരത്തിയിട്ടു. ആന അതിലൊരു താണ്ഡവം തന്നെ നടത്തിയെന്നു പറയുന്നതായിരിക്കും ശരി. ഇതെല്ലാം നിറ കണ്ണുകളോടെ അങ്ങ് ദൂരേക്ക് മാറി ഉണ്ടായിരുന്ന ഒരു മരത്തിനു മറവിലിരുന്നു കൊണ്ട് ഇതെല്ലാം അയാൾ കാണുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. പേടികൊണ്ട് ശരീരം വിറച്ചു. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ആ സമയം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആനയുടെ അരിശം തീരാതെ ആന കാളവണ്ടിയുടെ സമീപത്ത് നിന്ന് പോയതുമില്ല. ആന ചത്തുകിടക്കുന്ന കാളകൾക്കുമേൽ വീണ്ടും വീണ്ടും അതിൻ്റെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ കലി അടങ്ങുന്നതുവരെ കാളയുടെ ശരീരം ചവിട്ടി അരയ്ക്കുകയും വലിച്ചു കീറി എറിയുകയും എല്ലാം ചെയ്തിരുന്നു. വനപാത മുഴുവൻ രക്തത്താൽ ഒരു കളം തന്നെ തീർത്തിരുന്നു ആ കാട്ടാന. തൻ്റെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പരാക്രമത്തിന് ശേഷം ആ കാട്ടാന ചിഹ്നം വിളിച്ചുകൊണ്ട് വനപാത വിട്ടൊഴിഞ്ഞ് വനത്തിലേക്ക് പോയി. അവൻ പോയി എന്നുറപ്പ് വരുത്തിയ ശേഷമാണ് കാളവണ്ടിക്കാരൻ നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ അരുമയായ ചത്തുകിടക്കുന്ന കാളകൾക്കരികിലേക്ക് എത്തിയത്. മിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ആന ചവിട്ടിയരച്ച് മാംസത്തിൻ്റെ തുണ്ടുകൾ മാത്രമായിരുന്നു അവിടെ കിടന്നിരുന്നത്. ഇനിയും മനുഷ്യൻ്റെ മണം ലഭിച്ച് കാട്ടാന ഇവിടേക്ക് തിരികെ വരും എന്നൊരു ബോധ്യം അയാൾക്കുള്ളതുകൊണ്ടായിരിക്കണം ആവുന്ന വേഗം അയാൾ അവിടെ നിന്നും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അഭയം തേടി ഓടിയത്. ഒരാളെ മാത്രമായിരുന്നില്ല ഇങ്ങനെ ആ കാട്ടാന ആക്രമിച്ചത്. വനപാതയിലൂടെയും റോഡിലൂടെയും മറ്റും പോകുന്ന നിരവധി ആളുകൾക്ക് മേൽ ഈ ആന ഒരു ഇടിത്തി പോലെ പ്രത്യക്ഷപ്പെടുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പലർക്കും ഗുരുതരമായ പരിക്കുകൾ വരെ സംഭവിച്ചു. അതിലൊരു സംഭവം കൂടി ഞാൻ അടുത്തത് പറയാം. കാവേരി നദിയുടെ സമാന്തരമായി ഒരു വനപാത കൂടി കടന്നു പോകുന്നുണ്ട്. അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഈ വനപാത കടന്നു പോകുന്നത്. നേരം നന്നേ പുലർന്ന സമയം ഒരു കാളവണ്ടിയും അതിൽ കുറച്ച് യാത്രക്കാരുമായി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ സംഭവം അരങ്ങേറിയത്. അവരൊരു വളവ് തിരിഞ്ഞ് മുന്നിലേക്ക് എത്തിയതും ഈ ദുഷ്ടനായ കാട്ടാന അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കൊമ്പില്ലാത്ത ഈ ആനയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അവർ കേട്ടതിൽ വെച്ച് ഈ കൊമ്പില്ലാത്ത ഈ രൂപമാണ് നിരവധി ആളുകളെ ഇതിനോടകം തന്നെ കാലപുരി കഴിച്ചതെന്നും ഇവൻ അക്രമകാരിയാണെന്നും ഇവൻ്റെ മുന്നിൽപ്പെട്ടാൽ മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്നും ഇതിനോടകം തന്നെ ആ ഗ്രാമങ്ങളിൽ മുഴുവൻ പരക്കെ പടർന്നിരുന്നു. ഇവർക്ക് മുന്നിലേക്ക് എത്തിയതും കാളവണ്ടിക്കാരൻ കാളവണ്ടി ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടി രക്ഷപ്പെട്ടു. കാളവണ്ടിക്കാരൻ്റെ വെപ്രാളവും ഓട്ടവും കണ്ടുകൊണ്ട് അരിശം കയറിയ കൊലയാന ചാർജ് ചെയ്തു വന്നത് ആ കാളവണ്ടിക്ക് നേരെയായിരുന്നു. കാളവണ്ടിയിൽ ആ സമയം ഉണ്ടായിരുന്നത് 4 പേരായിരുന്നു. പ്രായമുള്ള ഒരച്ഛനും അമ്മയും അയാളുടെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. കാളവണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കഴിയാതെ അവർ അവിടെ പേടിച്ചു വിറച്ച് അവിടെ തന്നെ നിന്നു. ആന കാളവണ്ടിയെ ആക്രമിക്കത്തില്ല എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ അത് വെറുമൊരു വിശ്വാസം മാത്രമായിരുന്നു. കാളവണ്ടിക്ക് മേൽ ചാർജ് ചെയ്തു വന്ന ആനയെ കണ്ട് കാളകൾ ഭയന്നു. വെപ്രാളത്തിൽ കാളകൾ തിരിഞ്ഞോടുവാൻ ശ്രമിച്ചു. കാളവണ്ടിയും വലിച്ചുകൊണ്ട് കാളകൾ ഓടുന്ന വഴിയിൽ
വനപാതയിൽ നിന്നും തെറ്റി നിരപ്പില്ലാത്ത ഒരു പ്രദേശത്തേക്ക് കാളവണ്ടി മറിഞ്ഞു. കാളവണ്ടിയിൽ നിന്നും വൃദ്ധനായ ആ മനുഷ്യൻ നിലത്തേക്ക് തെറിച്ചു വീണു. ബാക്കിയുള്ളവർ വനപാതയിൽ നിന്നും താഴ്ചയിലേക്ക് മറിഞ്ഞ ആ കാളവണ്ടിയിൽ അകപ്പെട്ടുപോയി. അവർ ആ കാളവണ്ടിയിൽ അകപ്പെട്ടു പോയതുകൊണ്ട് മാത്രമായിരിക്കാം അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. കാളവണ്ടിയിൽ നിന്നും തെറിച്ചു വീണ ആ വൃദ്ധൻ്റെ അരികിലേക്ക് കൊലവിളി വിളിച്ചുകൊണ്ട് മോഴയാന ഓടി അടുക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് അയാളുടെ കാലിൽ ചുറ്റിപ്പിടിച്ച് നിലത്തടിച്ചു. ചുറ്റിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ മാത്രമായിരുന്നു അയാളുടെ നിലവിളി അവിടെ മുഴുവൻ മുഴങ്ങിക്കേട്ടത്. നിലത്തേക്ക് അടിച്ചപ്പോഴേക്കും അത് അവസാനിച്ചിരുന്നു. പിന്നെ കാളവണ്ടി പൊളിച്ച് അവർ പുറത്തെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. രോക്ഷാകുലനായി നിൽക്കുന്ന ആനയെ മാത്രമായിരുന്നു ആ വഴിയിൽ അവർക്ക് കാണുവാൻ സാധിച്ചത്. ആ വൃദ്ധനെ അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അല്പസമയം അവർ അനങ്ങാതെ തന്നെ ആ കാളവണ്ടിയിൽ ചിലവഴിച്ചു. അതിനിടയിൽ നുകം തകർത്തുകൊണ്ട് ഒരു കാളവണ്ടി താഴ്ചയിൽ നിന്നും എഴുന്നേറ്റ് പൊക്കത്തിലുള്ള വഴിയിലേക്ക് കയറുവാൻ ശ്രമിച്ച സമയം ആന ആ കാളയുടെ പിന്നാലെ ഓടുകയും അതിന് പിന്നാലെ വനത്തിലേക്ക് പോകുകയുമാണ് ചെയ്തത്. ആന വനത്തിനുള്ളിലേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ ശേഷം വണ്ടിയിലുണ്ടായിരുന്ന മറ്റു 3 പേരും പുറത്തേക്കിറങ്ങുകയും കാവേരി നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ അഭയം പ്രാപിക്കുകയുമായിരുന്നു ചെയ്തത്. മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം കാളവണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടിയ കാളവണ്ടിക്കാരൻ അവിടേക്ക് കുറച്ച് ഗ്രാമീണരെയും കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. അവർ അവിടെ നടത്തിയ തിരച്ചിലിൽ കാളവണ്ടിയിൽ നിന്നും ഇറങ്ങി കാവേരി നദിയുടെ തീരത്ത് അഭയം പ്രാപിച്ചിരുന്ന അവരെ കണ്ടെത്തുകയും കൂടെ ചേർക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ വൃദ്ധൻ്റെ ശരീരം കണ്ടെത്തി. മനുഷ്യൻ്റെ ശരീരമാണെന്ന് കണ്ടാൽ പറയില്ല. ആ രീതിയിൽ മണ്ണിനോട് ആ കാട്ടാന ആ ശരീരം ചവിട്ടി തേച്ചിരുന്നു. കുറച്ച് അരഞ്ഞു ചിതറിയ എല്ലും കഷ്ണങ്ങളും മാംസ കഷ്ണങ്ങളും മാത്രമായിരുന്നു അവർക്ക് കിട്ടിയത്. ബാക്കിയെല്ലാം മണ്ണിനോട് ചേർന്നിരുന്നു. ഈ സമയങ്ങളിൽ വനത്തിലേക്ക് കയറിയുള്ള ഗെയിം ഹണ്ടിങ്ങുകൾ നടക്കുന്ന കാലമായിരുന്നു. ഗ്രാമത്തിൽ നിന്നും ട്രാക്കർമാരായി പലരും അങ്ങനെ ചെല്ലുന്ന ഗെയിം ഹണ്ടേഴ്സിനൊപ്പം പോകാറുമുണ്ട്. കടുവകളും പുലികളും കാട്ടാനകളും ഇവർക്ക് ഇരയാകാറുമുണ്ട്. കാവേരി നദിയുടെ തീരത്തെ വനങ്ങളിൽ വിഹരിച്ച് നടന്ന ഈ കൊമ്പില്ല കൊമ്പൻ്റെ പിടിയിൽപ്പെട്ട് നിരവധി ശിക്കാരികളും ആ സമയങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. കൊമ്പില്ലാത്ത ആനയെ വേട്ടക്കാർ വേട്ടയാടാറില്ല. അവർക്ക് വേണ്ടത് ട്രോഫികളാണ്. ട്രോഫികൾ എന്നാൽ വലിയ കൊമ്പൻ്റെ കൊമ്പുകളാണ്. അതില്ലാത്ത ഈ പിടിയെന്ന് തെറ്റിദ്ധരിച്ച ഈ ആനയെ അവർ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. മനുഷ്യരുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ഈ കാട്ടാന എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് വേട്ടക്കാർക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുകയും നനയ്ക്കാത്ത നേരത്ത് ആനയെ കണ്ട് പരിഭ്രാന്തരായി എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുന്ന വേട്ടക്കാർക്ക് നേരെ അവൻ ആക്രമണം അഴിച്ചുവിടുകയുമാണ് ചെയ്യുന്നത്. ഓട്ടത്തിനിടയിൽ തട്ടി വീഴുന്നതും മറിഞ്ഞു വീഴുന്നതുമായ വേട്ടക്കാരെ അവൻ തൂക്കിയെടുത്ത് നിലത്തടിക്കുകയും നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൊന്നും കലിയടങ്ങാത്ത ആന ബാക്കിയുള്ളവരെയും പുറകിൽ ഓടിക്കുകയും മീറ്ററുകളോളം ദൂരം അവരെ ഓടിച്ച് ഭയപ്പെടുത്തി വനത്തിന് പുറത്തേക്ക് ഓടിച്ചകറ്റുകയുമാണ് ചെയ്യുന്നത്. വനത്തിലേക്ക് പോകുന്ന വേട്ടക്കാർ മാത്രമായിരുന്നില്ല അവനിരയായിത്തീർന്നത്. രാത്രികാലങ്ങളിൽ ഈ വനപ്രദേശങ്ങളിൽ കള്ള മരം വെട്ട് രൂക്ഷമായിരുന്നു. അധികാരികളുടെ അനുവാദമോ സമ്മതവും ഇല്ലാതെ വനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സംഘം ആളുകൾ വനത്തിലേക്ക് കയറി മരം മുറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. അതിനെല്ലാം തടയിടാൻ വേണ്ടിയായിരിക്കണം വനപാലകർ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന സംഘത്തിന് നേരെ രാത്രിയുടെ മറവിൽ ഈ ആന ആക്രമണം അഴിച്ചുവിട്ടു. രാത്രി ഏറെ വൈകി കാണണം. ഏകദേശം 10 മണി കഴിഞ്ഞു കാണണം. 2 പേരടങ്ങുന്ന ഒരു വനപാലക സംഘം വനത്തിനുള്ളിലേക്ക് പെട്രോളിങ്ങിന് വേണ്ടി പോയി. അവിടെ കൈവശം ഉണ്ടായിരുന്നത് ഒരു ടോർച്ച് മാത്രമായിരുന്നു. പിന്നെ ഉള്ളത് മുളയുടെ ഒരു വടിയും. അവരുടെ ഉദ്ദേശം മൃഗങ്ങളെ നിരീക്ഷിക്കുക എന്നതായിരുന്നില്ല. അവരുടെ ഉദ്ദേശം മരം വെട്ട് തടയുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ അവർ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും വനത്തിനുള്ളിലൂടെ ടോർച്ച് പ്രകാശിപ്പിച്ച് അവർ ആരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ എന്ന് നിരീക്ഷിച്ച് അവർ പോയിക്കൊണ്ടിരുന്ന സമയം അവർക്ക് മുന്നിലേക്ക് ഒരാന പ്രത്യക്ഷപ്പെട്ടു. ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി മരണത്തിൻ്റെ പ്രതിരൂപമായ പിടിയാനയായിരുന്നു അത് എന്ന്. അപ്രതീക്ഷിതമായ ആനയെ കണ്ട ഒരു വനപാലകൻ അവിടെ ഞെട്ടിവിറച്ച് പതച്ചു നിന്നു. അയാൾ കിടുകിട വിറയ്ക്കുകയാണ്. മറ്റേയാൾ പേടിച്ചു വിറച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടി. അയാളുടെ കൈവശം ടോർച്ചും ഉണ്ടായിരുന്നില്ല. ഇയാളുടെ കയ്യിൽ നിന്ന ടോർച്ച് പെട്ടെന്ന് നിലത്തേക്ക് വീണു. നിലത്ത് വീണ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ആനയുടെ രൂപം വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുമായിരുന്നു. ആന തൻ്റെ തുമ്പിക്കൈ ഉയർത്തി തല കുലുക്കി അലറി വിളിച്ചുകൊണ്ട് അവിടെ പേടിച്ച് വിറച്ചു നിന്ന വനപാലകൻ്റെ അരികിലേക്ക് ചാർജ് ചെയ്തു വന്നു. പിന്നെ കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണമായിരുന്നു അവിടെ അരങ്ങേറിയത്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരികയും തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെടുക്കുകയും നിലത്തേക്ക് അടിക്കുകയും ചെയ്തു.
അടിച്ചത് ആ ടോർച്ചിൻ്റെ പുറത്തേക്കായിരുന്നു. ടോർച്ചിൻ്റെ പ്രകാശം അതോടെ അസ്തമിച്ചു. വനമാകെ വീണ്ടും ഇരുട്ട് വ്യാപിച്ചു. ആനയുടെ രൂപവും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വനപാലകനും കണ്ടില്ല. പരിഭ്രാന്തനായി ഓടിയ വനപാലകൻ എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്നു കയറി. മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വിവരം കൈമാറുകയും ചെയ്തു. വിവരമറിഞ്ഞ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ പലരും പിറ്റേന്ന് കാലത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. അവരവിടെ രൂപീകരിച്ച ഒരു വനപാലക സംഘവുമായി സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുകയും അവിടെ ഛിന്ന ഭിന്നമായി കിടന്ന ആ ഫോറസ്റ്റ് ഗാർഡിൻ്റെ ശരീരം അവിടെ നിന്ന് വീണ്ടെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വിട്ടു നൽകുകയും ചെയ്തു. ആനയുടെ ഇരയായി തീർന്ന ആ വനപാലകൻ്റെ കുടുംബത്തിന് ഒരു സഹായവും കുറച്ച് തുക രൂപത്തിൽ വനപാലകർ നൽകിയിരുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരിക്കണം ഒരു കുങ്കിയാനയെ ആ സമയത്ത് ആ വനത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നിരുന്നു. വനത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന തെമ്മാടിയായ ഈ ആനയെ വിരട്ടി തിരികെ വനത്തിലേക്ക് ഓടിക്കുവാൻ വേണ്ടിയായിരുന്നു ആ കുങ്കിയാനയെ, പരിശീലനം ലഭിച്ച കുങ്കിയാനയെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഏകദേശം 2 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരിക്കൽ ഒരു വൈകുന്നേരത്ത് മോഴയാന ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരും എന്നതിനും ഒരു കാരണമുണ്ടായിരുന്നു. ഈ സംഭവം, അതായത് ഈ കുങ്കിയാന ആ ഗ്രാമത്തിലേക്ക് വരുന്നതിനും ഏകദേശം 2 ആഴ്ചകൾക്ക് മുന്നേ മോഴയാനയുടെ ഒരു ആക്രമണം ആ ഗ്രാമത്തിൽ അരങ്ങേറിയിരുന്നു. അന്നുണ്ടായത് ഇതായിരുന്നു. അവൻ കടന്നു വന്നത് ഒരു ദിവസം രാത്രിയിലായിരുന്നു. അവൻ വരുന്ന സമയം കുടിലുകളുടെ പലതിലും റാന്തലുകൾ കത്തിച്ചു വെച്ചിരുന്നു. റാന്തലുകളുടെ വെളിച്ചമെല്ലാം താന്നതിന് ശേഷമാണ് അവൻ ഗ്രാമത്തിലേക്ക് കടന്നു വന്നത്. അവൻ കടന്നു വരുന്ന വഴിക്കുണ്ടായിരുന്ന ഒരു കുടിൽ അവൻ പൂർണ്ണമായും തകർത്തു. അങ്ങനെ പല കുടിലുകൾക്കും പല നാശനഷ്ടങ്ങളും അവൻ വരുത്തി വെച്ചു. ഇടിഞ്ഞു വീണ കുടിലിനിടയിൽപ്പെട്ട് ഒരാൾ മരിക്കുക കൂടി ചെയ്തു. അന്ന് ആദ്യമായിട്ടായിരുന്നു ആനയുടെ നേരിട്ടുള്ള ഒരു ആക്രമണം ആ ഗ്രാമത്തിൽ അരങ്ങേറിയത്. ഒരു വട്ടം ഗ്രാമത്തിലേക്ക് ആന സന്ദർശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ വരാനുള്ള സാധ്യത ഏറെയാണെന്ന് അവിടുത്തെ ഗ്രാമീണർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഈ ഗ്രാമത്തിലേക്ക് ഇനിയും അവൻ മടങ്ങി വരുമെന്ന വിശ്വാസത്തിൽ കുങ്കിയാനയെ അവിടെ കൊണ്ട് നിർത്തിയത്. അതിന് ഫലം കാണുകയും ചെയ്തു. ഒരു ദിവസം വൈകുന്നേരമായപ്പോഴേക്കും ആനയുടെ സാന്നിധ്യം അവിടുത്തെ ഗ്രാമീണർ അറിയുകയും കുങ്കിയാനയും സംഘത്തെയും അവിടേക്ക് വരുത്തുകയും ചെയ്തു. അന്ന് ഒരു കുങ്കിയാന മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗ്രാമത്തിൻ്റെ കവാടത്തിൽ വെച്ച് കുങ്കിയാനയും കൊമ്പില്ലാത്ത അവർ പിടിയാനയെന്ന് തെറ്റിദ്ധരിച്ച ആനയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഒരടി പോലും വിട്ടു നൽകുവാൻ ആ പിടിയാന എന്ന് തെറ്റിദ്ധരിച്ച ആന തയ്യാറായില്ല. കുങ്കിയാനയും ആനയും തമ്മിലുള്ള യുദ്ധം ഏകദേശം 10-15 മിനിറ്റോളം നീണ്ടു നിന്നു. അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയമാണ് ബാക്കിയുള്ളവർ തിരിച്ചറിയുന്നത് അവരിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന പിടിയാന എന്ന് തെറ്റിദ്ധരിച്ച ഈ ആന പിടിയാനയായിരുന്നില്ല എന്നും അത് ആണാനയാണെന്നും. അപ്പോഴേക്കും തുമ്പിക്കൈ ചുരുട്ടി മോഴയാന കുങ്കിയാനയുടെ തലയിൽ അടിച്ചിരുത്തിയിരുന്നു. അതിനുശേഷം അവൻ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുങ്കിയാനയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ഇനിയും മാസങ്ങളോളം ഈ ഗ്രാമത്തിലേക്ക് ആ മോഴയാന മടങ്ങി വരില്ല എന്ന് അവിടുത്തെ ആളുകൾക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ വിശ്വാസം മാസങ്ങളോളം നിലനിൽക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം ആ കുങ്കിയാന തിരികെ അതിൻ്റെ പാളയത്തിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്നു. അതുവരെ ഗ്രാമത്തിലേക്ക് അവൻ്റെ യാതൊരു ശല്യവും ഉണ്ടായിട്ടുമില്ല. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വേറൊരു സംഭവം അവിടെ അരങ്ങേറി. അത് ഇതായിരുന്നു. കാവേരി നദിയുടെ തീരത്തേക്ക് ഒരു സംഘം സ്ത്രീകൾ ജലം ശേഖരിക്കുവാൻ വേണ്ടി പോയിരുന്നു. കാവേരി നദിയുടെ തീരത്ത് വളർന്നു നിന്ന കുറ്റിക്കാടിനിടയിൽ മറഞ്ഞിരുന്ന ഈ മോഴയാന അവർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഭയം കൊണ്ടും പേടികൊണ്ടും സ്ത്രീകൾ തിരിഞ്ഞോടി. അതിലൊരു സ്ത്രീ തൻ്റെ കയ്യിലിരുന്ന കുടമെടുത്ത് ആനയുടെ നേരെ വലിച്ചെറിഞ്ഞിരുന്നു. അത് വന്ന് ആനയുടെ ശരീരത്ത് കൊള്ളുകയും പൊട്ടിയുടയുകയും ചെയ്തിരുന്നു. പിന്നീട് ആ സ്ത്രീകളോടി ഗ്രാമത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഒരിക്കലും ആ കാട്ടാന അവരെ പിന്തുടർന്നുകൊണ്ട് വന്നില്ല. അവൻ മടങ്ങി വനത്തിനുള്ളിലേക്ക് പോകുക മാത്രമായിരുന്നു ചെയ്തത്. പിന്നീട് അവിടുത്തെ ഗ്രാമീണർ കണ്ടത് മോഴയാനയുടെ ഉഗ്രമായ പ്രതികാരത്തിൻ്റെ കഥയായിരുന്നു. 2 ദിവസങ്ങൾക്കപ്പുറം പതിവ് പോലെ തന്നെ സ്ത്രീകൾ കുടവുമായി ആ നദിയുടെ തീരത്തേക്ക് മടങ്ങിയെത്തി ജലം ശേഖരിക്കുവാൻ വേണ്ടി. ജലം ശേഖരിച്ചുകൊണ്ട് തിരിഞ്ഞ് ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയോ മറഞ്ഞിരുന്ന ആന അവരുടെ വഴി അടച്ച് മുന്നിലേക്ക് നടന്നു വന്നു. അതുകൊണ്ട് ഭയന്ന സ്ത്രീകൾ കുടങ്ങൾ നിലത്തിട്ടുടച്ചുകൊണ്ട് തിരിഞ്ഞൂടി. തൻ്റെ ശരീരത്തിലേക്ക് നേരത്തെ കുടമെടുത്ത സ്ത്രീ തൻ്റെ മുന്നിൽ വന്നിരുന്നു എന്ന് അവൻ ഉറപ്പുവരുത്തിയിരുന്നു. അവളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കാട്ടാന അവർക്ക് പിന്നാലെ ഓടി. അങ്ങനെ ഒരു വഴിക്ക് വെച്ച് അവളെ പിടിക്കുകയും ചുഴറ്റി നിലത്തേക്ക് അടിക്കുകയും
മൺകുട മുടയുന്നത് പോലെ അവളുടെ തല ആന തൻ്റെ കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ചു. രക്തം മരവിക്കുന്ന ക്രൂരമായ കാഴ്ച അത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ ആ സ്ത്രീകൾക്ക് കഴിഞ്ഞില്ല. അവർ നിലവിളിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ചിന്ന ഭിന്നമായി ഓടി. പലരും കാവേരി മുറിച്ചു കടന്ന് മറുകരയിലേക്ക് നീന്തിപ്പോയി. ചിലർ വനപാതയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഓടിയകന്നു. അവർ ഓടിയകലുമ്പോഴും ആനയുടെ കൊലവിളിയും അവൻ്റെ ആക്രമണവും ആ ചത്ത ശരീരത്തെ കാണാൻ സാധിക്കുമായിരുന്നു. മണ്ണോട് മണ്ണായി അവളുടെ ശരീരം അവൻ ചവിട്ടി അരച്ചു. മണ്ണോട് ചേരുന്നത് വരെയും അവൻ ആ ശരീരം മണ്ണിൽ ചവിട്ടി അരച്ചു. മണ്ണും മാംസവും രക്തവും കുഴഞ്ഞ മനുഷ്യ ശരീരം എന്ന് പറയുവാൻ പറ്റാത്ത രീതിയിൽ അതിനെ അവൻ മാറ്റിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അവൻ തിരികെ വനത്തിലേക്ക് നടന്നു കയറിയത്. അതോടുകൂടി അവൻ്റെ ഒരു പ്രതികാരത്തിൻ്റെ കഥയും അവിടുത്തെ ആളുകൾ പറയുവാൻ തുടങ്ങി. ആ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറിയപ്പോൾ ഗവൺമെൻറ് ഈ ആനയെ ഒരു കൊലയാനയാക്കി പ്രഖ്യാപിക്കുകയും അവന് 500 രൂപ ഇനാമായി ഇടുകയും ചെയ്തു. ഇതിൽ ആകൃഷ്ടരായി നിരവധി പേർ ഇവനെ പിടിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയെങ്കിലും എല്ലാവരും പരാജിതരാകുകയായിരുന്നു ചെയ്തത്. അതിൽ കുറച്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ആരും അതിന് മുതിർന്നതുമില്ല. അതോടെ ഗവൺമെൻറ് അവൻ്റെ തലയ്ക്ക് 1000 ഇനാം പ്രഖ്യാപിച്ചു. എന്നിട്ടൊന്നും വനത്തിലേക്ക് കയറി അവനെ പിടിക്കുവാൻ ആരും തയ്യാറായില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ അരങ്ങേറുമ്പോഴും ഗ്രാമത്തിൽ നിന്നും കന്നുകാലികളെ തെളിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ വനത്തിലേക്ക് പോകാറുണ്ടായിരുന്നു. പിന്നീട് ആനയുടെ ആക്രമണം നടന്നത് അങ്ങനെ കന്നുകാലികളെ തെളിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയ ഒരുവൻ്റെ നേരെയായിരുന്നു, ഒരു ഇടയൻ്റെ നേരെയായിരുന്നു. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് കാണണം. ഇടയന്മാർക്കൊപ്പം അവനും മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു കാള എന്തോ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് കണ്ട ഇടയൻ എന്താണെന്ന് അറിയുവാൻ വേണ്ടി ആ പശുവിൻ്റെ അരികിലേക്ക് നടന്നു. അപ്പോഴാണ് അവൻ ആനയെ കാണുന്നത്. ഇവരെ കണ്ടതും ആന ഇവർക്ക് നേരെ ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടിയെടുത്തു. അവർ അവിടേക്ക് മേയ്ക്കുവാൻ വിട്ട കന്നുകാലികൾ ചിതറിയോടി. അങ്ങനെ ചിതറിയോടിയ ഏതോ ഒരു കന്നുകാലി വന്ന് ഇവനെ ഇടിക്കുകയും നിലത്തിടുകയും ചെയ്തു. അങ്ങനെ നിലത്തേക്ക് കിടന്ന ഇവൻ്റെ നേരെ ആന വരികയും ചവിട്ടുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ളവർ കണ്ടത് അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെടുത്ത് മുകളിലേക്ക് എറിയുന്നത് മാത്രമായിരുന്നു. പിന്നീട് അവരാരും ഒന്നും കണ്ടില്ല. എത്രയും വേഗം അവർ ഗ്രാമത്തിലേക്ക് ഓടി അകലുക മാത്രമായിരുന്നു ചെയ്തത്. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും വനത്തിനുള്ളിലേക്ക് മേയ്ക്കുവാൻ കൊണ്ടുപോയ കന്നുകാലികൾ തന്നെ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നെടുത്തു. അവിടേക്ക് പോകുവാൻ പോലും അവർ ഭയന്നിരുന്നു. ഈ സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറുന്ന സമയമാണ് മൈസൂർ സ്വദേശിയായ മുത്തു അപ്പ എന്ന ഒരു തദ്ദേശിക വേട്ടക്കാരൻ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം അവിടേക്ക് എത്തുന്നത് 1000 രൂപ ഇനാം പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ്. അതിൽ ആകൃഷ്ടനായാണ് അയാൾ അവിടേക്ക് എത്തുന്നത്. കാവേരി നദിയുടെ തീരത്ത് നിലനിൽക്കുന്ന ആ ഗ്രാമത്തിലേക്ക് എത്തുകയും സംഭവ വികാസങ്ങൾ കൂടുതലും ചോദിച്ചു മനസ്സിലാക്കുകയും ആനയുടെ സ്വഭാവം അറിയുകയും ചെയ്തു. തൻ്റെ കൂടെ സഹായത്തിന് ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ആരുടെയെങ്കിലും സഹായം ലഭിക്കുമോ എന്ന് അയാൾ തിരക്കി. അതിന് സന്നദ്ധരായി 2 പേർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും ചെയ്തിരുന്നു. കാരണം ആ മോഴയാനയെ കൊല്ലേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം ഗ്രാമീണർക്കും കൂടിയാണ്. അവിടുത്തെ ഗ്രാമീണരുടെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. ഗ്രാമത്തിലേക്ക് മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും ആരും വരുന്നില്ല. കച്ചവടത്തിന് അങ്ങോട്ടും പോകുവാനും കഴിയുന്നില്ല. അതുമാത്രമല്ല, കന്നുകാലികളെ മേയ്ക്കുവാൻ ഇപ്പോൾ അവർക്ക് വനത്തിലേക്ക് പോകുവാനും കുടിവെള്ളം ശേഖരിക്കുവാൻ കാവേരി നദിയുടെ അരികിലേക്ക് പോലും പോകുവാനും സാധിക്കുന്നില്ല. ഇത്രയും സാഹചര്യങ്ങൾ അവിടെ അരങ്ങേറുമ്പോൾ ആർക്കാണ് ഭയന്ന് വിറച്ചുകൊണ്ട് കുടിലുകളിൽ ഇരിക്കുവാൻ സാധിക്കുന്നത്? ഇനിയും മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ ആനയുടെ നേരിട്ടുള്ള ആക്രമണം അവരുടെ ഗ്രാമത്തിനും കുടിലുകൾക്കും നേരെ നടക്കില്ല എന്നും ആരറിഞ്ഞു? മുന്നേ കുങ്കിയാനയുടെ സഹായമുള്ളതുകൊണ്ട് മാത്രമായിരുന്നു ഗ്രാമത്തിലേക്ക് കയറിയുള്ള ആനയുടെ ആക്രമണം തടഞ്ഞത്. ഇപ്പോൾ കുങ്കിയാനയുടെ സഹായവും അവർക്ക് ലഭിച്ചില്ല. നേരത്തെ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന കുങ്കിയാനയ്ക്ക് ഇപ്പോൾ മസ്ത് എന്ന അവസ്ഥയിലാണ്. അതിനാൽ അവനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുകയില്ല. 4-5 മാസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അവനെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ എന്തു സംഭവിച്ചാലും ഈ ഗ്രാമീണർ സഹിച്ചേ പറ്റുകയുള്ളൂ എന്ന് വനപാലകരും അവരോട് പറഞ്ഞിരുന്നു. എന്തായാലും മുത്തുവപ്പയും സംഘവും ഏകദേശം ഒരാഴ്ചക്കാലം ഗ്രാമവും ഗ്രാമത്തിനതിലുള്ള വനവും കാവേരി നദിയുടെ തീരത്തുമെല്ലാം ആനയെ തിരഞ്ഞു നടന്നിരുന്നു. ഇവർക്ക് മുന്നിൽ അപ്പോഴൊന്നും ആ കാട്ടാന പ്രത്യക്ഷപ്പെട്ടില്ല. എന്നാൽ 2-3 ആഴ്ചകൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ഇവർക്ക് മുന്നിലേക്ക് ആ കാട്ടാന എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. നിലയ്ക്കാത്ത നേരത്ത് കാട്ടാനയെ കണ്ടുകൊണ്ടായിരിക്കണം മുത്തുവപ്പയും ഒന്ന് വിറച്ചു. അദ്ദേഹവും തിരിഞ്ഞോടി ഗ്രാമത്തിലേക്ക്. ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു അയാൾക്കൊപ്പം പോയ ട്രാക്കർമാരും അയാളും ആനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഏറെക്കുറെ മുത്തുവപ്പയ്ക്ക് ആനയുടെ സ്വഭാവം മനസ്സിലായി.
അവൻ എങ്ങനെയാണ് ആളുകളെ കൈകാര്യം ചെയ്യുന്നതെന്നും കൊലപ്പെടുത്തുന്നതും എന്നുള്ള പൂർണ്ണമായ കാര്യങ്ങളും അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതിനാൽ ഇതിനെല്ലാം ഒരു തീരുമാനമുണ്ടാക്കുവാൻ വേണ്ടി മുത്തുവപ്പ തീരുമാനിച്ചു. പിന്നെ ഒരു ദിവസം ആന തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് കരുതി തന്നെ അയാൾ വനത്തിനുള്ളിലേക്ക് യാത്ര തിരിച്ചു. കൂടെ ട്രാക്കർമാരെയും കൂട്ടിയിരുന്നു. കാരണം മുത്തുവപ്പയ്ക്ക് കാവേരി നദിയുടെ തീരത്ത് നിൽക്കുന്ന ഈ വനത്തെപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നു. അദ്ദേഹം അതിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ തിരികെ ഗ്രാമത്തിലേക്ക് വരുവാനുള്ള യാതൊരു വഴിയും അയാൾക്കറിയില്ല. അവനെ തിരക്കി ഞങ്ങൾ വനത്തിലൂടെ അലഞ്ഞു നടന്നു. കാവേരി നദി മുറിച്ചു കടന്ന് വനത്തിലേക്ക് പ്രവേശിച്ചു. വള്ളിപ്പടർപ്പുകളും അടിക്കാടുകളും നിറഞ്ഞ വനമായിരുന്നു അത്. കുറച്ചു ദൂരം മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ എവിടെ നിന്നോ ഒരു മയിൽ പറന്നെത്തി. അവൻ പീലി വിടർത്തി ആടി. അതിമനോഹരമായ കാഴ്ചയായിരുന്നു അത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു ദുഷിച്ച ചിന്തയായിരുന്നു. അതിനെ വെടിവെച്ചിട്ടാലോ എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആനയെ വേട്ടയാടുവാൻ വേണ്ടിയാണ്. ഒരു വെടിയുടെ ശബ്ദം കേട്ടാൽ ആന ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഓടി അകലുവാൻ സാധ്യതയുണ്ട്. അത് തടയേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഞാൻ ആ ദൗത്യത്തിൽ നിന്നും എൻ്റെ മനസ്സിനെ പിന്മാറ്റി വീണ്ടും ആനയെ തിരഞ്ഞുള്ള യാത്ര മുന്നിലേക്ക് നയിച്ചു. അങ്ങനെ അവസാനം ആനയുടേത് എന്ന് കരുതപ്പെടുന്ന ഒരു ട്രാക്ക് എൻ്റെ ട്രാക്കർമാർ കണ്ടെത്തി. അത് ഞങ്ങൾ നല്ലപോലെ പരിശോധിച്ചു. അവിടെ നിന്നും കുറച്ചു മാറി ആനയുടെ പിണ്ടവും കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന ട്രാക്കർമാരിൽ ഒരാൾ അതിലേക്ക് തൻ്റെ വിരലിട്ട് അതൊന്ന് കയ്യിലൊന്ന് ഞെവിടി നോക്കുകയും മണപ്പിച്ചു നോക്കുകയും എല്ലാം ചെയ്തു. അയാൾ പറഞ്ഞു, നല്ല ചൂടുണ്ട്. അവൻ ഇതുവഴി കടന്നു പോയിട്ട് ഏറെ സമയമായി കാണില്ല. ഈ ട്രാക്ക് പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടെത്തിക്കുക ഇവനരികിലേക്കായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ വന്ന മറ്റൊരു ട്രാക്കർ പറഞ്ഞു, ചിലപ്പോൾ ഇത് ഒരു കെണിയാകുവാനും സാധ്യതയുണ്ട്. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്നതാണ്. അയാൾ ഒരു താക്കീതെന്ന പോലെ പറയുകയും ചെയ്തു. എന്തായാലും ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് തന്നെ നടന്നു. എന്തായാലും മുത്തുവപ്പ കണ്ട ആനയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് ട്രാക്കർമാരുടെ സഹായത്തിൽ യാത്ര ചെയ്തു. കാറ്റിൻ്റെ ഗതി, ആനയുടെ ചൂര് ഇതെല്ലാം നോക്കിയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചത്. അയാൾക്ക് നല്ലുറപ്പായിരുന്നു, അല്ലെങ്കിൽ ഇയാൾക്കൊപ്പം പോയ ട്രാക്കർമാർക്കും നല്ലുറപ്പായിരുന്നു, ഇപ്പോൾ അവർ തിരിഞ്ഞു പോകുന്ന ഈ ട്രാക്ക് അവരെ തെറ്റായ പാതയിലൂടെയായിരിക്കും നയിക്കുന്നതെന്നും ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും ആന മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ആക്രമിക്കുമെന്നും ഉറപ്പായിരുന്നു. എന്തായാലും ആനയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടി അവർക്ക് ഒരുപാട് ദൂരം ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. അവർ കുറച്ചു ദൂരം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ തന്നെ ആനയുടെ ട്രാക്ക് അങ്ങ് അകലങ്ങളിലേക്ക് നടന്നു പോകുന്നത് അവർ വളരെ വ്യക്തമായി തന്നെ കണ്ടിരുന്നു. ഇനിയും ഏകദേശം മൈലുകളോളം തന്നെ സഞ്ചരിക്കണം എന്ന് തന്നെയായിരുന്നു അവർ കരുതിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി വീണ്ടും എവിടെ നിന്നോ ആ കാട്ടാന അവർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. ആനയും അവരും തമ്മിലുള്ള ദൂരം വെറും 12 അടി മാത്രമായിരുന്നു. മുത്തുവപ്പ ഇത്തവണ സേഫ്റ്റി ക്യാപ്പുകളെല്ലാം റിമൂവ് ചെയ്ത് ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിന്നിരുന്നു. എന്നാൽ ആന അതും മുന്നിൽ കണ്ടിരിക്കണം. മോഴയാന ഒട്ടും വൈകാതെ തൻ്റെ തല കുലുക്കിക്കൊണ്ട് ചിഹ്നം വിളിച്ചുകൊണ്ട് ചാർജ് ചെയ്ത് അവർക്ക് നേരെ വന്നു. മുത്തുവപ്പയ്ക്ക് ആനയുടെ നേരെ ഒന്ന് ലക്ഷ്യം വെക്കുവാൻ പോലും സാധിച്ചില്ല. അവർ തിരിഞ്ഞ് ഒരുമിച്ചോടി. ഓടുന്ന പുറകിന് തൻ്റെ കൂടെ വന്ന ട്രാക്കറിൽ ഒരാൾ അവിടെ വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ വേരുകളിൽ തട്ടി നിലത്തേക്ക് വീണു. നിലത്ത് വീണ ആളുടെ നേരെ ആന ചീറിപ്പാഞ്ഞെത്തി. ഇപ്പോൾ സെക്കൻഡുകൾക്ക് ഒരു ജീവന്റെ വിലയാണുള്ളത്. മുത്തുവപ്പ ഒന്നും നോക്കിയില്ല. ലക്ഷ്യവും ഉന്നവും ഒന്നും പിടിക്കാതെ പിന്നോട്ട് ചാടി മുന്നോട്ട് തൻ്റെ നിറയൊഴിച്ചു. ലക്ഷ്യബോധമില്ലാത്ത തിര ആനയുടെ തുമ്പിക്കയിൽ തറച്ചു കയറി. തുമ്പിക്ക കൊണ്ട് കോരിയെടുത്ത ട്രാക്കറെ നിലത്തിട്ട് ആന ഒന്ന് ഉച്ചത്തിൽ അലറി. നിലത്തേക്ക് വീണ ട്രാക്കർ ആവും വേഗം അവിടെ നിന്ന് എണ്ണീറ്റ് കുതറി എങ്ങോട്ടെന്നില്ലാതെ ഓടിയകന്നു. പിന്നെ ആനയുടെ ലക്ഷ്യം ഞാൻ മാത്രമായിരുന്നു. വെടികൊണ്ട ആന എനിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. റീലോഡ് ചെയ്ത് ഞാൻ വീണ്ടും ഒരു തിര കൂടി വെച്ചു. ഇത്തവണ കൃത്യം അവൻ്റെ മസ്തകത്തിലേക്ക് ചൂണ്ടിയായിരുന്നു ഞാൻ നിറയൊഴിച്ചത്. വെടികൊണ്ട ആന ആളിലെ പോലെ നിന്ന് ഒന്ന് വിറച്ചു. അടുത്ത വെടിയും വെച്ചു. അതോടെ ആന മുന്നോട്ടാഞ്ഞ് ചരിഞ്ഞു വീണു. അനക്കം നിലച്ചു. അവൻ്റെ വീഴ്ചയിൽ ഭൂമിയൊന്ന് പ്രകമ്പനം കൊണ്ടതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവൻ്റെ മസ്തകത്തിൽ നിന്നും രക്തം ഒലിച്ച് മണ്ണിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പറയേണ്ടത്തക്ക വലിപ്പമുള്ള ഒരു ആനയൊന്നും ആയിരുന്നില്ല അവൻ. ഇടത്തരം ഒരാന. എന്നാൽ അവൻ്റെ ശൗര്യവും ശക്തിയും കൗശലക്കാരനായിരുന്നു ഈ ആന. മനുഷ്യരോട് എങ്ങനെയാണ് ഇവന് വിരോധം വന്നതെന്ന് അറിയില്ല. അവൻ്റെ ശരീരത്തിൽ നിന്നൊന്നും യാതൊരു മുറിപ്പാടുകളും കണ്ടെത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്.
മാനന്തവാടിയിൽ നിന്നും കാക്കനംകോട്ടേക്ക് പോകുന്ന വഴിയിൽ ഒരു കാട്ടാന അവന്റെ സാന്നിധ്യം അറിയിച്ചു. ആദ്യകാലങ്ങളിൽ വഴിയിലൂടെ പോകുന്നവരെ അവനൊന്ന് ഭയപ്പെടുത്തുക മാത്രമായിരുന്നു ചെയ്തത്. പിന്നീട് അവന്റെ കുസൃതി കൂടിക്കൂടി വന്നു. വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളെയും കാൽനടക്കാരെയും കാളവണ്ടികളെയും മോട്ടോർ കാറുകളെയും എല്ലാം അവൻ പതിയിരുന്ന് ആക്രമിക്കുവാൻ തുടങ്ങി. അതിൽ പലരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അവന്റെ ആക്രമണത്തിൽ 3-4 കാളവണ്ടികൾ തകരുകയും 2-3 മോട്ടോർ കാറുകൾക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു. ഏകദേശം 3 പേർക്ക് ജീവനും നഷ്ടമായി. അവന്റെ കയ്യിൽ നിന്നും തലനാഴിഴയ്ക്ക് രക്ഷപ്പെടുന്ന ആളുകൾക്ക് പ്രാണരക്ഷാർത്ഥം അവന്റെ പിടിയിൽ നിന്നും കുതിറി ഓടുമ്പോൾ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റുന്നതും പതിവായിരുന്നു. ഒന്നുകിൽ തല പൊട്ടുകയോ അല്ലെങ്കിൽ കയ്യോ കാലോ ഒടിയുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള ആ കാട്ടാനയുടെ ശല്യം ആ സ്ഥലത്ത് കൂടി വന്നതോടെ അവിടുത്തെ ആ പ്രദേശത്തിന്റെ ചുമതലയുള്ള അധികാരി എന്നെ വിളിക്കുകയും ഈ ആനയെ കൊല്ലുവാനുള്ള ദൗത്യം പൂർണ്ണമായും എന്നെ ഏൽപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഈ ഒറ്റ ആനയെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു പാരിതോഷികം സമ്മാനമായി നൽകുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. പറയുക മാത്രമായിരുന്നില്ല, വാക്കും തന്നിരുന്നു. പാരിതോഷികങ്ങൾ മോഹിച്ചായിരുന്നില്ല ഞാൻ ഈ ആനയെ വേട്ടയാടുവാൻ വേണ്ടി ഇറങ്ങിയത്. മനുഷ്യന് നാശം സൃഷ്ടിക്കുന്ന രീതിയിൽ അവൻ അത്രയും അവിടെ വിഹാരം താണ്ഡവമാടിക്കഴിഞ്ഞിരുന്നു. നിരവധി പേർക്ക് ജീവഹാനിയും സാമ്പത്തിക നഷ്ടവും ഉണ്ടായിരിക്കുന്നു. ഇനിയും ഇവനെ അഴിച്ചു വിടുകയാണെങ്കിൽ ഇനിയും ആരൊക്കെയായിരിക്കും അവന്റെ കൊമ്പിന് ഇരയാകുക എന്ന് പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അതിനാലൊക്കെയാണ് ഞാൻ അവനെ പിടിക്കുവാൻ തീരുമാനമെടുത്തത്. അവിടേക്ക് പോകുവാൻ വേണ്ടിയുള്ള യാത്രയുടെ ഒരുക്കത്തിലാണ് ഞാനിപ്പോൾ. സമയമിപ്പോൾ പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് കാക്കനംകോട്ടേക്കുള്ള യാത്ര തുടങ്ങുവാൻ സമയമായി. ഞാൻ എൻ്റെ നരച്ച തവിട്ട് നിറമുള്ള ബൂട്ട് എടുത്തിട്ടു. എൻ്റെ റൈഫിൽ തുടച്ചു മിനുക്കി എൻ്റെ തോളിലേക്ക് തൂക്കി. എനിക്ക് ആവശ്യമായ സാധനങ്ങൾ നിറച്ച ബാഗും ഞാൻ എടുത്തിരുന്നു. അതുകൂടാതെ ഏകദേശം 10-15 തിരകൾ എൻ്റെ ബാഗിലും എൻ്റെ പോക്കറ്റിലുമായി ഞാൻ എടുത്തു. എൻ്റെ പോക്കറ്റിൽ ഏകദേശം 6 തിരകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു. ബാക്കിയുള്ളവ എൻ്റെ ബാഗിലും. കൃത്യമാർന്ന ഒരു നിറയൊഴിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ കൂടി വന്നാൽ 2 തിരകളിൽ തന്നെ അത് നിർത്തുവാനും അവനെ ഒതുക്കുവാനും സാധിക്കും. അല്ലാത്ത പക്ഷം 1-2 തിരകൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതായി വരും. ഞാൻ കണക്ക് കൂട്ടി. അതെല്ലാം കണക്ക് കൂട്ടിയാണ് ഞാൻ തിരകൾ എടുത്തിരിക്കുന്നത്. ഇനിയും ഒരു പക്ഷേ വെടിയുതിർക്കുവാൻ നേരം അവനിൽ തിര തറച്ചു കയറിയില്ലെങ്കിലോ, അവൻ ഞങ്ങളെ ഓടിച്ചാലോ? അപ്പോൾ തുടരെ നിറയൊഴിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നെത്തും. അവൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടില്ലെങ്കിലും അവനെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുവാൻ അത് സഹായിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ പോകുവാൻ പോകുന്നത് കാക്കനംകോട്ടെ ആ കുഗ്രാമത്തിലേക്കാണ്. കുറച്ചുപേർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അതിനു പുറമെ തിരകൾക്ക് ക്ഷാമം വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇവിടേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ബുദ്ധിമുട്ടും പ്രായോഗിക കുറവും മൂലമാണ് ഞാൻ ഇത്രയും തിരകൾ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചത്. അല്പസമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ബംഗ്ലാവിന്റെ വാതിലിൽ ആരോ കൊട്ടുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ആരാണെന്നറിയുവാൻ വേണ്ടി ഞാൻ വാതിലിന്റെ അരികിലേക്ക് നടന്നു. വാതിൽ തുറന്നു നോക്കി. ഞാൻ തലേന്ന് രാത്രിയിൽ ഏർപ്പാടാക്കിയ കാളവണ്ടി എന്നെ വിളിച്ചുകൊണ്ടു പോകുവാൻ അവിടേക്ക് വന്നിരിക്കുകയാണ്. ബെഗൈര എന്നൊരു കാളവണ്ടിക്കാരനാണ് അത്. അദ്ദേഹത്തിന്റെ കൈവശം ഒരു നീളമുള്ള വടിയുമുണ്ടായിരുന്നു. കാളകളെ തെളിക്കുന്ന വടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കുവാനും സാധിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാബ്, എന്നാൽ നമുക്ക് ഇനിയും പുറപ്പെട്ടാലോ? അങ്ങയുടെ സാധനങ്ങളടങ്ങിയ പെട്ടി എൻ്റെ കൈവശം തരൂ, ഞാൻ എടുത്ത് വണ്ടിയിലേക്ക് വെക്കാം. ഞാൻ തലയാട്ടി. അദ്ദേഹം എൻ്റെ പെട്ടി ചുമന്നുകൊണ്ട് കാളവണ്ടിയുടെ അരികിലേക്ക് പോകുകയും കാളവണ്ടിയിലേക്ക് അതെടുത്തു വെക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പതിയെ ബംഗ്ലാവിനോടും തോട്ടത്തിനും ബംഗ്ലാവിനും കാവൽ നിൽക്കുന്ന കാവൽക്കാരനോടും യാത്ര പറഞ്ഞിട്ട് പതിയെ ആ കാളവണ്ടിയുടെ പിന്നിലേക്ക് കയറിയിരുന്നു. കാളവണ്ടി എന്നെയും വലിച്ചുകൊണ്ടുള്ള യാത്ര കാക്കനംകോട്ട എന്ന കുഗ്രാമത്തിലേക്ക് തുടർന്നു. ഏകദേശം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു അത്. അങ്ങനെ ഞാൻ കാക്കനംകോട്ടയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എൻ്റെ സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം രംഗയുടെ കൂടെ അതേ കാളവണ്ടിയിൽ തന്നെ മാനന്തവാടിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. മാനന്തവാടിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയും അവിടെ ഇറങ്ങുകയും ചെയ്തു. പിന്നെ അവിടെ നിന്നും കാക്കനംകോട്ടയിലേക്ക് ഞങ്ങൾ കാൽനടയായിട്ടായിരുന്നു സഞ്ചരിച്ചത്. കാരണം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, മാനന്തവാടിയിൽ നിന്നും കാക്കനംകോട്ടയിലേക്ക് പോകുന്ന ആ പ്രധാന വഴിയിലായിരുന്നു അവൻ്റെ വിഹാര കേന്ദ്രം. അവിടെ വെച്ചാണ് അവനെ ഏറ്റവും കൂടുതൽ തവണ ആളുകൾ കണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ എനിക്കും അവനെ അപ്പോൾ കാണുവാൻ സാധിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദിവസം കാക്കനംകോട്ടയിൽ ചെലവഴിക്കേണ്ടതിന്റെ കാര്യം വരില്ല. അവനെ കൊന്നതിന് ശേഷം തിരികെ എൻ്റെ ഗ്രാമത്തിലേക്ക് പോകുവാനും സാധിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയത്. പറയേണ്ട രീതിയിലുള്ള വലിയ വലിപ്പമുള്ള ആനയൊന്നും ആയിരുന്നില്ല അവൻ. ഒരിടത്തരം ആനയായിരുന്നു. അവൻ്റെ കൊമ്പുകൾ നീണ്ടതും കൂർത്തതുമായിരുന്നു.
അവന്റെ മസ്തകത്തിൽ വലിയൊരു പാടുണ്ട്. ആ പാട് തന്നെയാണ് അവനെ വ്യത്യസ്തനാക്കുന്നതും. എത്ര വലിയ ആനക്കൂട്ടങ്ങൾക്കിടയിൽ അവൻ നിന്നാലും അവനെ തികച്ചും വ്യത്യസ്തനാക്കുന്നതും ആ പാടാണ്. അത് തന്നെയായിരുന്നു അവന്റെ അടയാളമായി രംഗയും എനിക്ക് പറഞ്ഞു തന്നത്. മാനന്തവാടിയിൽ എത്തിച്ചേർന്ന ഞങ്ങൾ അവിടുത്തെ ആളുകളോട് സംസാരിക്കുകയും ആനയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ വിഹാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്ന ആ പ്രധാന വഴിയിലൂടെ ഞങ്ങൾ ഇരുവരും കാൽനടയായി സഞ്ചരിച്ചു. റൈഫിൾ റീലോഡ് ചെയ്ത് സേഫ്റ്റി ക്യാപ്പുകൾ റിമൂവ് ചെയ്ത് ഏത് സാഹചര്യത്തിലും ഒരു നിറയൊഴിക്കുവാൻ സജ്ജനായാണ് ഞാൻ മുന്നിലേക്ക് നടന്നത്. അവന്റെ സ്വഭാവം അനുസരിച്ച് എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് തൻ്റെ ഇരയുടെ മുന്നിലേക്ക് വളരെ വേഗം പ്രത്യക്ഷപ്പെടുന്നതാണ് പതിവ്. അപ്രതീക്ഷിതമായ തൻ്റെ വരവ് കണ്ട് ഇര ഭയന്ന് നിൽക്കുമ്പോഴാണ് അവൻ ആക്രമണം തൊടുത്തുവിടുന്നത്. ഇരയുടെ ഭയത്തിലും വെപ്രാളത്തിലും അവൻ എന്തെങ്കിലും കൗതുകം കണ്ടിരിക്കണം. അതിനാലായിരിക്കാം അവൻ ഈ തുടർച്ചയായ സ്വഭാവം പിന്തുടർന്നു വന്നത്. ഒരിക്കലും ആരുടെയും പിന്നിലൂടെ അവൻ ആക്രമിച്ചതിൻ്റെതായി ഒരു വാർത്തയും ഞാൻ ഇതുവരെ കേട്ടില്ല. എന്നാൽ അവൻ ആക്രമിച്ചിരിക്കുന്നത് മുഴുവനും ഇങ്ങനെ തന്നെയുമാണ്. വാഹനമായാലും കാളവണ്ടിയായാലും കാൽനടക്കാരായാലും അപ്രതീക്ഷിതമായി കുറ്റിക്കാടുകളിലോ വളവുകളിലോ മറഞ്ഞിരിക്കുന്ന ഒറ്റയാൻ വളരെ വേഗം തൻ്റെ ഇരയുടെ മുന്നിലേക്ക് ചാടി വീഴുകയും തൻ്റെ ഇരയുടെ മുന്നിലേക്ക് ചാർജ് ചെയ്തു വരികയും അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുകയും തലയൊന്ന് കുടയുകയും ചെയ്യും. ഈ ഭയാനകമായ കാഴ്ച കാണുമ്പോൾ ഏത് ധൈര്യശാലിയും ഒന്ന് പതറുകയും ഭയക്കുകയും ചെയ്യും. പിന്നെ ഇര തൻ്റെ സമചിത്തത വീണ്ടെടുക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കും. ഒറ്റയാൻ അവർക്ക് തൊട്ടരികിലേക്ക് എത്തിയിരിക്കും. പിന്നെ അവിടെ നിന്ന് കുതറി ഓടുക എന്നതും മാത്രമായിരിക്കും അവരുടെ മുന്നിലുണ്ടാകുന്ന ഏക വഴി. അങ്ങനെ കുതറി തങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചു ഓടുമ്പോഴായിരിക്കും മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുകയോ ചെയ്യുന്നത്. അങ്ങനെ തട്ടിത്തെറിച്ച് വീണു കഴിഞ്ഞാലും വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ പിടിയിൽപ്പെടാതെ ദൂരേക്ക് അകന്നു ഓടുക എന്നതും മാത്രമാണ് അവരുടെ ജീവൻ ഇതുവരെയും സംരക്ഷിച്ചു നിർത്തിയിരുന്നത്. അതിന് കഴിയാത്ത ഹതഭാഗ്യരെയാണ് അവൻ ഇതിനോടകം തൻ്റെ ഇരയാക്കി മാറ്റിയത്. രംഗ പറഞ്ഞ് മറ്റൊരു സ്വഭാവ സവിശേഷത കൂടി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. അത് ഇങ്ങനെയാണ്: അവൻ കൊലപ്പെടുത്തുന്ന ഓരോ ഇരയുടെ ശരീരത്തേക്കും അവൻ്റെ കൂർത്ത കൊമ്പുകൾ കുത്തിയിറക്കാറുണ്ടത്രേ. അതും മാത്രമല്ല, മറ്റ് കാട്ടാനകൾ ചെയ്യുന്നത് പോലെ തനിക്കിരയായി തീരുന്ന മനുഷ്യരുടെ ശരീരം അവൻ ചവിട്ടി വികൃതമാക്കാറുമില്ല. തൻ്റെ കൊമ്പുകൊണ്ട് കുത്തുകയും തുമ്പിക്കൈകൊണ്ട് ചുഴറ്റി നിലത്തേക്ക് അടിക്കുകയും ചെയ്യും. ഒരിക്കൽ മാത്രമാണ് അവൻ ഒരു ഇരയെ മരത്തിൽ വെച്ച് ഞെരുക്കിക്കൊന്നത്. അതല്ലാതെ ഭയാനകമായ മരണം അവൻ ഒരിരയ്ക്കും ഇതുവരെ കൊടുത്തില്ല. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് മാനന്തവാടിയിലും കാക്കനംകോട്ടയിലും നാർഹോളെ വനത്തിനരികിലുമായി വിഹരിച്ചു നടന്നിരുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി തീർത്ത കാട്ടുകൊമ്പനെ വേട്ടയാടിയ കഥയാണ്. ആനമലത്തമ്പിയുടെ പുതിയൊരു കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ അവനെ അന്വേഷിച്ച് മാനന്തവാടിയിലെ പരിസര പ്രദേശങ്ങളിലും എത്തിയപ്പോഴേക്കും അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അവൻ പോയത് നാർഹോള വനപ്രദേശത്തേക്കാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ അവിടെ നിന്നും പതിയെ കാക്കനംകോട്ട എന്ന ഗ്രാമത്തിലേക്ക് പോയി. കാക്കനംകോട്ട വനപ്രദേശത്തിന് ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറുമ്പ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വനത്തിലേക്ക് കയറി മൃഗങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിൽ അഗ്രഗണ്യരാണിവർ. എങ്കിലും എൻ്റെ സുഹൃത്തും തോട്ടം തൊഴിലാളിയുമായ രംഗയുടെ സഹായമാണ് ഞാൻ തേടിയത്. അദ്ദേഹത്തെയാണ് ഞാൻ ആ കാട്ടാനയെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ഏർപ്പെടുത്തിയത്. മാനന്തവാടിക്കും കാക്കനംകോട്ടയ്ക്കും ഇടയിലുള്ള റോഡുകളിൽ ആനയുടെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. അതിനാൽ തന്നെ ആനയെ അവിടെയുള്ള എല്ലാവരും കണ്ടതാണ്. അതുപോലെ രംഗ പറഞ്ഞത് വെച്ചാണ് ഞാൻ അവനെ കൊല്ലുവാൻ വേണ്ടി അവിടേക്ക് എത്തിയതും. അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. മാനന്തവാടി ഭാഗത്തു നിന്നും അവൻ പൂർണ്ണമായും നാഗർഹോളയിലേക്കും അതുപോലെ കാക്കനംകോട്ടയിലേക്കും പിൻവലിഞ്ഞിരുന്നു. ആദ്യകാലങ്ങളിൽ അവന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ആക്രമണങ്ങൾ ഒഴികെ മാനന്തവാടിയിലെ ഗ്രാമങ്ങളിൽ അവൻ കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ചിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് അവന് മാത്രമേ അറിയൂ. നാഗർഹോള വനത്തിലേക്ക് പിൻവലിഞ്ഞ അവൻ ഇടയ്ക്കിടയ്ക്ക് കാക്കനംകോട്ടയിലെ ഗ്രാമങ്ങളിൽ സന്ദർശിക്കാറുണ്ടെന്ന വിവരം രംഗ വഴി ഞാൻ അറിയുവാൻ ഇടയായിരുന്നു. അവൻ്റെ സന്ദർശനത്തിൽ കൃഷിനാശവും സാമ്പത്തിക നഷ്ടവും ഭയവും ഭീതിയും ജനിപ്പിക്കുവാനും അവൻ ഒട്ടും മറന്നിട്ടുമില്ല. അവൻ്റെ വരവിലെല്ലാം ഇതെല്ലാം അവിടുത്തെ ആളുകളും അനുഭവിക്കുന്നതുമാണ്. മൺസൂണിലെ കനത്ത മഴയ്ക്ക് ശേഷമാണ് ഞാൻ കാക്കനംകോട്ടയിലെ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു സമയം കഠിനമായ ചൂടും മറ്റു സമയം കഠിനമായ തണുപ്പുമാണ്. മൺസൂൺ കാലം ആയിക്കഴിഞ്ഞാൽ കൊടും മഴയും. അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ വനത്തിന് ചുറ്റും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തേക്കും മുളങ്കാടുകളും പിന്നെ മറ്റു വലിയ വൃക്ഷങ്ങളുമാണ്. മഴക്കാലമെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഗ്രാമീണർ തങ്ങളുടെ ഗ്രാമത്തിനരികിലുള്ള കുറച്ച് വനം വെട്ടിത്തളിച്ച് തീ കത്തിച്ച് അവരുടെ കൃഷിക്ക് വേണ്ടി അവർ ഒരുക്കുകയാണ്.
പ്രാകൃത രീതിയിലുള്ള കൃഷിരീതിയാണ് ഇപ്പോഴും അവർ പിന്തുടരുന്നത്. കമ്പുകളും കല്ലുകളും കൈകളും ഉപയോഗിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ മാത്രമാണ് അവിടെ അവർ കൃഷി ചെയ്യുന്നതും. നിങ്ങളിപ്പോൾ അവിടേക്ക് ഒരു നായാട്ടിന് പോകുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ആവശ്യമായ മൃഗത്തെ ട്രാക്ക് ചെയ്യുവാനും കണ്ടെത്തുവാനും നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തു തരും. എന്നാൽ പ്രതിഫലമായി അവർക്ക് വേണ്ടതോ പുകയിലയോ മദ്യമോ അരിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മതിയായിരിക്കും. അവരതിൽ സന്തോഷം കണ്ടെത്തും. നായാട്ടിന് പോയി വരുമ്പോൾ അതിൽ ഒരു കഷ്ണം ഇറച്ചിയും കൂടി കൊടുക്കുകയാണെങ്കിൽ അതീവ സന്തോഷകരമായി തീരും അവർ. ഞാൻ ഇവിടേക്ക് പലപ്പോഴും നായാട്ടിന് വേണ്ടി വരാറുണ്ട്. അങ്ങനെ നായാട്ടിന് വേണ്ടി വരുമ്പോൾ ഇവിടുത്തെ കുർബാസ് വിഭാഗത്തിൽപ്പെട്ട പലരും പല മൃഗങ്ങളെയും ട്രാക്ക് ചെയ്യുവാൻ എന്നെ സഹായിക്കാറുണ്ട്. അങ്ങനെ പിടിച്ചു കിട്ടുന്ന മൃഗങ്ങളിൽ ഒരു നല്ലൊരു ഭാഗവും ഞാൻ ഇവർക്ക് കൊടുക്കാറാണ് പതിവ്. എനിക്ക് വേണ്ടത് മാത്രമാണ് ഞാൻ കൊണ്ടുപോകാറുള്ളതും ആഹരിക്കാറുള്ളതും. ബാക്കിയെല്ലാം ഇവിടുത്തെ ആൾക്കാർക്ക് ഞാൻ വീതം വെച്ച് കൊടുക്കും. അത് കിട്ടുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം അത് കാണേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ ആളുകളുടെ ജീവിത സാഹചര്യവും അതുപോലെ അവരുടെ വസ്ത്രധാരണയും കുടിലുകളുടെയും മറ്റും അവസ്ഥയുമെല്ലാം വളരെ ശോചനീയമാണ്. മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളാണ് അതിൽ പലരും ഉടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് കാണുവാനും സാധിച്ചു. വയറൊന്തി മെലിഞ്ഞ കുട്ടികളെ ഞാൻ ധാരാളമായി അവിടെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും വനത്തിലേക്ക് കയറിയുള്ള നായാട്ടും തേൻ ശേഖരണവുമാണ്. ഏകദേശം 2 ആഴ്ചക്കാലം ഞാൻ ആ ഗ്രാമത്തിൽ ചെലവഴിച്ചു. അവർ പറഞ്ഞ ആ കൊലപാതകിയായ കാട്ടുകൊമ്പനെ പിടിക്കുവാൻ വേണ്ടി അവരുടെ ഗ്രാമപരിസരത്ത് മുഴുവനും ഞാൻ അതിനെ തിരക്കി നടക്കുകയും ചെയ്തു. പല ആനകളുടെ ട്രാക്കുകളും എന്നെ കൊണ്ടുപോയത് അവിടെയുള്ള നീർച്ചാലിനരികിലേക്കോ അല്ലെങ്കിൽ ചെറിയ ജലസംഭരണിയുടെ അരികിലേക്കുമാണ്. പലതും എന്നെ നയിച്ചു കൊണ്ടുപോയത് വേറെ പല ആനകളുടെയും അരികിലേക്കുമാണ്. ഞാൻ ഇവിടെ എത്തിയിട്ട് ഏകദേശം 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആനയെപ്പറ്റിയുള്ള യാതൊരു അറിവും ഇതുവരെ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് കാക്കനംകോട്ടെ ആ പ്രദേശത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു സംഭവം അരങ്ങേറിയത്. അത് വേറെ ഒന്നും ആയിരുന്നില്ല. ഒരു കരടി ഗ്രാമത്തിന്റെ പരിസര പ്രദേശത്ത് അവൻ തമ്പടിച്ചിരിക്കുന്നു. ഗ്രാമത്തിൽ നിന്നും തേൻ ശേഖരിക്കുവാൻ പോയ ഒരു കുറുമ്പാസ് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അവൻ ക്രൂരമായി ആക്രമിച്ചിരിക്കുന്നു. ഇത്രയും മാത്രമായിരുന്നു ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത്. സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞാനും രംഗയും കൂടി ചെന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കാണുവാൻ സാധിച്ചത് തല പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു ശരീരമായിരുന്നു. അതിനരികിലായി ഒരു കരടിയുടെ കാൽപ്പാടുകളും മറ്റും വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിച്ചു. ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് കരടിയാണെന്ന് വിളിച്ചോതുന്ന രീതിയിൽ അയാളുടെ ശരീരത്തിൽ നിന്നും ആഴമേറിയ നഖങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാടുകളും കാണുവാനായി. ഇതാ കരടിയുടെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് ആദ്യത്തെ സംഭവമായി അവിടുത്തെ ഗ്രാമീണർ എന്നോട് പറഞ്ഞു. ഇതിനു മുന്നേയും ആ കരടി പലരെയും ആക്രമിച്ചിട്ടുണ്ട്. അവന്റെ കൂർത്ത നീളമേറിയ നഖങ്ങൾ കൊണ്ട് പലർക്കും സാരമായ പരിക്കുമേറ്റിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായിട്ടായിരുന്നു ഒരാളുടെ ജീവൻ അവൻ എടുക്കുന്നത്. അവിടെ തെളിഞ്ഞു കണ്ട കാലടയാളങ്ങൾ കടന്നു പോകുന്നത് വനത്തിന്റെ ഉള്ളിലേക്കാണ്. അത് പിന്തുടർന്നു പോകുന്നത് ഏറ്റവും വലിയ അപകടമായിരിക്കും. എങ്കിലും ഞാൻ അതിനെ തിരക്കി അതിന് പിന്നാലെ പോകുവാൻ തന്നെ തീരുമാനമെടുത്തു. ഞാൻ അതിന് പിന്നാലെ കാലടയാളങ്ങളും മറ്റും പിന്തുടർന്നുകൊണ്ട് പോകുവാൻ തുടങ്ങിയ സമയം എൻ്റെ കൂടെ അവിടേക്ക് വരുവാൻ ഒരുങ്ങിയ രംഗയോട് ഞാൻ എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ മറ്റൊരു ദൗത്യം ഞാൻ ഏൽപ്പിച്ചു. ഞാനിപ്പോൾ ഈ കാൽപ്പാടുകൾ തിരഞ്ഞു പോകുന്ന കരടിയെ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല എങ്കിൽ അവനെ രണ്ടാമത്തെ ഉപായം വഴി കെണിയിലാക്കി പിടിക്കേണ്ടതുണ്ട്. അതിനാൽ അവനെ പിടിക്കാനുള്ള കെണി തയ്യാറാക്കുവാൻ വേണ്ടിയായിരുന്നു ഞാൻ രംഗയെ പറഞ്ഞയച്ചത്. രംഗയോട് പറഞ്ഞത് ഏകദേശം 4-5 ബിയർ ട്രാപ്പുകൾ എവിടുന്നെങ്കിലും സംഘടിപ്പിക്കുവാനും അത് ആ കരടി സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴിയിൽ എന്തെങ്കിലും മത്സ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാംസ കഷ്ണമോ വെച്ച് അവനെ ആകർഷിക്കുന്ന രീതിയിൽ വെക്കുവാനും ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി രംഗ അവൻ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ബിയർ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. ഞാൻ എനിക്ക് കിട്ടിയ കാലടയാളങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കരടിയെ തിരക്കി വനത്തിനുള്ളിലേക്ക് എൻ്റെ യാത്ര തുടങ്ങി. ഏറെ ദൂരം അവൻ സഞ്ചരിച്ച് കാണില്ല എന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ഏറിയാൽ 1 മൈലുകൾക്കുള്ളിൽ തന്നെ അവൻ നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ അവനെ തിരക്കി വനത്തിനുള്ളിലേക്ക് വരുമെന്ന് അവൻ കരുതുന്നില്ല. ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ നനച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ കരടിയുടെ കാലടയാളങ്ങൾ പിന്തുടർന്നുകൊണ്ട് വനത്തിലേക്ക് പോകുന്നത്. വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ ആ കാൽപ്പാടുകൾ കടന്നു പോകുന്നത്. വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ആകും വിധം ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങി. വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഓരോ ചുവടും മുന്നിലേക്ക് വെക്കുന്നത്. എന്നാൽ തേക്കിൻ മരത്തിൽ നിന്ന് വീഴുന്ന തേക്കിൻ്റെ ഇലകൾ ഉണങ്ങി അവിടെ കിടക്കുന്നുണ്ട്. അതിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ അടക്കി നിർത്തുവാൻ എനിക്ക് സാധിക്കുന്നുമുണ്ടായിരുന്നില്ല.
എൻ്റെ മുന്നോട്ടുള്ള നടത്തത്തിൽ കരടിയുടെ നിരവധി കാൽപ്പാടുകൾ എനിക്കവിടെ കാണുവാൻ സാധിച്ചു. അതിൽ നിന്നും എനിക്കൊരു കാര്യം ബോധ്യമായി. ഈ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കാം അവൻ താമസിക്കുന്ന ഒരു ചെറിയ ഗുഹയുള്ളത്, അല്ലെങ്കിൽ പൊത്തുള്ളത്. ആ പൊത്തിലായിരിക്കാം അവൻ താമസിക്കുന്നത്. പിന്നീട് നീണ്ടുനിന്ന ശ്രമം അതായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊത്തുള്ള തലം, ഗുഹ എന്നിവ തേടിയാണ് ഞാൻ പിന്നീട് നടന്നത്. അങ്ങനെ എൻ്റെ തിരച്ചിലിന് അവസാനം അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സ്ഥലം, അതിൽ ചെറിയൊരു ഗുഹ പോലെ. അതിനുള്ളിൽ അവൻ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് ആ ഗുഹയുടെ ഇരുട്ടിലേക്ക് നോക്കിയാൽ കരടിയെ കാണുവാൻ സാധിക്കില്ല. എന്നാൽ ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന കരടിക്ക് വളരെ വ്യക്തമായി തന്നെ എന്നെ കാണുവാൻ സാധിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ കരടി കണ്ടിരിക്കണം. ഇനിയും ഏത് നിമിഷവും എനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായേക്കാം. ഒട്ടും സമയം പാഴാക്കാൻ. അതിനു മുന്നേ ആ ഗുഹയ്ക്കുള്ളിൽ കരടി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെയ്തത് അവിടെ കിടന്ന ഒരു കല്ല് പരതിയെടുത്തു, വലിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് എറിഞ്ഞു. ഗുഹയ്ക്കുള്ളിലേക്ക് കല്ല് വന്ന് കുത്തി വീണതും ആ കല്ലിൻ്റെ ശബ്ദം ആ ഗുഹയ്ക്കുള്ളിൽ മുഴങ്ങി കേട്ടു. പിന്നെ അതിനെയെല്ലാം വിറപ്പിച്ചുകൊണ്ട് ഒരലർച്ച ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അതെ, അതൊരു കരടിയുടെ ഉച്ചത്തിലുള്ള അലർച്ചയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അവൻ ഗുഹയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുവാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്യം ഇല്ലാതെ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഗുഹയ്ക്കുള്ളിലേക്ക് ഞാൻ എൻ്റെ കയ്യിലിരുന്ന റൈഫിൾ ചൂണ്ടി കാഞ്ചി വലിക്കുവാൻ തന്നെ തീരുമാനിച്ചു. വെടിയുടെ ശബ്ദം ഗുഹയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറുമ്പോൾ തിര അവൻ്റെ ശരീരത്തിൽ ഏറ്റില്ല എങ്കിൽ പോലും ഉറപ്പായും അവൻ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോവുകയും ചെയ്യും. അതല്ല എങ്കിൽ പുറത്തേക്ക് വരുന്ന അവൻ എന്നെ ആക്രമിക്കും. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ ഗുഹയ്ക്കുള്ളിലേക്ക് എൻ്റെ റൈഫിൾ ചൂണ്ടി 2 വട്ടം ഞാൻ വെടിയുതിർത്തു. 2 വട്ടവും ഒരു കരടിയുടെ അലർച്ച ഞാൻ കേട്ടു. ഇതിൽ നിന്നും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഒന്നെങ്കിൽ എൻ്റെ തീരെ കൃത്യമായി കരടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്ത് പോലും തട്ടാതെ മറ്റെവിടെയെങ്കിലും വന്ന് തറച്ചിരിക്കണം. കരടിക്ക് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ് ഏകദേശം 1-2 മണിക്കൂർ നീണ്ടു നിന്നു. 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഗുഹയ്ക്കുള്ളിലേക്ക് എൻ്റെ തോക്ക് നീട്ടി 2 തിര കൂടി വെച്ചു. ഭാഗ്യമോ നിർഭാഗ്യമോ ഗുഹയ്ക്കുള്ളിൽ നിന്നും കരടിയുടെ ഒരു അലർച്ചയും കേൾക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി അവൻ്റെ മരണം ഉറപ്പുവരുത്തുവാനുമുള്ള ധൈര്യവും എനിക്കില്ലായിരുന്നു. കാരണം ഒരു കരടിയുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് വളരെ പ്രയാസമാണ്. അവൻ്റെ കൂർത്ത നീളമേറിയ വളഞ്ഞ നഖങ്ങൾ ഒരുപക്ഷെ മുഖത്താണ് വന്നടിക്കുന്നതെങ്കിൽ മുഖത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം നഷ്ടമാകും. ചിലപ്പോൾ കണ്ണായിരിക്കാം, മൂക്കായിരിക്കാം. അതെല്ലാം അവൻ്റെ അടിയുടെ ആഘാതത്തെ ആശ്രയിച്ചിരിക്കും. പിന്നെ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ ഞാൻ ആ പരിസരത്ത് നിന്നും ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. ഗ്രാമത്തിലെത്തുകയും കുറച്ച് ഗ്രാമീണരെയും കുറച്ച് തീപ്പന്തവുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഗുഹയുടെ അരികിലേക്ക് വന്നു. ഇരുട്ട് നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിലേക്ക് എൻ്റെ കൂടെ നിന്ന 2 പേർ തീപ്പന്തം കത്തിച്ച് വലിച്ചെറിഞ്ഞു. ആ തീപ്പന്തം വന്ന് വീണത് അവിടെ കിടന്നിരുന്ന കരടിയുടെ ശരീരത്തിലേക്കായിരുന്നു. അവൻ ചത്തു എന്ന കാര്യം ഉറപ്പാണ്. തീപ്പന്തം ആ ഗുഹയിലേക്ക് വന്ന് വീണപ്പോഴും ആ തീപ്പന്തത്തിൻ്റെ വെളിച്ചം ആ ഗുഹയിലെ ഇരുട്ടിനെ അകറ്റിയപ്പോഴും ആ കരടി കിടക്കുന്ന സ്ഥലത്തു നിന്നും ഒരടി പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതിൽ നിന്നും അവൻ്റെ ജീവൻ പോയിരിക്കുന്നു എന്ന നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. പിന്നെ ഞാനും കുറച്ച് ഗ്രാമീണരും ആ ഗുഹയ്ക്കുള്ളിലേക്ക് തീപ്പന്തങ്ങൾ കത്തിച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കരടിയുടെ ആ ശരീരം കാണുവാൻ സാധിച്ചു. ചത്തുകിടക്കുന്ന ആ കരടിയുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ തൊലി ഇരിഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ പതിയെ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഈ സംഭവത്തിന് ശേഷം ഞാൻ വീണ്ടും ഏകദേശം 1 ആഴ്ച കാലം കൂടി ആ ഗ്രാമത്തിൽ കഴിച്ചുകൂട്ടി. ഒരാഴ്ചക്കപ്പുറം ഞാൻ ആ ഗ്രാമത്തിൽ നിന്നും ആനമലയിലെ ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് പോകുകയായിരുന്നു. പോകുന്നതിന് മുന്നേ ആ ഗ്രാമീണരോടും മറ്റാളുകളോടും ഞാൻ പറഞ്ഞിരുന്നു, ആനയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്നും അറിയിക്കുന്നത് പ്രകാരം ഞാൻ ഇവിടേക്ക് ഓടിയെത്താമെന്നും വാക്കുകൊടുത്തു. മാസങ്ങൾക്കപ്പുറം ഒരു കാൽനടക്കാരൻ അവൻ്റെ കോപത്തിന് ഇരയായിത്തീർന്നു. കാക്കനം കോട്ടയിൽ നിന്നും ഇരുവശവും വളർന്നു കിടക്കുന്ന വനത്തിലൂടെയുള്ള വനപാത വഴി ഒരു കാൽനടക്കാരൻ പോകുന്നുണ്ടായിരുന്നു. അവനെയായിരുന്നു ആ ആന ആക്രമിച്ചത്. ഒരു കൊടിയ വളവ് തിരിഞ്ഞ് അവൻ മുന്നിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ വളവിൽ മറഞ്ഞിരുന്ന കാട്ടാന അവന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അപ്രതീക്ഷിതമായി അവന് മുന്നിലേക്ക് എവിടുന്നോ അവൻ കയറി നിന്നു. സാമാന്യ വലിപ്പമുള്ള ആനയെ കണ്ട് ഒരു നിമിഷത്തേക്ക് അവൻ ഭയന്ന് നിന്നു. എന്ത് ചെയ്യണമെന്ന് അവനൊരു പിടുത്തവും കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടുത്തവും അപ്പോൾ അവന് ഉണ്ടായിരുന്നില്ല. അവൻ്റെ മസ്തിഷ്കം പൂർണ്ണമായും പ്രവർത്തനരഹിതമായതുപോലെ. പിന്നെ ഏതാനും സമയം കഴിഞ്ഞ് അവൻ്റെ ഇച്ഛാശക്തി വീണ്ടെടുക്കുകയും തിരിഞ്ഞോടുകയുമായിരുന്നു ചെയ്തത്. എന്നാൽ അവൻ്റെ മനസ്സെത്തുന്നിടത്ത് അവൻ്റെ ശരീരം എത്തിക്കാണില്ല. ഒരു വലിയ മരത്തിലിടിച്ച് നിലത്തേക്ക് വീണു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എവിടേക്കെന്നില്ലാതെ ഓടി രക്ഷപ്പെട്ടു.
മരത്തിലിടിച്ച് പിന്നോട്ട് മറഞ്ഞു വീണ അയാൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റപ്പോഴേക്കും ആന അവനരികിലേക്ക് ചാർജ് ചെയ്ത് എത്തിയിരുന്നു. ഒരു കാട്ടാന ചാർജ് ചെയ്ത് വരുമ്പോൾ 10 അടി എന്നതൊക്കെ അതിൻ്റെ 1-2 കാൽ വെപ്പിൽ തന്നെ അളന്നു തീരുമായിരുന്നു. ആന അവനെ മരത്തിലേക്ക് വെച്ച് ഇടിച്ചു ചേർത്തു. അതിശക്തമായ ആ ഇടിയിൽ ആനയുടെ കൊമ്പ് മരത്തിലേക്ക് തുളച്ചു കയറുകയും മരവും മനുഷ്യനും നിലത്തേക്ക് വീഴുകയും ചെയ്തു. മരത്തിൻ്റെയും ആനയുടെയും ഇടയിൽ അമങ്ങി അദ്ദേഹത്തിൻ്റെ ശരീരം ചതഞ്ഞരഞ്ഞു. ശരീരത്തെ വാരിയെല്ലുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഒടിഞ്ഞ് വളഞ്ഞു കയറി. എന്നിട്ടും കലി തീരാത്ത ആന അവന്റെ കൊമ്പുകൾ കൊണ്ട് അയാളെ കുത്തുകയും ചെയ്തു. നടുക്കുന്ന കാഴ്ച കണ്ട അയാൾക്കൊപ്പം നടന്നു വന്ന വഴിയാത്രക്കാർ എങ്ങോട്ടെന്നില്ലാതെ ചിതറിയോടി. അവരിൽ ഒരാൾക്ക് നേരെയും ആന ചാർജ് ചെയ്തു പോയെങ്കിലും അല്പദൂരം അയാൾക്ക് പിന്നാലെ ഓടി അവിടെ നിന്ന് വനത്തിലേക്ക് പിന്മാറുകയായിരുന്നു. പിന്നെ അവന്റെ ഒരു കൊലപാതകം അരങ്ങേറിയത് മാനന്തവാടിയിലെ ഗ്രാമത്തിന് അരികിലായിരുന്നു. ഒരു വൃദ്ധയായ സ്ത്രീയാണ് അവന് കോപത്തിന് ഇരയായിത്തീർന്നത്. വൃദ്ധയായ സ്ത്രീയുടെ നെഞ്ചിലേക്ക് അവന്റെ കൊമ്പ് കുത്തിക്കയറ്റുകയായിരുന്നു. സായന സന്ധ്യയിൽ അവർ ഗ്രാമത്തിന്റെ അരികിലൂടെ കടന്നു പോകുന്ന വനപാത വഴി നടന്നു നീങ്ങുകയായിരുന്നു. അപ്രത്യക്ഷമായി അവർക്ക് മുന്നിലേക്ക് എത്തിച്ചേർന്ന കൊമ്പൻ അവരെ കൊമ്പിൽ കോർത്തെടുത്തു നിലത്തേക്കിട്ടു. ചവിട്ടി അരയ്ക്കുവാനോ ശരീരം വികൃതമാക്കുവാനോ മെനക്കെട്ടില്ല. പിന്നെ അവിടെ നിന്നും അവൻ വനത്തിലേക്ക് കയറി മറയുകയായിരുന്നു ചെയ്തത്. അവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ 2 കൊലപാതകങ്ങൾ മാത്രമായിരുന്നു അരങ്ങേറിയത്. പിന്നെ ഉണ്ടായത് മൊത്തം സാമ്പത്തിക നഷ്ടവും ഭയപ്പെടുത്തലുകളും കൃഷിനാശവും മാത്രമായിരുന്നു. മാനന്തവാടിയിൽ നിന്നും കാക്കനംകോട്ടയ്ക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാളവണ്ടി അവന്റെ ആക്രമണത്തിന് ഇരയായിത്തീർന്നു. കാളവണ്ടിയുടെ നുകം തകർക്കുകയും കാളകൾ നുകത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുകയും ചെയ്തു. പിന്നീട് അവിടെ അവശേഷിച്ച കാളവണ്ടി അവന്റെ തുമ്പിക്കൈയിൽ തൂക്കി നിലത്തേക്കടിക്കുകയും ഛിന്നഭിന്നമാകുകയും ചെയ്തു. വഴിയിലേക്ക് പ്രത്യക്ഷപ്പെട്ട കാട്ടാനയെ കണ്ടിട്ട് കാളവണ്ടി ഓടിച്ചിരുന്ന കാളവണ്ടിക്കാരൻ ഇറങ്ങി ഓടിയിരുന്നു. അതിനാൽ അദ്ദേഹത്തെ ആ കാട്ടാനെ ആക്രമിക്കുവാനോ പിന്തുടരുവാനോ തയ്യാറായിരുന്നില്ല. ഒരു സംഭവം മാത്രമായിരുന്നില്ല, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടു. മാസങ്ങൾക്ക് ശേഷം അവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ അവിടുത്തെ ഒരാൾ രംഗയുടെ പരിചയക്കാരൻ രംഗയെ തിരക്കി ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് വന്നിരുന്നു. രംഗയെ കാണുകയും അദ്ദേഹത്തോട് വളരെ വിശദമായി അവിടെ അരങ്ങേറിയ ആ കാട്ടാനയുടെ 2ാമത്തെ വരവിനെ പറ്റി വിവരിച്ചു നൽകുകയും ചെയ്തു. രംഗ അത് വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ രംഗയും കൂട്ടി പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഒരു കാളവണ്ടിയുടെ സഹായത്തോടെ അവിടേക്ക് കുതിച്ചെത്തി. ഞാൻ കാക്കനംകോട്ടെ ആ ഗ്രാമത്തിലേക്ക് ആദ്യം ചെല്ലുമ്പോഴുള്ള കാഴ്ച ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നല്ലോ. അവിടെ അവർ കൃഷിക്ക് വേണ്ടി നിലം ഒരുക്കുകയും കൃഷികൾ ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവർ ചെയ്ത കൃഷിയിൽ ഭൂരിഭാഗവും ആന നശിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ആളുകൾ പലരും ആ കാട്ടാനയെ വളരെ വ്യക്തമായി തന്നെ കണ്ടിരിക്കുന്നു. അടയാളപ്രകാരം മുന്നേ നാർഹള്ളി വനത്തിലേക്ക് കയറിപ്പോയ അവൻ തന്നെയാണ് ഇവനെന്ന കാര്യം ഞാൻ ഉറപ്പുവരുത്തുകയും ചെയ്തു. രംഗ എനിക്കുള്ള താമസ സൗകര്യങ്ങൾ ആ ഗ്രാമത്തിൽ ഒരുക്കി തന്നു. ഞാനും രംഗയും ഒരുമിച്ച് അവിടെ താമസിക്കുകയും ചെയ്തു. രംഗയുടെ സഹായത്തോടെ ആനയെ ട്രാക്ക് ചെയ്യുവാൻ കുറച്ച് ഗ്രാമീണരെ വനത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. ട്രാക്കർമാർ ആനയെ ട്രാക്ക് ചെയ്ത വിവരം നേരം വെളുക്കുമ്പോൾ തന്നെ എന്നെ അറിയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അറിയിക്കുന്ന സമയം തന്നെ അവനെ തിരക്കി അവിടേക്ക് പോകേണ്ടതുണ്ട്. അവന്റെ കാലടയാളങ്ങളെ പിന്തുടരേണ്ടതുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി അവൻ മറ്റു വനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുന്നേ അവന്റെ കണക്കുകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വീണ്ടും അവൻ്റെ ആക്രമണ പരമ്പരകൾ തുടരുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ആ രാത്രിയിൽ അവിടെ കഴിച്ചുകൂട്ടി. ഇതെല്ലാം പറയുമ്പോഴും റാന്തലിൻ്റെ വെളിച്ചത്തിൽ പല നിഴൽ ചിത്രങ്ങളും ഞാൻ കിടന്നിരുന്ന കുടിലിൻ്റെ ഭിത്തിയിൽ തെളിയുന്നുണ്ടായിരുന്നു. അതൊരു ആനയുടെ രൂപം പ്രാപിക്കുന്നതായി പലപ്പോഴും എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം വെറുമൊരു തോന്നലാണെന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പാകപ്പെടുത്തി. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നിദ്രാദേവത എന്നെ വന്ന് വാരിപ്പുണർന്നു. ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. തലേന്ന് രാത്രിയിൽ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നു പിറ്റേന്ന് പുലർച്ചെയും അവിടെ സംഭവിച്ചത്. വനത്തിലേക്ക് അവനെ ട്രാക്ക് ചെയ്യാൻ പോയ ട്രാക്കർമാർ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവനെ പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ എനിക്ക് കൈമാറുകയും ചെയ്തു. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 4-5 മൈലുകൾ തെക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു മലയടിവാരത്ത് എത്തിച്ചേരും. അവിടെ നിന്നും വീണ്ടും വടക്കോട്ട് സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏകദേശം 1 മൈലുകൾക്കപ്പുറം വെച്ച് ഒരു ചെറിയ ജലാശയത്തിന്റെ അരികിൽ എത്തിച്ചേരാൻ സാധിക്കും. അവിടെ ഉണ്ടായ ആ ചെറിയ ജലാശയത്തിന്റെ അരികിൽ വളർന്നു നിൽക്കുന്ന വലിയ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് അവർ ആനയെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഈ വിവരമാണ് അവർ എനിക്ക് കൊണ്ട് നൽകിയത്. അതായത് ആ കാട്ടാന ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമത്തിൽ നിന്നും ഏകദേശം 7 മൈലുകൾക്കപ്പുറം മാത്രമാണ്.
ഇനിയും അവിടെ നിന്നും അവൻ സഞ്ചരിച്ച് മറ്റെവിടേക്കെങ്കിലും പോകുന്നതിന് മുന്നേ തന്നെ ഗ്രാമീണർ പറഞ്ഞ് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരണം. ഞാനും രംഗയും അവർ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. രംഗയുടെ കൈവശം നീണ്ട് വളഞ്ഞ് മൂർച്ചയേറിയ ഒരു വാക്കത്തി ഉണ്ടായിരുന്നു. കാരണം ആ ഭാഗത്ത് നിറയെ വള്ളിച്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ സ്ഥലമാണ്. അവയെല്ലാം വെട്ടിമാറ്റി വേണം മുന്നോട്ടുള്ള പാത തയ്യാറാക്കുവാൻ. അങ്ങനെ ഞങ്ങൾ വനത്തിലേക്കുള്ള യാത്ര തിരിച്ചു. റൈഫിൾ ഞാൻ റീലോഡ് ചെയ്ത് എൻ്റെ തോളിൽ തൂക്കിയിട്ടു. കുറച്ച് തിരകൾ എൻ്റെ പോക്കറ്റിലും എടുത്തിട്ടിരുന്നു. ഇതെല്ലാമായിട്ടാണ് ഞങ്ങൾ വനം കയറിയത്. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞതോടെ ട്രാക്കർമാർ പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ട്രാക്കർമാർ പറഞ്ഞ ആ മരത്തിൽ നിന്നും ഏകദേശം 10-25 അടി അകലെ ഞങ്ങൾ നിലയുറപ്പിക്കുകയും സസൂക്ഷ്മം ആ പ്രദേശം മൊത്തം നിരീക്ഷിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ശരിയാണ്, കാട്ടാനയുടെ സാന്നിധ്യം ഇവിടെ അറിയാനുണ്ട്. രംഗ അഭിപ്രായപ്പെട്ടു. അതിന് ശരിവെക്കുന്ന രീതിയിൽ ആനപ്പിണ്ടം അദ്ദേഹം കാട്ടിത്തരികയും അത് പോയി പരിശോധിക്കുകയും ചെയ്തു. അതിലിപ്പോഴും ചെറിയ ചൂടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മൾ വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ആയിരിക്കണം അവൻ ഇവിടെ നിന്ന് മറ്റെവിടേക്കോ പലായനം ചെയ്തത്. ഞങ്ങൾ ആവുന്നത് പോലെ അവിടെ മുഴുവൻ തിരക്കി അന്വേഷിച്ചു. നിരവധി കാലടയാളങ്ങൾ ഞങ്ങൾക്ക് ആ പരിസരത്ത് കാണുവാൻ സാധിച്ചു. അതെങ്ങോട്ടൊക്കെയോ നടന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. അതിൽ ഏത് പാത വഴി പോയാൽ ഞങ്ങൾക്ക് അവനൊപ്പം എത്തിച്ചേരാം എന്നത് മാത്രം ഒരു ചോദ്യചിഹ്നം പോലെ അവിടെ നിന്നു. ആ അവസരവും നഷ്ടമാക്കിയതിൻ്റെ നിരാശയിലും വിഷമത്തിലും ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും 2 ദിവസങ്ങൾ കൂടി കടന്നു പോയിരിക്കുന്നു. അന്ന് രാത്രിയിൽ മറ്റൊരു സംഭവം അവിടെ അരങ്ങേറി. ആ ഗ്രാമത്തിൽ സമയം അർദ്ധരാത്രി കഴിഞ്ഞു കാണണം. ഗ്രാമത്തിലെ ഒരു കുടിലിൽ തീ ആളിപ്പിടിച്ചിരിക്കുന്നു. അവിടെ നിന്നും ഉച്ചത്തിലുള്ള നിലവിളികളും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന ആലർച്ചയും കേൾക്കുവാൻ സാധിച്ചു. വളരെ വേഗം ഞാൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് ഞാൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ ഗ്രാമീണർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ എന്നോട് പറഞ്ഞു, ആ നശിച്ച കാട്ടാന, അവന്റെ ശല്യം സഹിക്കുവാൻ വയ്യ. അവൻ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. ഗ്രാമത്തെ ആക്രമിച്ചിരിക്കുന്നു. കുടില് അവൻ വലിച്ച് നിലം പതിപ്പിച്ചു. പതിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന റാന്തലിൽ നിന്നും തീ കുടിലേക്ക് ആളിപ്പടർന്നിരിക്കുന്നു. ഈ കുടിലിനകത്ത് 2 പേരുണ്ടായിരുന്നു. കുറച്ച് പരിക്കുകളോടെ പൊള്ളലോടെ അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഗ്രാമീണർ ഇവിടേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അവൻ ഭയചകിതനായി വനത്തിനുള്ളിലേക്ക് ഉൾവലിഞ്ഞുവെന്നും അയാൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു കൗതുകമായ ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ രാവിലെ അവനെ തിരക്കി അവൻ്റെ താവളത്തിലേക്ക് പോയപ്പോൾ അതവൻ മനസ്സിലാക്കിയിരിക്കണം. നീ എന്നെ തിരക്കി വന്നപ്പോൾ ഞാൻ നിന്നെ തിരക്കി എന്തുകൊണ്ട് വന്നുകൂടാ എന്ന് വിളിച്ചറിയിക്കുവാൻ വേണ്ടിയായിരിക്കുമോ അവൻ ഗ്രാമത്തിലേക്ക് കടന്നു വന്നതെന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അതിനെ ശരിവെക്കുന്ന രീതിയിൽ അങ്ങനൊരു സംസാരം രംഗയും എന്നോട് പറഞ്ഞു. ഞാൻ കുറച്ച് സമയം അവിടെ മിണ്ടാതിരുന്നു. അതിനുശേഷം മറ്റൊരു പദ്ധതി ഞാൻ തയ്യാറാക്കി. ഈ പദ്ധതിക്ക് വേണ്ടി ഞാൻ കുറച്ച് ആളുകളെ തയ്യാറാക്കി നിർത്തി. മുന്നേ കരടിയെ പിടിക്കുവാൻ വേണ്ടി രംഗ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന ബിയർ ട്രാപ്പുകൾ ഏകദേശം 6-7 എണ്ണം ഉണ്ടായിരുന്നു. 7 ഗ്രാമീണരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ കാട്ടാനയെ തിരക്കി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവരെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഞാൻ മുന്നിൽ റൈഫിലുമായി അവർക്ക് സംരക്ഷണ കവാടം തീർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നു നീങ്ങുന്നത്. തലേന്ന് രാത്രിയിൽ അവിടെ അവൻ അവശേഷിച്ചു പോയ കാൽപ്പാടുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് നീങ്ങുന്നത്. ഈ വനപ്രദേശം തങ്ങളുടെ കയ്യിലെ രേഖ പോലെ വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്ന ആളുകളാണ് എനിക്കൊപ്പം വനത്തിലേക്ക് അവനെ പിടിക്കുവാൻ വേണ്ടി വന്നത്. ധൈര്യശാലികൾ. എങ്കിലും അവരുടെ എല്ലാം മനസ്സിൽ അല്പം ഭയമുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നാലെ ബേഡ് ട്രാപ്പുകൾ താങ്ങി പിടിച്ചുകൊണ്ട് അവർ വന്നു. ഞങ്ങൾ ഏകദേശം 3-4 മൈലുകൾ പിന്നിട്ട് കാണും. അങ്ങ് അകലെ നിന്ന് എവിടെ നിന്നോ ഒരു ആനയുടെ ചിഹ്നം വിളി ഞങ്ങൾ കേൾക്കുവാനിടയായി. ഒരുപക്ഷെ ഞങ്ങൾ കേട്ടത് അവന്റെ ചിഹ്നം വിളിയാണോ എന്ന സംശയം ഞങ്ങളിൽ ഉളവാക്കി. വളരെ വേഗം തന്നെ ഞാൻ കാറ്റിന്റെ ദിശ ഉറപ്പുവരുത്തി. അല്പം പുല്ലും മണ്ണും മുകളിലേക്കിട്ട് കാറ്റിന്റെ ദിശ ഞങ്ങൾക്ക് അനുകൂലമാണോ എന്ന് നോക്കി. ഭാഗ്യവശാൽ ആ കാറ്റിന്റെ ദിശ ഞങ്ങൾക്ക് അനുകൂലമാണ്. ഇപ്പോൾ ശബ്ദം കേട്ട ദിക്കിൽ നിന്നും ഞങ്ങൾക്കരികിലേക്കാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാറ്റിന്റെ ദിശയെ അടിസ്ഥാനമാക്കി എൻ്റെ റൈഫിലിന്റെ സേഫ്റ്റി ക്യാപ്പുകൾ റിമൂവ് ചെയ്ത് പിന്നെ ഓരോ അടിയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ചുറ്റുപാടും നോക്കിയാണ് പിന്നീട് ഞങ്ങൾ മുന്നിലേക്ക് നടന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നുവല്ലോ. വീണ്ടും അല്പസമയത്തിന് ശേഷം എവിടെ നിന്നോ മരച്ചില്ലകൾ വലിച്ചിരിക്കുന്നതിൻ്റെയും ഒടിക്കുന്നതിൻ്റെയും ശബ്ദം ഞങ്ങൾ കേൾക്കുവാനിടയായി. അതിപ്പോൾ കേൾക്കുന്നത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1/4 മൈലുകൾക്കപ്പുറത്ത് നിന്നുമാണെന്ന് വളരെ വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി.
എനിക്കൊപ്പം വന്ന 2 പേരെ വലിയ പൊക്കമുള്ള മരത്തിൻ്റെ മുകളിലേക്ക് കയറുവാനും ആനയെ നിരീക്ഷിക്കുവാനും ഞാൻ പറഞ്ഞു. അതിന് പ്രകാരം അവർ ആ വലിയ പൊക്കമുള്ള മരത്തിലേക്ക് കയറുകയും ആനയെ വീക്ഷിക്കുകയും ചെയ്തു. അങ്ങ് ദൂരെ മരങ്ങൾ അനങ്ങുന്നതിൻ്റെയും ഒരു കറുത്ത രൂപം വലിയ രീതിയിൽ കുലുങ്ങുന്നതിൻ്റെയും കാഴ്ച കാണുവാനായെന്ന് അതിലൊരാൾ പറഞ്ഞു. അത് 1/4 മൈലുകൾക്കപ്പുറമല്ല, അതിലും അടുത്താണെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ടതും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് തേക്കിൻ്റെ ഇലകൾ എടുത്തുകൊണ്ട് വരണം. കാരണം നമുക്ക് ഈ ബിയർ ട്രാപ്പുകൾ അവൻ്റെ കണ്ണിൽ നിന്നും മറച്ചു വെക്കേണ്ടതുണ്ട്. അതിന് പ്രകാരം ഒരാൾ വലിയ തേക്കിൻ മരത്തിലേക്ക് കയറുകയും നിരവധി ഇലകൾ ആ മരത്തിൽ നിന്നും വെട്ടി താഴേക്കിടുകയും ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ തേക്കിൻ്റെ ഇലകളെല്ലാം ശേഖരിക്കുകയും ഞങ്ങൾക്കൊപ്പം ആനയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഏറെ ദൂരം നടന്നു. വീണ്ടും വീണ്ടും ഞങ്ങൾ പോകുന്ന വഴിയിൽ കാറ്റിൻ്റെ ദിശ ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ആനയുടെ കറുത്ത രൂപം അങ്ങ് ദൂരെ കണ്ടെത്തി. അത് അവനാണോ എന്ന് ഉറപ്പുവരുത്തുവാനായിട്ടില്ല. കാരണം അവനെ അടയാളമായി അവൻ്റെ മസ്തകത്തിലുണ്ടായിരുന്ന വ്യത്യാസം കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കാത്തുനിന്നു. ഞാൻ പതിയെ റൈഫിലുമായി അതിലൊരുവൻ്റെ കയ്യിൽ നിന്നും ബിയർ ട്രാപ്പ് എടുത്തു പിടിച്ചുകൊണ്ട് നടന്നു. അവൻ വന്നാലും ചാർജ് ചെയ്ത് ഞങ്ങൾക്കരികിലേക്ക് വരാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ ബിയർ ട്രാപ്പ് സ്ഥാപിക്കുകയും അതിനെ ഇലകൾ കൊണ്ട് മറച്ചു വയ്ക്കുവാനും ശ്രമിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ വന്ന ആളുകളോട് അടുത്തുള്ള വലിയ മരങ്ങൾക്ക് മുകളിലേക്ക് കയറിയിരിക്കുവാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും പറഞ്ഞു. രംഗയോടും ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ പതിയെ ആനയുടെ അരികിലേക്ക് നടന്നു നീങ്ങി. ഞാനും കാട്ടാനയും തമ്മിലുള്ള അകലം ഇപ്പോൾ വെറും 25 അടി മാത്രമായി ചുരുങ്ങി. എന്നാൽ എൻ്റെ അശ്രദ്ധമായ ഒരു കാൽവെപ്പ് അത് സംഗതികളെല്ലാം തകിടം മറിച്ചു. ഞാൻ ചവിട്ടിയത് ഒരു ഉണങ്ങിയ ഇലയുടെ മുകളിലേക്കായിരുന്നു. ചുള്ളിക്കമ്പുകൾ ഒടിയുന്നതിൻ്റെയും ഇലകൾ ഞെരുങ്ങുന്നതിൻ്റെയും ശബ്ദം വളരെ വേഗം തന്നെ ആ ആനയ്ക്ക് മനസ്സിലായി കാണണം. അവൻ നിൽക്കുന്നിടത്ത് തന്നെ നിന്നു. അവൻ്റെ പിൻകാലുകൾ ഒന്ന് മടക്കി ഉയർത്തി, ചെവികൾ കൂർപ്പിച്ചു. ശബ്ദം അവൻ ട്രാക്ക് ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെയെല്ലാം വളരെ വേഗമായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവൻ പെട്ടെന്ന് വെട്ടിത്തിരിയുകയും ചിഹ്നം വിളിക്കുകയും ചെയ്തു. അതെന്നെ അത്ഭുതപ്പെടുത്തിയില്ല. ഞാനിത് ചിന്തിച്ചത് തന്നെയാണ്. ആ തിരിയിൽ തന്നെ അവനെ അടയാളം വെച്ചിരിക്കുന്ന ആ വട്ടം എനിക്ക് അവൻ്റെ മസ്തകത്തിൽ കാണുവാനും സാധിച്ചു. അവന് നേരെ തോക്കു ചൂണ്ടി നിറയൊഴിക്കുവാനുള്ള സമയം അവൻ എനിക്ക് തരില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഞാൻ എൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ ബിയർ ട്രാപ്പുകൾ സ്ഥാപിച്ച സ്ഥലത്തേക്ക് കുതിച്ചോടി. അവൻ എനിക്ക് പിന്നാലെ വരുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിരുന്നു. ഞാൻ വെച്ച അടയാളങ്ങളിൽ ചവിട്ടാതെ ഞാൻ എങ്ങനെയൊക്കെയോ ബിയർ ട്രാപ്പുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. ആനയും ഞാനും തമ്മിലുള്ള ദൂരം ഇപ്പോഴും 25 അടിക്ക് അപ്പുറമാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. പിന്നെ ഒരു വലിയ മരത്തിൻ്റെ പിറകിലേക്ക് ഞാൻ ഓടിക്കയറി നിന്നു. അവൻ എപ്പോഴാണോ ആ ബിയർ ട്രാപ്പുകൾക്കരികിലേക്ക് എത്തിയത്, ആ വലിയ കൂർത്ത പല്ലുകൾ അവൻ്റെ കാലിലേക്ക് ആഴത്തിൽ പിടിച്ചു. അവൻ ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയും അവൻ്റെ മുൻകാലുകളിലും പിൻകാലുകളിലും പിടിമുറുക്കിയ ബിയർ ട്രാപ്പുകൾ കൊണ്ട് വനത്തിലേക്ക് ഓടുവാനും ശ്രമം നടത്തി. എന്നാൽ അവൻ്റെ വേഗത വളരെ കുറവായിരുന്നു. അവന് നടക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവനെ കൊണ്ടാകുന്നത് പോലെ അവൻ്റെ കാലുകൾ അവൻ മുന്നോട്ട് വെച്ച് നടക്കുവാൻ ശ്രമിച്ചു. ഈ അവസരം ഞാൻ മുതലാക്കി. കൃത്യം അവൻ്റെ ചെവിക്ക് പിന്നിലേക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ വെടിപൊട്ടിച്ചു. അവൻ നിന്നിടത്ത് തന്നെ നിൽക്കുകയും ഒന്ന് വിറയ്ക്കുകയും ചെയ്തു. ആ സ്പോട്ടിലേക്ക് തന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ തിരയും തറച്ചു കയറ്റി. അതോടെ അവൻ്റെ കാലുകൾ കാറ്റത്താടുന്ന മുളങ്കാടുകൾ പോലെ ആടുവാൻ തുടങ്ങി. അങ്ങനെ ആടി 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 അവസാനം അവൻ ഇടത്തേക്ക് ചരിഞ്ഞു വീണു. കുറച്ചു സമയം ഞാൻ അവിടെ തന്നെ അങ്ങനെ നിന്നു. അതിനുശേഷം ചരിഞ്ഞു കിടന്ന അവൻ്റെ കൃത്യം തലയിലേക്ക് തന്നെ ഞാൻ എൻ്റെ തോക്ക് ചൂണ്ടി ഒരു നിറ കൂടി ഒഴിച്ചു. അവൻ്റെ മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ തിര അവൻ്റെ തല തകർത്ത് മസ്തിഷ്കത്തിലേക്ക് തറച്ചു കയറി. അവൻ്റെ ശരീരത്തിൽ ജീവൻ്റെ ഒരു കണിക പോലും ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് ഞാൻ ആനയുടെ അരികിലേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ അവൻ്റെ ജീവൻ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ഞാൻ ആ കാട്ടാനയുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടിട്ടാകണം മരത്തിന് മുകളിൽ സുരക്ഷിതമായി ഇരിക്കുവാൻ പറഞ്ഞ ഗ്രാമീണർ നിലത്തേക്ക് ചാടുകയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്തു. എനിക്കരികിലേക്ക് അവർ ഓടിയെത്തുകയും ചെയ്തു. അവർ വല്ലാതെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നെല്ലാം പിന്മാറി ആനയുടെ ശരീരം ഒന്ന് പരിശോധിച്ചു നോക്കി. അവൻ എന്തുകൊണ്ടാണ് മനുഷ്യവിരോധിയായി തീർന്നതെന്ന് അറിയേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നല്ലോ. എന്നാൽ അവൻ എന്തുകൊണ്ട് മനുഷ്യവിരോധിയായി തീർന്നു എന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. കാരണം അവൻ്റെ ശരീരത്ത് യാതൊരു മുറിവുകളോ അല്ലെങ്കിൽ
പണ്ട് ആരെങ്കിലും വേട്ടയാടിയതിൻ്റെ പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്തായിരിക്കണം അവൻ മനുഷ്യരെ ഭയപ്പെടുത്തിയിരുന്നത്. സാധാരണ കാട്ടാനകൾ ചെയ്യുന്നത് പോലെ അതിക്രൂരമായ മരണമൊന്നും അവൻ തൻ്റെ ഇരയ്ക്ക് നൽകിയതുമില്ലായിരുന്നല്ലോ. ഒരു മുതല കാലിൽ പിടിക്കുന്നത് പോലെ ആനയുടെ തൂണുപോലെ ഉറച്ച കാലുകളിലേക്ക് ബിയർ ട്രാപ്പുകൾ അവൻ്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് മുറുക്കി പിടിച്ചിരിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. അതിൽ നിന്നും രക്തം താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ബിയർ ട്രാപ്പുകൾ ഒരുക്കി ഒരു ആനയെ കൊടുക്കാമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാൽ അതും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഗ്രാമത്തിലെ 2 പേർ വനത്തിലേക്ക് പോയിരുന്നു. മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല അവർ വനത്തിലേക്ക് പോയിരുന്നത്. ഈ വനത്തിൽ ധാരാളം ഇല്ലിക്കാടുകളും മുളങ്കാടുകളും ഉണ്ടായിരുന്നു. അവ തേടിയാണ് അവർ ഇരുവരും വനത്തിനുള്ളിലേക്ക് പോയത്. ഗോപാലും ധർമ്മരാജും. ഇവർ ഇരുവരും സ്ഥിരമായി വനത്തിനുള്ളിലേക്ക് ഇങ്ങനെയുള്ള ഈറ്റകളും മുളകളും വെട്ടുവാൻ പോകാറുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു അവരുടെ വരുമാന മാർഗവും. എത്ര അപകടം പതുങ്ങിയിരിക്കുന്ന വനമായാലും നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയും അതുപോലെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുവാനും ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയും നമ്മൾ എന്ത് കഷ്ടപ്പാട് ഏറ്റെടുക്കുവാനും സാഹസികതകൾ ചെയ്യുവാനും മുതിരാൻ തയ്യാറുള്ളവരാണ് മനുഷ്യർ. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിൽ താങ്ങുന്നവർ. അവരെ ആശ്രയിച്ചു നിൽക്കുന്നവരുടെ വയറ് നിറയ്ക്കുവാൻ വേണ്ടിയാണ് ഇത്തവണ അവർ വനം കയറിയത്. വനത്തിലേക്ക് മുളകളും ഈറ്റകളും വെട്ടുവാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഏണികൾ നിർമ്മിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കൂരകൾ മെയ്യുവാൻ വേണ്ടി. ഒരുപാട് ആവശ്യക്കാരാണ് ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരുന്ന ഈറ്റകൾക്കും മുളകൾക്കും വേണ്ടി ഗ്രാമത്തിൽ കാത്തു നിൽക്കുന്നത്. ധൈര്യശാലികളായ ആളുകൾ മാത്രമാണ് ഇക്കാലത്ത് വനത്തിലേക്ക് ഈറ്റകളും ഇല്ലിക്കാടുകളും വെട്ടുവാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈറ്റകളുടെയും മുളകളുടെയും സാന്നിധ്യമുള്ള വനത്തിൽ ഇവ തങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായി കരുതുന്ന ആനകൾ അവിടേക്ക് വരാറുണ്ട്. ഒറ്റതിരിഞ്ഞോ കൂട്ടത്തോടെയോ അല്ലാതെയോ. ആനകളുടെ പ്രധാന താവളവും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഇല്ലിക്കാടുകളും മുളങ്കാടുകളുമാണ്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒറ്റതിരിഞ്ഞ് വനത്തിനുള്ളിലേക്ക് ഈറ്റകളും മുളകളും ശേഖരിക്കുവാൻ പോകുന്നവരുടെ എണ്ണം താരതമ്യേന കുറഞ്ഞത്. ഈ സുഹൃത്തുക്കൾ വനത്തിലേക്ക് എപ്പോഴൊക്കെയാണോ പോകുന്നത് അപ്പോഴെല്ലാം അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഈറ്റകളും മുളകളും വെട്ടിയെടുത്ത് ശേഖരിച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ചിരുന്നു. ഇത്തവണ അവർ യാത്ര തിരിച്ചത് മുളങ്കാടുകൾ തേടിയാണ്, വലിയ മുളകൾ തേടി. അതിനായി അവർ തിരഞ്ഞെടുത്ത പാത വനത്തിന്റെ തെക്ക് ഭാഗം ചേർന്നുള്ള പാതയാണ്. അത് നീണ്ടുപോകുന്നത് വനത്തിനുള്ളിലേക്കാണ്. അവിടെ നിന്നും വളഞ്ഞു പുളഞ്ഞു പോകുന്ന ആ പാത ചെന്ന് എത്തിച്ചേരുന്നത് മുളങ്കാടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കുമാണ്. ആ ഭാഗം ലക്ഷ്യമാക്കിയാണ് അവർ ഇരുവരും ഇന്ന് ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. വനത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ അവർ കൊണ്ടുപോയിരുന്നത്, അല്ലെങ്കിൽ അവരുടെ കൈവശം ആ സമയം ഉണ്ടായിരുന്നത് ഒരു സഞ്ചിയായിരുന്നു. ആ സഞ്ചിയിൽ മൂർച്ചയേറിയ മുളകൾ മുറിച്ചെടുക്കുവാൻ പാകത്തിനുള്ള വാക്കത്തിയും ഒരു നേരത്തെ ആഹാരവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും ചുമന്നുകൊണ്ടാണ് അവർ വനത്തിനുള്ളിലേക്ക് യാത്ര തിരിച്ചത്. വനമാണ്. എത്ര സമയം കഴിഞ്ഞാണ് തിരികെ മടങ്ങി വരിക എന്ന് പറയുവാൻ കഴിയില്ല. ഉച്ചയാകുമ്പോഴേക്കും ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമോ എന്നും അവർക്കറിയില്ല. അപ്പോൾ അവർക്ക് വിശപ്പടക്കുവാൻ വേണ്ടിയുള്ള ആഹാരം അവരുടെ കൈവശം അവർ കൊണ്ടുപോകുന്നതല്ലേ നല്ലത് എന്ന് കരുതിയായിരിക്കാം അവർ ആ ആഹാരം അവർക്കൊപ്പം കരുതിയത്. എന്നാൽ അത് തന്നെയാണ് അവർക്ക് വിനയായി മാറിയതും. ഇനിയും എന്തിനു വേണ്ടിയാണ് അവർ നീളമുള്ള മുളകൾ തേടിപ്പോയതെന്ന് പറയാം. വലിയ പൊക്കമുള്ള ഏണികൾ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി, വലിയ വലിയ മരങ്ങളിൽ കയറുവാൻ വേണ്ടി, വലിയ മലയുടെ മുകളിൽ നിന്നും പാറക്കെട്ടിന് താഴേക്ക് കെട്ടിയിറക്കുവാൻ വേണ്ടി. ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ഈ വലിയ മുളകൾ തേടിപ്പോയത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ തയ്യാറെടുപ്പെന്നല്ലേ? പറയാം. വനത്തിലേക്ക് 2-3 ആഴ്ചകൾ കഴിഞ്ഞ് നിധി തേടി ഒരു സംഘം പോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ വനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്താണെന്നല്ലേ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എന്ത് നിധി തേടിയാണ് അവർ പോകുന്നതെന്നല്ലേ? ഗ്രാമീണർക്ക് വനത്തിൽ നിന്നും കിട്ടുന്ന നിധി എന്താണെന്ന് പറയാം. വനത്തിനരികിലുള്ള ഗ്രാമീണർക്കും അതുപോലെ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികൾക്കും വനത്തിൽ നിന്നും കിട്ടുന്ന നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വനവിഭവം തന്നെയാണ്. അടുത്ത ആഴ്ച ഒരു സംഘം ഗ്രാമീണർ വനത്തിനുള്ളിലേക്ക് തേൻ ശേഖരിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുവേണ്ടി നല്ല നീളമുള്ള ഏണികൾ തയ്യാറാക്കേണ്ടതുണ്ട്, ഉറപ്പുള്ളതും പുതിയതുമായവ. കാരണം വള്ളികളും മറ്റും കെട്ടി വലിയ വള്ളികളും മറ്റും ഈ ഏണികളിൽ കെട്ടി വലിയ പാറക്കല്ലുകളുടെ മുകളിലൂടെ താഴേക്ക് തൂക്കിയിട്ടതിന് ശേഷം അതുവഴി പിടിച്ചിറങ്ങി പാറക്കെട്ടുകളുടെ അടിയിൽ കൂടുകൂട്ടിയിരിക്കുന്ന വലിയ തേനീച്ചകളുടെ കൂടുകൾ അവർക്ക് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഈ സാഹസികത ചെയ്യുമ്പോൾ ഏണിയുടെ ബലം, അതിന് ഈ സമയത്ത് ഒരാളുടെ ജീവന്റെ വില തന്നെയുണ്ട്. ഏണി ഒടിയുകയോ പൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ മലയുടെ മുകളിൽ ഉന്തി നിൽക്കുന്ന പാറക്കെട്ടുകളുടെ മുകളിൽ നിന്നും അവർ വന്നു വീഴുന്നത് നിലത്തേക്കായിരിക്കും. അങ്ങനെ താഴേക്ക് വന്ന് പതിക്കുന്ന ശരീരം ഞുള്ളി പെറുക്കിയെടുക്കുവാൻ പോലും സാധിച്ചെന്ന് വരില്ല.
പാറകളിലും മരങ്ങളിലും തട്ടി ചിന്നിച്ചിതറിപ്പോകും. അത് പിന്നെ കാട്ടുനായ്ക്കൾക്കും കഴുകന്മാർക്കും ചെന്നായ്കൾക്കും കുറുക്കന്മാർക്കും ഭക്ഷണമായി തീരുകയുള്ളൂ. അങ്ങനെ അവർ ഇരുവരുടെയും മുളകൾ തേടിയുള്ള യാത്രക്കിടയിൽ ഗോപാലൻ ഒരു സംഭവം കണ്ടിരുന്നു. അതിനെക്കുറിച്ച് തന്റെ കൂടെ വന്ന ധർമ്മരാജനോട് പറയുകൂടി ചെയ്തിരുന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല, ആനയുടെ കാൽപ്പാടായിരുന്നു. അതായത് ആന നടന്നു പോയതിന്റെ ട്രാക്ക്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തു പറഞ്ഞത് എന്നാൽ മറ്റൊന്നും കൊണ്ടല്ല. ഒരു ആനക്കൂട്ടത്തിന്റെ അരികിലേക്കാണ് അവർ നടന്നെത്തുന്നതെങ്കിൽ അവ ഒരിക്കലും ആക്രമിക്കില്ല, അവ വഴിമാറി പോകുക മാത്രമാണ് ചെയ്യുക. എന്നാൽ ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന ആനയുടെ മുന്നിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. രോക്ഷാകുലനായും ധേയില്ലാത്തവനുമായി കാണുന്ന ആ കറുത്ത പാറ ഒരു പക്ഷേ ചവിട്ടി അരച്ചേക്കാം. തുമ്പിക്കൈയിൽ കോർത്തോ കൊമ്പിൽ കോർത്തോ അവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ എടുത്തേക്കാം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ജീവൻ വരെ എടുത്തേക്കാം. എന്നാൽ ധർമ്മരാജന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ധൈര്യശാലിയാണ്. അദ്ദേഹം വളർന്നത് വനത്തോട് ഏറ്റവും കൂടുതൽ ഇടപഴകിയാണ്. പലപ്പോഴും അദ്ദേഹം കടുവകളുടെയും പുലികളുടെയും കാൽപ്പാടുകൾ പോലും കണ്ടിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം പതറിയിട്ടില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ആനയല്ലേ, വരുമ്പോൾ വരട്ടെ എന്ന മട്ടിലായിരുന്നു അദ്ദേഹം അവിടെ പെരുമാറിയത്. ഗോപാലിന് ഉറപ്പായിരുന്നു ആ ട്രാക്ക് നീണ്ടുപോകുന്നത് തങ്ങൾ ഇപ്പോൾ കടന്നു പോകുവാൻ പോകുന്ന ആ മുളങ്കാടുകളുള്ള സ്ഥലത്തേക്കാണ് എന്ന്. അദ്ദേഹത്തിന്റെ നിഗമനവും ശരി തന്നെയായിരുന്നു. ആ ട്രാക്ക് നീണ്ടുപോയിരുന്നത് ആ കാടിനുള്ളിലേക്ക് തന്നെയാണ്. മുളകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു വലിയ വനം. ഇനിയിപ്പോൾ ആ കൊമ്പൻ അതിനുള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ അവനെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. മുളകൾ കൂടി നിൽക്കുന്ന സ്ഥലം, അതിനുള്ളിൽ പ്രവേശിക്കുന്നതിനൊന്നിനെയും തന്നെയും വളരെ വ്യക്തമായി തന്നെ കാണുവാൻ പോലും സാധിക്കുകയില്ല. അത്രയും തിങ്ങി വിങ്ങിയാണ് മുളകൾ അവിടെ കാട് പോലെ നിൽക്കുന്നത്. അല്പം ഭയം ഗോപാലൻ ഉണ്ടായിരുന്നു എങ്കിലും ധർമ്മരാജന് ഒട്ടും ഭയം ഉണ്ടായിരുന്നില്ല. അയാൾ വന്ന കാര്യം വളരെ ഭംഗിയായി തന്നെ ചെയ്തു. അയാൾ മുളങ്കൂട്ടത്തിലേക്ക് കയറുകയും അതിൽ ഏറ്റവും വലിയ മുളകൾ നോക്കി വെട്ടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ വെട്ടിയെടുക്കുന്ന മുളകൾ അവർ ഇരുവരും ഒരുമിച്ച് വലിച്ച് ഒരു പാറയുടെ മുകളിലേക്കിട്ട് വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഗോപാലായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ആ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയവും വേവലാതിയും ഉണ്ടായിരുന്നു. മുളകൾ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ പോയിരുന്നത് ചുറ്റുപാടുമായിരുന്നു. പരിസരം അദ്ദേഹം നല്ലപോലെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെയും തന്റെ സുഹൃത്തിന്റെയും സഞ്ചി ആ പാറയുടെ മുകളിൽ ഭദ്രമായി തന്നെ ഇരിക്കുന്നുമുണ്ടായിരുന്നു. അവരുടെ മൂർച്ചയേറിയ വാക്കത്തി ഉപയോഗിച്ച് മുളകൾ അവർ വെട്ടി വൃത്തിയാക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ വെട്ടി വൃത്തിയാക്കിയ മുളകൾ ആ പാറയുടെ സമീപമാണ് അവർ അടുക്കി വെച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തകളും സംശയങ്ങളും എല്ലാം ശരിയായിരുന്നു. അവർ വരുന്നതിന് മുന്നേ തന്നെ അവരെ പ്രതീക്ഷിച്ച് ഒരു വലിയ വിപത്ത് തന്നെ ആ വലിയ മുളങ്കാടിനുള്ളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആനയുടെ ചീറ്റലും മുരളിലുമെല്ലാം ആ മുളങ്കാടിന് പുറത്തേക്ക് വന്നു. ധർമ്മരാജ് ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം അയാൾ തന്റെ പണിയിലേക്ക് വീണ്ടും മുഴുകി. എന്നാൽ ഗോപാലന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അയാൾ ഭയം കൊണ്ട് നിന്ന് വിറയ്ക്കുവാൻ തുടങ്ങിയിരുന്നു. കൊടുന്നിനെ കാലും കൈയും മരവിച്ച പോലെ അവൻ അവിടെ നിന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി, മുഖം ഒന്ന് ചുവന്നു തുടുത്തു. എന്തിനെയോ കണ്ട് ഭയന്നുവെന്ന് അവന്റെ മുഖത്തു നിന്നും ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ വായിച്ചെടുക്കുവാൻ സാധിക്കും. അത് മറ്റൊന്നുമായിരുന്നില്ല, അവൻ കണ്ടത് മരണം തന്നെയായിരുന്നു. അവന്റെ ശബ്ദമൊന്ന് പുറത്തേക്ക് വന്നില്ല. അവന് ഉച്ചത്തിലൊന്ന് അലറണമെന്നുണ്ടായിരുന്നു, എന്നാൽ ആദ്യം കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവിടെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. മുളങ്കാടുകൾ കുത്തി നീക്കിക്കൊണ്ട് സാമാന്യം വലിപ്പമുള്ള ഒരു കൊമ്പൻ മുളങ്കാടിന് പുറത്തേക്ക് വന്നിരുന്നു. പിന്നെ പറഞ്ഞ സമയം കൊണ്ട് തന്നെ അവന്റെ സുഹൃത്തിനെ ആനയുടെ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്ത് ആ മുളങ്കാടുകളിലേക്ക് അടിച്ചു. അതിനുശേഷം നിലത്തേക്കും. അയാൾക്കൊന്ന് നിലവിളിക്കുവാനോ എതിർത്ത് നിൽക്കുവാനോ ഉള്ള സമയം ആ കാട്ടാന കൊടുത്തില്ല. അപ്പോഴേക്കും അവന്റെ ജീവൻ അവൻ അപഹരിച്ചെടുത്തിരുന്നു. നിലത്തിട്ട ശേഷം അവന്റെ ശരീരത്തിലേക്ക് അവന്റെ നീണ്ട കൊമ്പ് കുത്തിക്കയറ്റുന്നതും അവൻ കണ്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാറയുടെ അരികിൽ അവൻ അങ്ങനെ പതറി നിന്നു. ആനയുടെ ശ്രദ്ധ മൊത്തവും ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവന്റെ സുഹൃത്തിന് നേരെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ ഗോപാലൻ അറിയാമായിരുന്നു. പിന്നെ ഒട്ടും അദ്ദേഹം ചിന്തിച്ചില്ല. അവന്റെ ശ്രദ്ധ മാറി തന്റെ അരികിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോ മന്ത്രിച്ചു. പിന്നെ അയാൾ ഒട്ടും വൈകിയില്ല. ആ ക്രൂരവും രക്തം മരവിക്കുന്നതുമായ കാഴ്ചയിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടി അയാൾ പുറകുതിരിഞ്ഞ് തന്റെ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. വെട്ടിയിട്ട മുളകളും ആയുധവും അവിടെ ഉപേക്ഷിച്ചായിരുന്നു അയാളുടെ ഓട്ടം. ആനയുടെ ശ്രദ്ധ തന്നിലേക്ക് വന്നില്ല, തന്റെ സുഹൃത്തിലേക്ക് മാത്രമായിരുന്നു. അവന്റെ ശരീരം ആ കാട്ടാന ചവിട്ടി മെതിച്ചു. കൊമ്പുകൾ കൊണ്ട് കുത്തിക്കീറി, തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി വലിച്ചു കീറി മുളങ്കാടുകൾക്ക് മുകളിലേക്ക് എറിഞ്ഞു. ശരീരം ചവിട്ടി അരയ്ക്കുമ്പോഴും വലിച്ചു കീറുമ്പോഴും ഉണ്ടാകുന്ന ശബ്ദം അവൻ വളരെ വ്യക്തമായി തന്നെ കേട്ടിരുന്നു എന്നും പറഞ്ഞു. സാമാന്യം വലിപ്പമുള്ള
ഒത്ത ലക്ഷണമൊത്ത കൊമ്പൻ. അവന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിരിക്കുന്നു. അവന്റെ മറ്റേ കൊമ്പ് വെളുത്ത് നീണ്ട് വളഞ്ഞ കൂർത്ത കൊമ്പാണ്. ഏതോ പോരാട്ടത്തിൽ ഒടിഞ്ഞു പോയതായിരിക്കണം അവന്റെ മറ്റേ കൊമ്പ്. സാമാന്യം പരിക്കുകളും അവന്റെ ശരീരത്തിൽ അയാൾക്ക് കാണുവാൻ സാധിച്ചു എന്നും പറഞ്ഞു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഛത്ര-വനത്തിലെ 1.5 കൊമ്പൻ ആനയുടെ കഥയാണ്. അവനെ കൊന്ന ജാവീദ് അലി എന്ന വേട്ടക്കാരന്റെ കഥ കൂടിയാണ്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥ നടക്കുന്നത് ഛത്ര റേഞ്ച് ഫോറസ്റ്റിനും അതിനരികിലുള്ള ഗ്രാമങ്ങളിലുമായിട്ടാണ്. അതിനാൽ തന്നെ നമുക്ക് ഛത്ര റേഞ്ച് ഫോറസ്റ്റിനെ കുറിച്ച് ഒന്ന് അടുത്തറിഞ്ഞതിന് ശേഷം കഥയിലേക്ക് പോകാം. 642 സ്ക്വയർ മൈൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഛത്ര റേഞ്ച് ഫോറസ്റ്റ്. അതും മാത്രമല്ല, പാലമൗ ടൈഗർ റിസർവിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഛത്ര റേഞ്ച് ഫോറസ്റ്റ്. ഇന്ന് ഈ വനം നിൽക്കുന്നത് ജാർഖണ്ഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിലാണ്. കടുവകൾ, പുലികൾ, ആനകൾ, കാട്ടുപോത്തുകൾ, കേഴമാനുകൾ, സ്ലോത്ത് ബിയറുകൾ, പുള്ളിമാനുകൾ എന്നിവയെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിനു പുറമെ ധാരാളം സ്പീഷീസിലുള്ള പക്ഷികളും ഉണ്ട് ഈ വനത്തിൽ. ഉരകജീവികൾ വേറെയും. ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ വേഴാമ്പലും ലെങ്കൂർ കുരങ്ങന്മാരും കാട്ടുപന്നികളും മയിലുകളുമെല്ലാം ഈ വനത്തിന് കൂടുതൽ ഭംഗിയേകുന്നു. ഈ വനത്തിൽ പൊതുവെ കാണുന്നത് താഴ്വരകളും കുന്നുകളും പാറകൾ നിറഞ്ഞ പ്രദേശവും പീഠഭൂമികളും കുത്തനെയുള്ള ചരിവുകളും കുത്തനെയുള്ള കയറ്റങ്ങളും പാറക്കെട്ടുകളും പാറക്കൂട്ടങ്ങളും മരങ്ങൾ തിങ്ങി നിൽക്കുന്നതും വള്ളിപ്പടർപ്പുകളും നീർച്ചാലുകളും അരുവികളും ചെറിയ ചെറിയ തടാകങ്ങളും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഉഷ്ണമേഖലാ വനമാണിത്. നല്ല ചൂടുള്ള വേനൽക്കാലവും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ശൈത്യകാലവും പെരുമഴ പെയ്തിറങ്ങുന്ന മൺസൂൺ കാലാവസ്ഥയും ഇവിടെയുണ്ട്. മലമ്പാമ്പുകളുടെയും മറ്റ് വിഷപ്പാമ്പുകളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനം. ഗിഡ്ഡി, മദ്വാരി, ബക്ഷി എന്നീ വില്ലേജുകളാണ് ഈ വനത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ഈ വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗ്രാമത്തിലെ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലുമെല്ലാമാണ്. കൃഷി എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി അവർ കൃഷി ചെയ്യുന്ന വിളകൾ അരി, ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരു, പിന്നെ മറ്റ് പച്ചക്കറികളും എന്നിവയൊക്കെയാണ് അവരവിടെ കൃഷി ചെയ്യുന്നത്. വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ മിക്കവാറും വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. വനമിറങ്ങി വരുന്ന കാട്ടാനകൾ, കടുവകൾ, പുലികൾ, പിന്നെ ലെങ്കൂർ കുരങ്ങന്മാരും എന്നിവയും ഈ ഗ്രാമത്തിലെ ആളുകളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും കാട്ടാനകൾ ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് മൂലവും കുടിവെള്ളത്തിന്റെ കുറവ് മൂലവുമാണ്. എന്നാൽ കടുവകളും പുലികളും ഈ ഗ്രാമത്തെ ആക്രമിക്കുന്നത് അവയുടെ വിഷപ്പടക്കുവാനും. പിന്നെയുള്ളത് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കുരങ്ങന്മാരും മാനുകളും മറ്റു വന്യജീവികളുമാണ്. ഇവയെല്ലാം വളരെ പ്രയാസപ്പെട്ട് അവിടെ നിന്ന് തുരത്തി തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ സംരക്ഷിച്ചു നിർത്തി കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനവും കൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത്. സ്വപ്നം കാണാൻ അറിയാത്ത ഒരു കൂട്ടം ജനത, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നടുവിൽ ജീവിക്കുന്ന ആളുകൾ, വനത്തെയും കൃഷിയെയും മാത്രം ആശ്രയിച്ച് ദിവസങ്ങൾ മുന്നിലേക്ക് തള്ളി നീക്കുന്നവർ. ഇത്രയും കഷ്ടപ്പാടുകൾ അറിഞ്ഞു ജീവിക്കുന്ന ജനതയുടെ സർവ്വ സന്തോഷങ്ങളെയും അസ്തമിപ്പിച്ചുകൊണ്ടാണ് വനമിറങ്ങി വന്ന ആ 1.5 കൊമ്പൻ മരണത്തിന്റെ വിത്ത് വിതറിയത്. മഴക്കാലം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഗ്രാമത്തിലെ കുടിലുകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാനും അതുപോലെ വനത്തിലേക്ക് വൻ നിധിവേട്ട എന്താണെന്ന് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്. തേൻ ശേഖരണത്തിന് വേണ്ടിയും ആളുകൾ വനത്തിലേക്ക് പോകാറുണ്ട്. അതിന്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി വനത്തിലേക്ക് വലിയ മുളങ്കമ്പുകൾ ശേഖരിക്കുവാൻ പോയ 2 സുഹൃത്തുക്കൾക്ക് നേരെയായിരുന്നു ആദ്യം ആ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 1.5 കൊമ്പൻ എന്ന് വിളിക്കുന്ന മരണത്തിന്റെ ദൂതന്റെ ആക്രമണം ഉണ്ടായത്. 2 പേരിൽ ഒരാളുടെ ജീവൻ അവൻ എടുത്തു കഴിഞ്ഞിരുന്നു. മറ്റേയാൾ ഭയന്ന് വിറച്ച് നിലവിളിച്ചുകൊണ്ട് ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഭയം അയാളെ വല്ലാതെ പിടികൂടിയിരുന്നു. ഓടി വരുന്ന വഴിയിൽ പല വഴിയും തെറ്റി ഉൾക്കാടുകളിലേക്ക് പോകുകയും അവിടെ നിന്ന് തിരിഞ്ഞു മടങ്ങുകയും പിന്നെയും വഴി കണ്ടെത്തി എങ്ങനെയൊക്കെയോ ഓടിത്തിരിഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. അയാൾ ആകെ വേർത്ത് കുളിച്ച് തളർന്ന് നന്നേ ക്ഷീണിതനായി ഗ്രാമത്തിന്റെ കവാടത്തിൽ വന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു. പിന്നെ ആരൊക്കെയോ ഗ്രാമീണർ ചേർന്നുകൊണ്ടാണ് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗ്രാമത്തിലെ വലിയൊരു ആൽമരത്തിന്റെ ചുവട്ടിലെ ഒരു തറയിൽ കൊണ്ട് കടത്തിയത്. അദ്ദേഹം ഓടി വരുന്നതിനിടയിൽ ഏതോ ഒരു മരത്തിൽ അദ്ദേഹത്തിന്റെ തല വന്നടിച്ചിരുന്നു. ഈ വനം, അതായത് ഛത്ര ഫോറസ്റ്റ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സാൽ മരങ്ങളാണ്. അങ്ങനെയുള്ള ഏതോ വലിയ സാൽമരത്തിൽ വന്നിടിച്ചാണ് അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടിയത്. ചോര ഒഴുകി മുഖത്തു നിന്നും താഴേക്ക് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിലേക്കും പുരണ്ടു കഴിഞ്ഞിരുന്നു. എന്താണ് അതിനാൽ സംഭവിച്ചതെന്ന് അവിടുത്തെ ഗ്രാമീണർക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. പലരും പല കഥകൾ പറഞ്ഞു. വനത്തിലേക്ക് പോയ ഈ സുഹൃത്തുക്കൾ തമ്മിൽ തല്ലുകയും ഒരാളെ തല്ലിക്കൊല്ലുകയും ചെയ്തുവെന്ന് അതിലൊരുത്തം പറഞ്ഞു. എന്നാൽ ഗോപാലാകട്ടെ ഒരക്ഷരം പോലും ഉരവിടാൻ കഴിയാത്ത വിധത്തിൽ നന്നേ ക്ഷീണിതനായിരുന്നു. അദ്ദേഹത്തിന്റെ നിർത്താതെയുള്ള ഓട്ടം അദ്ദേഹത്തിന്റെ ശരീരത്തെ വല്ലാതെ തളർത്തിയിരുന്നു. എന്തായാലും ഏകദേശം 1/2 മണിക്കൂറുകൾക്ക് ശേഷം അയാൾ
വാ തുറന്നു. അയാൾ പറഞ്ഞു, അവൻ പോയി. എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചാണ് അവനെ വളരെ ക്രൂരമായി കൊന്നത്. അവന്റെ രക്തം ചീറ്റിത്തെറിക്കുന്നത് ഞാൻ കണ്ടതാണ്. അവൻ ഇനിയും ഒരിക്കലും ഗ്രാമത്തിലേക്ക് വരില്ല. ഇത് കേട്ടതും ധർമ്മരാജുവിന്റെ കുടുംബം പൊട്ടിക്കരഞ്ഞു. അവന്റെ ഭാര്യ നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി. അവന് 2 മക്കളാണുള്ളത്, അതും ചെറിയ കുട്ടികൾ. ഒരാൾക്ക് ഏകദേശം 5 വയസ്സും ഒരാൾ ഒക്കത്തുമിരിക്കുന്നു. അവരും കരയുകയാണ് തന്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന്. എന്താണ് സംഭവമെന്ന് പോലും അറിയാതെ ഗ്രാമം ആകെ വിഷമത്തിലേക്കായിരുന്നു. അവിടുത്തെ ഗ്രാമീണർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എന്താണ് സംഭവമെന്ന്. അവൻ അവരോട് വിശദമായി പറഞ്ഞ സംഭവമാണ് ഞാൻ കഥയുടെ തുടക്കത്തിൽ നിങ്ങളുമായി പറഞ്ഞത്. അതിനാൽ ഞാൻ ഇവിടെ അത് പറയുന്നില്ല. അതിന്റെ ബാക്കി ഭാഗം തൊട്ടാണ് നമ്മൾ ഇനിയും പറയുവാൻ പോകുന്നത്. അതായത് ഗ്രാമത്തിലേക്ക് ഓടി വന്ന് ഈ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം അവിടുത്തെ ഗ്രാമീണർ ചെയ്ത കാര്യം തൊട്ട്. സമയം ഒരുപാട് വൈകിയത് കൊണ്ടും സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുള്ളത് കൊണ്ടും അവിടെ എത്തുവാൻ രാത്രി ഏറെ വൈകുമെന്ന് അറിയാവുന്നത് കൊണ്ടുമായിരിക്കാം ഗ്രാമീണർ ആ സമയം അവിടേക്ക് പോകുവാൻ തയ്യാറാകാനത്. പിന്നെ ഈ രാത്രിയിൽ തങ്ങളുടെ ജീവൻ പണയം വെച്ച് അവിടേക്ക് പോയിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം അവിടെ ആനക്കിരയായവന്റെ ജീവൻ പൂർണ്ണമായി തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ശരീരം ഛിന്ന ഭിന്നമാക്കി കഴിഞ്ഞിരുന്നു. ഇനിയും അത് കിട്ടിയിട്ട് ഒരിക്കലും ജീവൻ കൊടുക്കുവാൻ സാധിക്കില്ല. ജീവൻ ആ ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ഇനിയും ബാക്കിയുള്ളവരുടെയെങ്കിലും ജീവൻ സംരക്ഷിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്തം വഹിക്കുന്ന ഗ്രാമത്തിന്റെ തലവന്റെ ഉത്തരവ് പ്രകാരമായിരിക്കാം അവർ അന്നത്തെ ദിവസം വനത്തിനുള്ളിലേക്ക് പോവാനത്. പിന്നെ പിറ്റേന്ന് കാലത്ത് തന്നെ ഗ്രാമത്തിൽ ഗ്രാമമുഖ്യന്റെ സാന്നിധ്യത്തിലും മറ്റാളുകളുടെ സാന്നിധ്യത്തിലും വെച്ച് ഒരു ചെറിയ സംഘടന ഉണ്ടാക്കുകയും, സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം തിരക്കി പോകുവാനും അവിടെ നിന്ന് വീണ്ടെടുക്കുവാനും വേണ്ടിയുള്ള ഒരു ചെറിയ സഖ്യം അവിടെ രൂപീകരിച്ചു. അതിനുശേഷം അവർ വനത്തിലേക്ക് പോകുകയും ഈ സുഹൃത്തിന്റെ സഹായത്തോടെ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അവിടെ ഒരു തിരച്ചിൽ നടത്തി തന്റെ സുഹൃത്തിന്റെ ശരീരം അവിടെ നിന്ന് കണ്ടെത്തുകയുമായിരുന്നു ചെയ്തത്. അതിഭയാനകവും ക്രൂരവും കണ്ടു നിൽക്കുവാനോ വർണ്ണിക്കുവാനോ കഴിയുന്നതിന് അപ്പുറമായ കാഴ്ചയും ക്രൂരതയുമായിരുന്നു അവിടേക്ക് എത്തിയവർക്ക് കാണുവാൻ സാധിച്ചത്. ധർമ്മരാജന്റെ ശരീരം മണ്ണിലേക്ക് ചവിട്ടി അരയ്ക്കപ്പെട്ടിരുന്നു. അവിടെ മുഴുവൻ രക്തം ചിതറിക്കിടക്കുന്നു. അവന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ പറഞ്ഞു ചിതറിക്കിടക്കുന്നു. കാലുകൾ ഒരു വശത്ത്, കൈ ഒരു വശത്ത്, തല മറ്റൊരു ഭാഗത്ത്, നെഞ്ചും കൂടും വാരിയലുകളും ചവിട്ടി അരച്ച് മണ്ണിൽ. അയാളുടെ മറ്റ് ശരീര അവശിഷ്ടം അവിടെ നിന്നിരുന്ന മുളകൾക്ക് മുകളിലും അങ്ങനെ പലയിടത്തായി കിടക്കുന്നു. അവിടെ മുഴുവൻ രക്തവും ചീറ്റി തെറിച്ചതായി അവർക്ക് കാണുവാൻ സാധിച്ചു. രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധവും ദുർഗന്ധവും മനമടിപ്പിക്കുന്ന കാഴ്ചയും അവിടേക്കെത്തിയ ഗ്രാമീണർക്കുള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ വിതറുകയായിരുന്നു. എങ്കിലും ചിന്നിച്ചിതറിക്കിടന്ന ഗ്രാമീണന്റെ ശരീരം അവരൊരു നെയ്ത്തു പായിലേക്ക് വാരിക്കൂട്ടി ഗ്രാമത്തിലേക്ക് പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോയി. കാണുവാൻ മാത്രം ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അയാളുടെ ഭാര്യയെയും മക്കളെയും പോലും ആ ശരീരം കാണിക്കാതെ മറവ് ചെയ്തത്. ഈ ഒരു സംഭവമാണ് ആനയുടേതെന്ന് പറയുവാൻ ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ആദ്യം നടന്നത്. എന്തായാലും ഈ ആക്രമണ പരമ്പര അരങ്ങേറിയിരിക്കുന്നത് ഛത്ര റേഞ്ചിന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരെ ഈ വിവരം ധരിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നുവെന്നും ഒരു വട്ടുപിടിച്ച പ്രാന്തനാനയാണ് ഇതിന് പിന്നിലുമെന്നുള്ള കാര്യവും അവർ പറഞ്ഞു. അവന്റെ അടയാളവും അവർ കൊടുത്തിരുന്നു. 1.5 കൊമ്പൻ ആനയാണ്. സാമാന്യം വലിപ്പമുള്ള കൊമ്പനാണ്. അതിനെ തുടർന്ന് ഒരു സംഘം വനപാലകർ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുകയും അവിടെ തിരച്ചിൽ നടത്തുകയും ആ കൊമ്പനെ പിടികൂടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർക്ക് ആ കൊമ്പനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ അവന്റെ കാലടയാളങ്ങൾ ആ സംഭവ സ്ഥലത്ത് നിന്നും അവർ ശേഖരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിരിക്കണം ഒരു വനപാലകനെ ആ ഗ്രാമത്തിലേക്ക് അവർ അയച്ചത്. നിശാന്ത് കുമാർ എന്നായിരുന്നു അയാളുടെ പേര്. എന്തായാലും അയാൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഛത്ര വനത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന ജിഡി എന്ന ഗ്രാമത്തിലേക്ക് എത്തുകയും ഏകദേശം ഒരാഴ്ചക്കാലം അവിടെ തങ്ങുകയും അവിടുത്തെ സാഹചര്യങ്ങളും മറ്റും വിലയിരുത്തുകയും അയാളുടെ ഉയർന്ന ഉദ്യോഗസ്ഥന് ആ വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. ഈ പ്രവൃത്തി ഏകദേശം 1 മാസക്കാലം അവിടെ വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മേൽ ഉദ്യോഗസ്ഥർ അയാളോട് പറഞ്ഞിരുന്നത്. അതിൻ പ്രകാരം ഏകദേശം 1 മാസക്കാലം അവിടെ താമസിച്ച് കാര്യവിവരങ്ങൾ പൂർണ്ണമായും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായി അയാൾ അവിടെ ഗ്രാമീണർക്കൊപ്പം കഴിഞ്ഞു. പകൽ സമയങ്ങളിൽ ഗ്രാമത്തിന് ചുറ്റുമുള്ള വനങ്ങളിലേക്ക് പോകുകയും ആനയുടെ കാൽപ്പാടുകളും ട്രാക്കുകളും മറ്റും നിരീക്ഷിക്കുകയും ഗ്രാമീണർ പറഞ്ഞ 1.5 കൊമ്പന്റെ ഭാഗത്തു നിന്നും മറ്റാക്രമണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയായിരുന്നു അയാൾ അവിടെ നിന്നത്. അങ്ങനെ ഏകദേശം 2 ആഴ്ചകൾക്കപ്പുറം
റിപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായി എല്ലാ ദിവസവും പോകുന്നത് പോലെ തന്നെ അന്ന് രാവിലെയും അയാളും അയാളുടെ കൂടെ ഒരു സഹായത്തിന് അവിടുത്തെ ഒരു ഗ്രാമീണനും ഉണ്ടായിരുന്നു. വനത്തെപ്പറ്റി നല്ല പോലെ അറിയാവുന്ന ഒരു ട്രാക്കർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾക്കൊപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വനത്തിനുള്ളിലേക്ക് പോയി. എന്നും പോകുന്നത് പോലെ തന്നെ ട്രാക്കുകൾ പരിശോധിക്കുവാനും റിപ്പോർട്ട് തയ്യാറാക്കുവാനും വേണ്ടി. എന്നാൽ ഈ പോക്ക് അദ്ദേഹത്തിന്റെ അവസാനത്തെ പോക്കാണെന്ന് അയാൾ അറിഞ്ഞില്ല. പതിവിലും വിപരീതമായി അവർ ഗ്രാമത്തിനരികിൽ നിന്നും ഒരു ട്രാക്ക് കണ്ടെത്തുകയും ആനയുടെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്കും പോയിരുന്നു. ആദ്യമൊക്കെ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് അവർ വനത്തിനുള്ളിലേക്ക് പോയപ്പോൾ കരുതിയിരുന്നത് ഇത് മറ്റേതെങ്കിലും ഒരു ആനയുടെ കാൽപ്പാട് ആണ് എന്ന് തന്നെയായിരുന്നു. എന്നാൽ പോകെ പോകെ വനത്തിനുള്ളിലേക്ക് നടന്നു നീങ്ങിയിരുന്ന വനപാലകന്റെ മനസ്സിലേക്കും അദ്ദേഹത്തിന്റെ ഒപ്പം ട്രാക്ക് പിന്തുടർന്നു കൊണ്ടുപോയ ഗ്രാമീണന്റെ മനസ്സിലേക്കും ഭയം കയറി വന്നു. കാരണം അവിടുത്തെ വനത്തിന്റെ ഒരു ഘടന അങ്ങനെയാണ്. ഉള്ളിലേക്ക് പോകുന്തോറും മരങ്ങളുടെ എണ്ണം കൂടി വരികയും വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും എല്ലാം നിറഞ്ഞ് മുന്നിലുള്ള കാഴ്ചകൾ പോലും മറയ്ക്കുന്ന രീതിയിലാണ് ആ കാടിന്റെ ഘടന പോകുന്നത്. പിന്നെ ഇടയ്ക്ക് വലിയ കയറ്റവും ഇറക്കവും. അവർക്ക് മുന്നിൽ ഏകദേശം 50 അടി അകലത്തിൽ അല്ലെങ്കിൽ 20 അടി അകലത്തിൽ പോലും ആന നിന്നാൽ പോലും അവർക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കാഴ്ച വിരുന്നാണ് ആ വനം അവർക്ക് പിന്നീട് സമ്മാനിച്ചു കൊണ്ടിരുന്നത്. ഇതെല്ലാം ആയിരിക്കാം അവരുടെ മനസ്സിലേക്ക് ഭയം നിറച്ചത്. എന്തായാലും അവർ കണ്ടെത്തിയ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് 2 മണിക്കൂറോളം അവർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു. ചെറിയ കയറ്റവും കുത്തനെയുള്ള ഇറക്കവും എല്ലാം ഇറങ്ങി താഴ്വരകളുടെയും എല്ലാം സഞ്ചരിച്ച് അവരിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് കാട് വന്ന് മൂടിയ ഭാഗത്താണ്. തൊട്ടു മുന്നിൽ എന്താണ് നിൽക്കുന്നതെന്ന് പോലും അറിയുവാൻ കഴിയാത്ത ഒരു സ്ഥലത്ത്. ഇതിനിടയിൽ അവർക്ക് 2 കടുവകളുടെ കാലടയാളങ്ങൾ കാണുവാൻ സാധിച്ചു. അതും പുതുതായി വീണവ. ഇതുവരെയും ഈ മേഖലയിൽ ഒരു നരഭോജിയായ കടുവയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ അവഗണിച്ചുകൊണ്ട് ആനയുടെ ട്രാക്ക് മാത്രം പിന്തുടർന്നുകൊണ്ട് അവർ മുന്നിലേക്ക് നടന്നു. ഏറെ ദൂരം അവർക്ക് മുന്നിലേക്ക് നടക്കേണ്ടതായി വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു കാടിന്റെ മറ നീക്കി അവൻ അവർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. നനയ്ക്കാത്ത നേരത്ത് അവൻ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടായിരിക്കണം ആ ഫോറസ്റ്റ് ഗാർഡ് ഒന്ന് ഭയന്ന് പുറകോട്ട് ആഞ്ഞു വീണത്. തനിക്ക് മുന്നിൽ അത്രയും ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ടതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ കൂടെ അവിടേക്ക് വന്ന ഗ്രാമീണൻ ഭയന്നുകൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടത്. ഓടുന്ന വഴിയിൽ അയാൾ വളരെ വ്യക്തമായി തന്നെ ആനയുടെ ചിഹ്നം വിളിയും ഫോറസ്റ്റ് ഗാർഡിന്റെ നിലവിളിയും കേട്ടു. പിന്നീട് ആനയുടെ 1-2 ചിഹ്നം വിളി മാത്രമാണ് അയാൾ കേട്ടത്. ഫോറസ്റ്റ് ഗാർഡിന്റെ നിലവിളികളൊന്നും അയാൾ കേട്ടില്ല. അതിനർത്ഥം ഇത് മാത്രമാണ്, ആന അയാളെ ചവിട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു. വഴി അറിയാതെയുള്ള ഈ ഓട്ടം എവിടെയാണ് അയാളെ കൊണ്ടെത്തിക്കുക എന്ന് ഈ ഗ്രാമീണന് അറിയില്ല. എന്നാൽ എങ്ങനെയൊക്കെയോ ഓടിയും തളർന്നും ഇരുന്നും കിടന്നുമെല്ലാം പിറ്റേ ദിവസം ആയപ്പോഴേക്കുമാണ് അയാൾ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. ഭയം കാരണവും പേടി കാരണവും മണിക്കൂറുകളോളം അയാൾ വനത്തിനുള്ളിലെ വലിയൊരു സാൽമരത്തിന് മുകളിൽ കയറിയിരുന്നെന്നും പറഞ്ഞു. പിന്നെ അയാളുടെ ഭയം വിട്ടുമാറിയതിനു ശേഷമാണത്രേ അയാൾ ആ വലിയ മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയതും പിന്നീട് നടത്തം തുടങ്ങിയതും. ലക്ഷ്യബോധമില്ലാത്ത നടത്തം അയാളെ എവിടെയൊക്കെയോ കൊണ്ടെത്തിച്ചിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അയാൾ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. എന്തായാലും ഈ വിവരം വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ചെവിയിലേക്ക് എത്തുകയും കാര്യത്തിന്റെ കാര്യഗൗരവം അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അവർക്ക് ഏകദേശം 1 മാസക്കാലം വേണ്ടി വന്നു ആ കാട്ടാനയെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവ് നേടിയെടുക്കുവാൻ വേണ്ടി. അന്നത്തെ അവിടുത്തെ ചുമതല ഉണ്ടായിരുന്ന ജില്ലാ അഡ്മിനിസ്ട്രേറ്ററുടെ അരികിലേക്ക് പോകുകയും സംഭവങ്ങൾ വളരെ വിശദമായി ബോധിപ്പിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തതിന്റെ ഭാഗമായി ആ വനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന 1.5 കൊമ്പൻ എന്ന കൊലയാനയെ കൊല്ലുവാനുള്ള ഉത്തരവ് അവർ നേടിയെടുത്തു. അവനെ കൊല്ലുന്നവർക്ക് നല്ലൊരു തുകയും ഇനാമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനിടയിൽ അവിടെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരുന്നു. വനത്തിനുള്ളിലെ അരുവിയിലേക്ക് ഗ്രാമത്തിൽ നിന്നും 6 പേരടങ്ങുന്ന ഒരു സംഘം കുളിക്കുവാൻ വേണ്ടി പോയിരുന്നു. വനത്തിനുള്ളിലെ പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നു വരുന്ന അരുവി ഒഴുകിപ്പോകുന്നത് വനത്തിനുള്ളിലൂടെ തന്നെയാണ്. ആ ചെറിയ അരുവിയുടെ ഇരുവശങ്ങളും പാറ ഇടുക്കുകളാണ്. അങ്ങനെ ഒഴുകി താഴേക്ക് വരുന്ന അരുവി കടന്നു പോകുന്നത് പാറക്കല്ലുകൾക്കിടയിലൂടെ ഒരു വലിയ കുഴി തീർത്തുകൊണ്ടാണ്. വർഷങ്ങളായി ഈ കാട്ടുചോല അതുവഴി ഒഴുകുന്നത് കൊണ്ടായിരിക്കണം അവിടെ ഒരു വഴി തീർത്തത്, ഒരു വലിയ ഒരു കുഴി തീർത്ത് ഒഴുകിപ്പോകുന്നത്. മൺസൂൺ കാലമാകുമ്പോഴേക്കും മഴയുടെ അളവ് കൂടുകയും ഇതുവഴി പ്രവഹിക്കുന്ന വെള്ളത്തിന്റെ അളവും ഒഴുക്കും കൂടുകയും ചെയ്യും. അങ്ങനെ ഒരു പക്ഷേ ഇവിടെ ഒരു കുഴി പോലെ രൂപം കൊണ്ടതായിരിക്കാം. അങ്ങനെയുള്ള താഴ്ചയിലേക്ക് ഇറങ്ങി വേണം അവർക്ക് കുളിക്കുവാനും അവിടെ ഇരുന്ന് കളിക്കുവാനും എല്ലാം ചെയ്യുവാൻ. അങ്ങനെ അവർ ആ കുഴിയിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് കുളിക്കുകയും ഒഴുകി വരുന്ന വെള്ളത്തിൽ കളിക്കുകയും എല്ലാം ചെയ്തു. ആ വെള്ളം ഒഴുകി പാറയിൽ തട്ടി തഴുകി തലോടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ തുള്ളിച്ചിലമ്പുന്ന ശബ്ദവും അവിടെ ഉയർന്നു കേൾക്കുവാൻ സാധിക്കും. അതിനിടയിൽ അവരുടെ ബഹളവും ചിരിയും അട്ടഹാസ്യവും എല്ലാം
ആ വനത്തിൽ മുഴുങ്ങിക്കേൾക്കുകയും ചെയ്തു. അങ്ങനെ അതുവഴി കടന്നു പോകുന്ന ഈ അരുവിയുടെ ഇരുഭാഗവും ബന്ധിപ്പിച്ചുകൊണ്ട് അരുവിയുടെ മുകളിലേക്ക് ഒരു വലിയ സാൽ വൃക്ഷം ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിലൂടെയാണ് അവർ അപ്പുറവും ഇപ്പുറവും വളരെ പ്രയാസം കൂടാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ 6 പേരടങ്ങുന്ന ഈ സംഘത്തിൽ 5 പേരും ആ അരുവിയിലേക്ക് ഇറങ്ങി കുളിച്ചുകൊണ്ടിരുന്ന സമയം ഒരാൾ മാത്രം ആ വലിയ സാൽമരത്തിന്റെ തടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. താഴേക്ക് കാൽ നീട്ടി ആട്ടി ആ മറിഞ്ഞു കിടക്കുന്ന വൃക്ഷത്തിന്റെ താഴേക്ക് ഏകദേശം 7 അടി താഴ്ച കാണും. ആ അരുവിയിലേക്ക് ചെല്ലാൻ വലിയ ശക്തിയായ മഴക്കാലമാകുമ്പോഴേക്കും ഈ തടിയിൽ തൊട്ടില്ല എന്ന മട്ടിൽ വരെ ജലം ഉയരാറുണ്ടെന്നും അവർ പറഞ്ഞു. എന്തായാലും അവനങ്ങനെ ആട്ടി അവർ കുളിക്കുന്നതും കളിക്കുന്നതുമെല്ലാം കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പൊടുന്നനെ അപ്പുറത്തെ കരയിൽ ഒരു കറുത്ത രൂപം അവൻ കണ്ടത്. ആ രൂപത്തെ കണ്ടതും വെപ്രാളവും ഭയവും അവന്റെ മനസ്സിലേക്ക് ഇരമ്പി കയറുകയും അവൻ എന്തൊക്കെയോ അവിടെ ചെയ്തു. ആ വെപ്രാളത്തിൽ അവൻ ആ സാൽമരത്തിന്റെ തടിയിൽ നിന്ന് മുരുണ്ട് താഴേക്ക് വീഴുകയും ചെയ്തു. 6 അടി താഴ്ചയിലേക്കാണ് അവൻ വീണത്. അവന്റെ മുട്ടും കൈയുമെല്ലാം അവിടെ ഉണ്ടായിരുന്ന പാറയിലും കല്ലിലുമെല്ലാം തട്ടി നല്ല മുറിവും ഉണ്ടാക്കി. ശബ്ദം കേട്ട് ബഹളം കേട്ട് അവന്റെ കൂട്ടുകാർ അവിടേക്ക് ഓടിയെത്തി കാര്യം തിരക്കി. അപ്പോഴാണ് അവൻ കാര്യം പറഞ്ഞത്. ആ കാട്ടാന അപ്പുറത്തെ കരയിൽ നിൽക്കുന്നു, നമ്മളെ അവൻ കണ്ടിരിക്കുന്നു, ഇനിയും ഏത് സമയവും അവൻ ഇവിടേക്ക് ഓടിയെത്താം. എന്നാൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ആനയ്ക്ക് ഇവിടേക്ക് ഇറങ്ങി വരാൻ സാധിക്കില്ല എന്ന്. കാരണം നല്ല താഴ്ചയുണ്ട് ഈ പ്രദേശത്തിന്, അതായത് അവർ നിൽക്കുന്ന സ്ഥലത്തിന്. അവർക്കിനിയും മുകളിലേക്ക് കയറി ഓടാം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം ചെയ്തു. ആ ഒഴുകിപ്പോകുന്ന അരുവിയിലൂടെ തന്നെ വളരെ സാഹസികമായി തെളി നിൽക്കുന്ന കല്ലിലും പാറയിലും എല്ലാം ചവിട്ടി താഴേക്ക് ഇറങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. ആനയുടെ ശ്രദ്ധയിൽ നിന്നും അല്ലെങ്കിൽ ആനയുടെ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ അങ്ങനെ തന്നെ തുടരാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ തുടർന്ന് അവർ താഴേക്ക് ഇറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ചിഹ്നം വിളി ഉയർന്നു കേൾക്കുന്നത് അവർ കണ്ടു. അവർ നോക്കുമ്പോൾ ആ സാൽമരത്തിന്റെ തടിയിൽ ചവിട്ടി നിൽക്കുന്ന 1.5 കൊമ്പനെയാണ് അവർ കണ്ടത്. ഭയം അപ്പോൾ എന്തുമാത്രമാണ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമല്ലോ. അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയാണ്, കൊലവിളി വിളിക്കുകയാണ്. അതിനുശേഷം അവൻ ആ ചാഞ്ഞു കിടക്കുന്ന സാലിന്റെ മരത്തിൽ ആഞ്ഞു ചവിട്ടുകയും വലിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവസാനം ആനയുടെ ശക്തിക്ക് ആ വീണ് കിടക്കുന്ന സാൽമരം വഴങ്ങിക്കൊടുത്തു. മറിഞ്ഞു വീണ സാൽമരത്തിന്റെ ഒരു വശം ഒടിഞ്ഞു താന്ന് 6 അടി താഴ്ചയിലേക്ക് ആ വലിയ മരം കൂപ്പുകുത്തി. എങ്കിലും അത് ആ അരുവിയിലേക്ക് വീണിരുന്നില്ല. ഞങ്ങളിൽ ആരെയെങ്കിലും കിട്ടാത്തതിന്റെ കലിയായിരിക്കാം അവൻ ആ സാൽമരത്തിൽ കാട്ടിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവന് പിടികൊടുക്കാതെ ഞങ്ങൾ അരുവിയിലൂടെ മുന്നിലേക്ക് തന്നെ സഞ്ചരിച്ചു. ഏകദേശം 2 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ ആ നദിയിലൂടെ ആ പാറക്കല്ലിലൂടെ സഞ്ചരിച്ചു കാണണം. കുത്തനെയുള്ള ഇറക്കവും വഴികൾ നിറഞ്ഞ കല്ലും ഉന്തി നിൽക്കുന്ന പാറകളും കൂർത്ത കല്ലുകളുമെല്ലാം ഞങ്ങളുടെ സഞ്ചാരപാതയെ ദുർഘടമാക്കി. ഒരു പക്ഷേ ആനയ്ക്ക് ഈ അരുവിയിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഞങ്ങൾ 6 പേരും അവിടെ തന്നെ കൊല്ലപ്പെട്ടേനെ. എന്തായാലും വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. സംഭവിച്ചത് ഞങ്ങൾ ഗ്രാമീണരോട് പറയുകയും ചെയ്തു. ഈ സംഭവവും വനപാലകരെ അവർ അറിയിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് ആനയെ കൊല്ലുവാനുള്ള ഉത്തരവ് അവർ നേടിയെടുത്തത്. അതുമാത്രമായിരുന്നില്ല അവരുടെ ചേതോവികാരം. അവർക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരുവനെയാണ് ആ കാട്ടാന അവന്റെ കലിക്കിരയാക്കിയത്. അയാളുടെ ശരീരം പോലും കണ്ടെത്തുവാൻ ഇതുവരെയും അയാളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കോ കണ്ടെത്താൻ സാധിച്ചില്ല. 1912 ജനുവരി 18 ആനയെ കൊല്ലുവാനുള്ള ഉത്തരവും കൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ആളുകൾ ഛത്ര വനത്തിന്റെ അരികിലുള്ള ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. അവർക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു, ജാവേദ് അലി എന്ന ഞാൻ. ഈ സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നത് മൗസർ M98 എന്ന ബോൾട്ട് ആക്ഷൻ റൈഫിലായിരുന്നു. എന്റെ കൈവശം മാത്രമായിരുന്നില്ല ഈ റൈഫിൽ ഉണ്ടായിരുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന 2-3 പേരുടെ കൈവശവും ഈ റൈഫിൽ ഉണ്ടായിരുന്നു. മറ്റു ചിലർ ഉപയോഗിച്ചിരുന്നത് വിഞ്ചസ്റ്ററിന്റെ പഴയ മോഡൽ റൈഫിലുകളായിരുന്നു. ഒരു കൊലകമ്പനെ എയിം ചെയ്ത് വെടിവെച്ചിടുവാൻ ഇവൻ ധാരാളമാണ്. എന്തായാലും ഞങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തിയതും ഗ്രാമീണരുടെ സഹായത്തോടെ അവിടെ ഒരാഴ്ചക്കാലം ഞങ്ങൾ താമസിച്ചു. വനത്തിലേക്ക് പോകുകയും ആ കാട്ടാനയെ അന്വേഷിക്കുകയും ചെയ്തു. അതിനുവേണ്ടിയുള്ള സഹായങ്ങളെല്ലാം അവിടുത്തെ ഗ്രാമീണർ ഞങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു. ആദ്യത്തെ ഈ ഉദ്യമത്തിൽ പങ്കെടുത്തത് ഏകദേശം 7 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. അത് തന്നെ 2 സംഘമായി വനത്തിന്റെ പല ഭാഗങ്ങളിലായി ആനയെ അന്വേഷിച്ചു പോകുകയും വൈകുന്നേരമാകുമ്പോഴേക്കും ഗ്രാമത്തിൽ തിരിച്ചെത്തുകയും നടന്ന സംഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരാഴ്ച നീണ്ടുനിന്ന ഞങ്ങളുടെ ഉഗ്രമായ തിരച്ചിലിലും ആ കാട്ടാനയെ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഒരു പക്ഷേ അവൻ ഈ വനമേഖല വിട്ട് മറ്റേതെങ്കിലും വനമേഖലയിലേക്ക് കടന്നു കാണണം എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. എന്തായാലും ഞങ്ങളുടെ ഊർജമായ തിരച്ചിൽ
ഏകദേശം ഒരാഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കാലം കഴിഞ്ഞതിന് ശേഷം ആനയുടെ യാതൊരു ട്രാക്കുകളും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടും ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ നിന്നും ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകുകയാണ് ചെയ്തത്. ക്യാമ്പിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ഗ്രാമീണർക്കും അതിന് ചുറ്റുപാടുമുള്ള ഗ്രാമീണർക്കുമുള്ള നിർദ്ദേശങ്ങളും മറ്റും നൽകിയിരുന്നു. ആനയുടെ ട്രാക്കുകളോ അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യമോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് താമസിക്കാതെ തന്നെ ഈ വിവരം ഞങ്ങളെയോ ഞങ്ങളുടെ ക്യാമ്പിലോ അറിയിക്കണമെന്നും ഞങ്ങൾ അവിടുത്തെ ഓരോരുത്തരോടും പറഞ്ഞിരുന്നു. എന്തായാലും ആനയുടെ ഒരു ചെറിയ സാന്നിധ്യം പോലും ഞങ്ങൾക്ക് അവനിലേക്കുള്ള ചൂണ്ടുപലകയാകുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവനെ കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു സൂചനയോ കിട്ടുന്നതും കാത്ത് ഞങ്ങൾ ക്യാമ്പിലിരുന്നു. പിന്നെ ഏകദേശം ആഴ്ചകൾ നീണ്ടു നിന്ന കാത്തിരിപ്പിന് ശേഷമാണ് രണ്ടാമത്തെ ശ്രമം തുടങ്ങിയത്. അത് 1912 ഫെബ്രുവരി 3 ആദ്യത്തെ ഞങ്ങളുടെ ശ്രമം വൻ പരാജയമായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എന്നാൽ ഇത്തവണ രണ്ടാമത്തെ തിരച്ചിലിന് അധിക പേരൊന്നും അവിടേക്ക് പോകുവാൻ തയ്യാറായില്ല. ഞങ്ങൾ 4 പേരാണ് അവിടേക്ക് പോകുവാൻ തയ്യാറായത്. ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നില്ല. ക്യാമ്പിലെ നല്ല പരിശീലനം ലഭിച്ച 2 കുങ്കിയാനകളെയും ഞങ്ങൾക്കൊപ്പം അവിടെ കഴിച്ചിരുന്നു, അവയുടെ പാപ്പാന്മാരെയും. എന്തായാലും കുങ്കിയാനയും ഞങ്ങളും ക്യാമ്പിൽ നിന്നും ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. ഏകദേശം 2 ദിവസം ഞങ്ങൾ അവനെ തിരക്കി ആ വനമാകെ അരിച്ചു പെറുക്കി. എന്നിട്ടും ഞങ്ങൾക്ക് അവനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഒരിക്കൽ കുങ്കിയാനകളുടെ സഹായത്തോടെ അവന് ട്രാക്കുകൾ പിന്തുടർന്ന് അവൻ അടുത്ത് എത്തിയില്ല എന്ന മട്ടിൽ വരെ ഞങ്ങൾ എത്തിയതാണ്. പിന്നെ വനത്തിൽ എവിടെയോ അവൻ മറഞ്ഞുപോയി. ആനയ്ക്ക് അവന്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ സാധിച്ചില്ല. കുങ്കി ആനകൾക്ക് മറ്റ് ആനകളുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമൊന്നുമല്ല. അവയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ആനകളെ ട്രാക്ക് ചെയ്യുവാൻ കഴിയും. അങ്ങനെ അവയുടെ സഹായത്തോടെ ഞങ്ങൾ അവന്റെ അടുത്ത് വരെ എത്തിയെന്ന് ഞങ്ങൾ കരുതിയതാണ്. എന്നാൽ അടുത്തെത്തിയപ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ട്രാക്ക് ചെയ്തു പോകുന്നത് മറ്റേതോ ആനയെയാണെന്ന്. ഞങ്ങളുടെ വരവും അനക്കവുമെല്ലാം ആ കാട്ടാനയെ വളരെ അസ്വസ്ഥമാക്കിയിരിക്കണം. ഞങ്ങൾക്ക് നേരെ അവൻ ആക്രമണം അഴിച്ചുവിട്ടു. അവന്റെ വാല് മുകളിലേക്ക് പൊക്കുകയും കൊമ്പ് കുലുക്കുകയും തുമ്പിക്കൈ കൊണ്ട് ആട്ടുകയും ഉച്ചത്തിൽ അലറുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നേരെ അവൻ ഒരു ആക്രമണത്തിന് മുതിർന്നിരുന്നു. എന്നാൽ ഞങ്ങളുടെ 2 കുങ്കിയാനകളും ചേർന്ന് അവനെ കീഴ്പ്പെടുത്തുകയും വനത്തിലേക്ക് തിരികെ ഭയപ്പെടുത്തി ഓടിക്കുകയുമാണ് ചെയ്തത്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ആനയല്ല എന്ന് പറയുവാൻ കാരണങ്ങളേറെയുണ്ട്. കാരണം 1.5 കൊമ്പൻ ആനയായിരുന്നില്ല അവൻ. അവന്റെ ശരീരത്തെ ഗ്രാമീണർ പറഞ്ഞ പോലെയുള്ള ഒന്നും മുറിവുകൾ കാണുവാൻ സാധിച്ചില്ല. ഇത് മറ്റേതോ ഒരു കൊമ്പനാണ്. കൂട്ടം തെറ്റി വന്നവനാണ്. വെള്ളം കുടിക്കുവാനോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുവാനോ അല്ലെങ്കിൽ കറങ്ങി നടക്കുവാനോ അല്ലെങ്കിൽ മറ്റിണകളെ തേടിയോ ആയിരിക്കാം അവൻ ഈ വനത്തിൽ ചുറ്റി നടന്നത്. ഞങ്ങളുടെ സാന്നിധ്യം അവനെ ഒരു പക്ഷേ അസ്വസ്ഥനാക്കി കാണണം. അതിനാലായിരിക്കണം അവൻ ഞങ്ങളെ ആക്രമിക്കുവാൻ തുനിഞ്ഞത്. ആക്രമണത്തിൽ ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവൻ പേടിച്ച് വനത്തിനുള്ളിലേക്ക് ഓടിയകന്നത്. കുങ്കിയാനകളുടെ ശക്തി എന്നത് അവനെ തെളിയിക്കുന്ന അല്ലെങ്കിൽ അവനെ നയിക്കുന്ന പാപ്പാന്മാരുടെ മനോധൈര്യമാണ്. എന്തായാലും ഈ 2 ദിവസവും തുടർ പരാജയമെന്ന് ഞങ്ങൾ വിലയിരുത്തി. അതിനുശേഷം ഗ്രാമത്തിനുള്ളിൽ തന്നെ ആനയെ തളച്ച ശേഷം ഞങ്ങൾ ഗ്രാമീണർ ഒരുക്കി തന്ന കുടിലുകളിലേക്ക് മടങ്ങി. ഒരു ദിവസം പൂർണ്ണമായും റെസ്റ്റ് എടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു ദിവസം റെസ്റ്റ് എടുത്ത ശേഷം പിറ്റേ ദിവസം പൂർണ്ണമായും തന്നെ ആനയെ തിരക്കി വനത്തിലേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. എന്നാൽ അന്നത്തെ ദിവസം മറ്റൊരു സംഭവമായിരുന്നു അവിടെ അരങ്ങേറിയത്. ഞങ്ങൾ ഏത് ദിവസമാണോ തിരച്ചിൽ മാറ്റിവെച്ചിരുന്നത് ആ ദിവസം കാലത്തെ തന്നെ അവിടുത്തെ ഒരു ഗ്രാമീണൻ ഞങ്ങളുടെ കുടിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയിരുന്നു. അയാൾ ഞങ്ങൾക്ക് വിലപ്പെട്ട ഒരു വിവരം അറിയിച്ചു. ആനയുടെ ട്രാക്കുകൾ അവർ കണ്ടെത്തിയിരിക്കുന്നു. അവനെ ദൂരെ നിന്ന് ഒരു മിന്നായം പോലെ കണ്ടിരിക്കുന്നു. അവന്റെ ട്രാക്കുകൾ പിന്തുടർന്നു പോയാൽ ഇപ്പോൾ അവനെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും, വെടിവെച്ച് കൊല്ലുവാൻ സാധിക്കും. ഈ വിവരമായിരുന്നു അയാൾ ഞങ്ങൾക്ക് നൽകിയത്. കേട്ട പാതി കേൾക്കാത്ത പാതി. ഞാൻ എൻ്റെ റൈഫിലുമായി ബാക്കിയുള്ളവരെയും ഉണർത്തി അയാൾക്കൊപ്പം വനത്തിനുള്ളിലേക്ക് പോയി. കഴിക്കുവാനോ കുടിക്കുവാനോ സമയം കണ്ടെത്തിയില്ല. ആഹാരം പോലും കഴിച്ചില്ല. എന്തിന്, ദാഹം ശമിപ്പിക്കുവാൻ വെള്ളം പോലും പാനം ചെയ്തില്ല. വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഗ്രാമീണൻ പറഞ്ഞത് പ്രകാരം ഞങ്ങളുടെ ശരീരത്തിലേക്ക് മണ്ണിന്റെ ഗന്ധം ലഭിക്കുവാൻ വേണ്ടി താഴെ കടന്ന മണ്ണും മറ്റും തേക്കുകയും മുഴുവൻ അഴുക്കാക്കുകയും ചെയ്തിരുന്നു. ഇതൊരു പക്ഷേ ആനയ്ക്ക് ഗന്ധം കിട്ടുന്നത് വളരെ കുറച്ചേക്കാം എന്ന നിർദ്ദേശം ഗ്രാമീണൻ തന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്, ഈ പ്രവൃത്തി ചെയ്തത്. ഈ പ്രവൃത്തിയെ പലരും ശരിവെക്കുന്നുമുണ്ട്. വനത്തിനുള്ളിലേക്ക് പോകുമ്പോൾ സുഗന്ധങ്ങൾ ഒന്നും ശരീരത്തെ ലേപനം ചെയ്തു പോകരുത് എന്നാണ് ആളുകൾ പറയുന്നത്. അത് വനത്തെ നമ്മളുടെ സാന്നിധ്യം വിളിച്ചോതിയേക്കാം. അത് തടയുവാൻ വേണ്ടിയാണ് ഗ്രാമീണൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മണ്ണും ചെളിയുമെല്ലാം ഞങ്ങളുടെ ശരീരത്തിൽ വാരി ലേപനം ചെയ്തതും ഞങ്ങളുടെ ഗന്ധം അവയിൽ മറച്ചു വയ്ക്കുവാൻ ശ്രമിച്ചതും.
ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് വേണം പറയുവാൻ. എന്തായാലും ഗ്രാമീണന്റെ സഹായത്തോടെ അയാൾ കണ്ട ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് യാത്ര തിരിച്ചു. അതിസാഹസികൾ നിറഞ്ഞ യാത്ര. പാറക്കൂട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടും വള്ളിപ്പടർപ്പുകളെയും ഇടതൂർന്ന കാടുകളെയും കീറി മുറിച്ചുകൊണ്ടും ഞങ്ങളുടെ യാത്ര മുന്നിലേക്ക് നടത്തി. ആന പോയിരിക്കുന്ന ഭാഗം, അവൻ സഞ്ചരിക്കാൻ ഇടയുള്ള വേഗത, കാറ്റിന്റെ ദിശ എന്നിവ ഞങ്ങൾക്കൊപ്പം അവിടേക്ക് വന്ന ഗ്രാമീണന് തിട്ടമുണ്ടായിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് കാറ്റിന്റെ ദിശ നോക്കുന്നുണ്ടായിരുന്നു. കൂടെ ഞങ്ങളും കാറ്റിന്റെ ദിശ ഉറപ്പുവരുത്തുന്നുമുണ്ടായിരുന്നു. ഈ മുൻകരുതലുകളെല്ലാം ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. ആനയ്ക്ക് ഞങ്ങളുടെ സാന്നിധ്യം അറിയാതിരിക്കുവാൻ വേണ്ടിയാണ്. ആന ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഞങ്ങളെ കുടുക്കാനുള്ള കെണിയായിരിക്കും പിന്നീട് അവൻ ഒരുക്കുക എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായാണ് ഞങ്ങൾ ഓരോ അടിയും മുന്നിലേക്ക് വെച്ചത്. അങ്ങു ദൂരെ നിന്നും ആനയുടെ മുരളലും മരത്തിന്റെ ചില്ല വലിച്ച് ഇരിയുന്നതുമായ ശബ്ദം കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. അതിൽ നിന്നും അവന്റെ സ്ഥാനം ഞങ്ങൾ ഉറപ്പുവരുത്തി. ഇപ്പോൾ അവൻ ഞങ്ങളിൽ നിന്നും ഏകദേശം 1/2 മൈലുകൾക്കപ്പുറമാണെന്നും അവന്റെ വേഗത ഇന്നതാണെന്നും അയാൾ പറഞ്ഞു. ഞാനും അത് ശരിവെച്ചു. ഞങ്ങളിലത് വല്ലാതെ ആവേശം പരത്തി. വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് ഒരു താഴ്വാരയിലേക്കാണ്. മരങ്ങളുടെ പച്ചപ്പും അവയുടെ മൂലഭാഗവുമെല്ലാം ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ ആ ഇറക്കത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു, ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേരുവാൻ പോകുന്നത് മരങ്ങൾ തിങ്ങി വളരുന്ന മറ്റൊരു പ്രദേശത്തേക്കാണെന്ന്. വളരെ സൂക്ഷ്മമായി ഞങ്ങൾ ആ താഴ്വാരയിലേക്ക് നടന്നിറങ്ങി. പിന്നെയും അവിടെ നിന്ന് കുറേ ദൂരം കൂടി ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നു അടുത്ത ശബ്ദം കേൾക്കുവാൻ വേണ്ടി. അത് മറ്റൊന്നുമായിരുന്നില്ല, ആനയുടെ ഒരു മുരളച്ചയായിരുന്നു. അതിൽ നിന്നും ഞങ്ങൾ അവന് വളരെ അടുത്തെത്തി എന്ന കാര്യം മനസ്സിലായി. പിന്നീടുള്ള ഓരോ ചുവടുകളും മുന്നിലേക്ക് വെച്ചത് വളരെ സൂക്ഷ്മമായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഞങ്ങൾ കാറ്റിന്റെ ദിശ ഉറപ്പുവരുത്തി. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് സഞ്ചരിക്കുവാൻ കൂടുതൽ നിർബന്ധിതരാകുകയും ചെയ്തു. പിന്നെയും ഏകദേശം 1/2 മൈലോളം ഞങ്ങൾ സഞ്ചരിച്ചു. അവിടെ ഞങ്ങളുടെ യാത്ര നിർത്തി. ഇനിയും ആനയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയതിന് ശേഷം മുന്നിലേക്ക് സഞ്ചരിക്കാം എന്ന നിലപാടിലായിരുന്നു ഞങ്ങൾ. എൻ്റെ കൂടെ വന്ന ട്രാക്കറും അതിൽ തന്നെ ഉറച്ചു നിന്നു. കാരണം നമ്മളിപ്പോൾ പിന്തുടർന്നു പോകുന്നത് ഒരു കൊലപാതകിയായ, അല്ലെങ്കിൽ കൊലകൾ ചെയ്യുമ്പോൾ ആനന്ദം കണ്ടെത്തുന്ന ഒരു മൃഗത്തിന്റെ അരികിലേക്കാണ്. അവൻ മനുഷ്യരെ അതിക്രൂരമായി കൊന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുവനാണ്. അതിനാൽ തന്നെ നമുക്ക് അവനെ ഒട്ടും വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. അവന് ട്രാക്കുകൾ പോലും ഒയ്യായേക്കാം. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ നിന്നിടത്ത് നിന്നും കാറ്റിന്റെ ദിശ പരിശോധിച്ചു. ഒരിക്കൽ പോലും ഞങ്ങളുടെ സാന്നിധ്യം അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിരുന്നു. അങ്ങനെ അവിടെ ഒരു മരത്തിന്റെ മറവിൽ അല്പസമയം ചെലവഴിച്ചപ്പോൾ ഞങ്ങളിൽ നിന്നും ഏകദേശം 1/4 മൈൽ അകലെ മുളങ്കമ്പുകളോ ഇല്ലിക്കമ്പുകളോ ഒടിയുന്നതിൻ്റെയും നുറുങ്ങുന്നതിൻ്റെയും അരയ്ക്കുന്നതിൻ്റെയും ശബ്ദം കാതുകളിലേക്ക് വന്നു പതിച്ചു. അതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി. കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഇല്ലിക്കാടുകൾക്കരികിലേക്കോ അല്ലെങ്കിൽ മുളങ്കാടുകൾക്കരികിലേക്കോ ആണെന്ന്. ആ സ്ഥലത്ത് ഞങ്ങൾ തേടുന്ന കൊലയാന ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പായി. പിന്നെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായി മുന്നിലേക്ക് നടന്നു. ഞാൻ എൻ്റെ റൈഫിൽ റീലോഡ് ചെയ്തു. ബോൾട്ട് ഒന്ന് റിലീസ് ചെയ്ത് തിര സജ്ജമാക്കി വെച്ചു. അതിനുശേഷം തോളിലേക്ക് റൈഫിൽ എടുത്തു വെച്ച് എയിം ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് നടന്നു നീങ്ങിയത്. ഓരോ ചുവടും വളരെ സൂക്ഷ്മമായി മുന്നിലേക്ക് വെച്ചു. അങ്ങനെ ഏകദേശം 10-15 മിനിറ്റോളം ഞങ്ങൾ സഞ്ചരിച്ചു കാണണം. ഞങ്ങൾ അവസാനം വന്നെത്തിയത് ഞങ്ങൾ ചിന്തിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു. അതെ, ഒരു ഇല്ലിക്കാടിനരികിലായിരുന്നു ഞങ്ങൾ വന്നെത്തിയത്. ഇല്ലിക്കാടിനുള്ളിൽ നിൽക്കുന്ന അവനെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ലായിരുന്നു. കാരണം അത്രയും മരങ്ങളും വള്ളികളും വന്ന് മൂടിയ അവസ്ഥയിലായിരുന്നു ആ പ്രദേശം അപ്പോൾ ഉണ്ടായിരുന്നത്. എങ്കിലും വളരെ ശ്രമപ്പെട്ട് ഞങ്ങളിരുന്ന കുറ്റിക്കാടിനുള്ളിലൂടെ ഞാൻ അവനെ കണ്ടെത്തി. ഇല്ലിക്കാടിന് സമീപം നിന്നുകൊണ്ട് ഇല്ലികൾ ഒടിച്ച് ആഹാരമാക്കുകയായിരുന്നു ആ സമയം. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവന്റെ പിൻഭാഗം മാത്രമാണ്. ഒരിക്കലും അവനെ അവിടെ വെടിവെച്ച് നിലത്തേക്ക് ഇടുവാൻ സാധിക്കുകയില്ല. ഇവിടെ നിന്നുകൊണ്ട് അവന്റെ ചെവിയുടെ പിന്നിലെ വർമ്മത്തിൽ ലക്ഷ്യം വെക്കാമെന്ന് പറഞ്ഞാൽ അതും സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ വേണ്ടത് ആന ഞങ്ങൾക്ക് മുന്നിലേക്ക് തിരിയുന്ന ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതാണ്. ഒരു പക്ഷേ അവസരം കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ ആന ഇല്ലിക്കാടുകൾക്കുള്ളിലേക്ക് മറ്റെവിടേക്കെങ്കിലും പോയി മറിഞ്ഞെന്നും വരാം. ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരവസരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ റൈഫിൽ അവന് നേരെ ചൂണ്ടി ആ കുറ്റിക്കാടുകൾക്കിടയിൽ കാത്തിരുന്നു. ഒരു മരത്തിന്റെ മറവിലായി. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്ന ഒരവസ്ഥ അവിടെ അപ്പോൾ സംജാതമായി. കാരണം ഇല്ലിക്കാടുകൾ ഒടിച്ചു തിന്നുകൊണ്ട് ആ ആന
പതിയെ മുന്നിലേക്ക് നടന്ന് നീങ്ങുവാൻ ആരംഭിച്ചു. ഇനിയും ഞങ്ങൾക്ക് ആനയെ പിന്തുടർന്നു പോകുന്നത് ആത്മഹത്യാപരമാണ്. കാരണം ഇല്ലിക്കാടിനുള്ളിലൂടെ അവൻ സഞ്ചരിക്കുന്നതിൻ്റെ അത്രയും വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, ഇല്ലിക്കാടുകൾ, അവിടെ പൊഴിഞ്ഞു വീണിരിക്കുന്ന ഇലകൾ, ഇതെല്ലാം അവന് അനുകൂലമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ച് അതുവഴി നടന്നാലും അവ ശബ്ദമുണ്ടാക്കും. ഇത് അവന് മനസ്സിലാകുകയും ചെയ്യും. ഇതിനൊരു പരിഹാരം എന്ന പോലെയായിരുന്നു ഞങ്ങൾക്കൊപ്പം വന്ന ആ ട്രാക്കറായ ഗ്രാമീണന്റെ പെരുമാറ്റം. അയാൾ ഗ്രാമീണൻ തന്നെ ഇരയായി നിർത്തി ആഹൂതി അർപ്പിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് അയാൾ പെരുമാറിയത്. ഞാൻ പറയുന്നത് ഒട്ടും കേൾക്കാതെ അയാൾ ആ കുറ്റിക്കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകുകയും ഉച്ചത്തിൽ അലറുകയും കൈവീശി കാണിക്കുകയും ആനയുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിക്കുകയും ചെയ്തു. തൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരു അവസരം അയാൾ അവിടെ ഒരുക്കി തന്നു. ഒരു പക്ഷേ തൻ്റെ ഗ്രാമത്തെ രക്ഷിക്കുവാൻ അയാൾക്ക് ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരിക്കുകയില്ലായിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വേട്ടയിൽ അയാൾ ഇങ്ങനെയായിരിക്കാം പങ്കെടുക്കാൻ ആഗ്രഹിച്ചത്. എന്തായാലും അയാളുടെ ധൈര്യത്തെ അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. ഇവരുടെ ഗ്രാമത്തിലെ ആളുകൾ ധൈര്യമില്ലാത്തവരും പേടിയുള്ളവരുമാണെന്നായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം ധരിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. ഇത്രയും ധൈര്യം ഞങ്ങളിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവൻ പണയം വെച്ച് ആനയുടെ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാതെ ആ കാട്ടാന പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവൻ്റെ നീളമുള്ള ഒറ്റക്കൊമ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ തോക്കിൻ്റെ കുഴൽ കൃത്യം അവൻ്റെ മസ്തകത്തിലേക്ക് ലക്ഷ്യം വെച്ചു നിന്നു. അവൻ തുമ്പിക്കൈ ഉയർത്തുകയും ഒന്നലറുകയും തലയൊന്ന് കുടയുകയും വാളുയർത്തുകയും അവന് നേരെ പാഞ്ഞു വരികയും ചെയ്തു. എല്ലാം സെക്കൻഡുകൾ കൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ ഒട്ടും വൈകാതെ എൻ്റെ തോക്ക് ശബ്ദിച്ചു. ഒരു പുകയും തീപ്പൊരിയും അവിടെ ഉയർന്നു. അയാൾക്ക് നേരെ ഓടി വന്ന ആന മുന്നോട്ടാഞ്ഞ് കൊമ്പ് നിലത്തു കുത്തി വശത്തേക്ക് ചരിഞ്ഞു വീണു. വെടികൊണ്ട് വീണ ആനയുടെ അരികിലേക്ക് ഞാൻ കുതിച്ചോടിയിരുന്നു. അതിനിടയിൽ എൻ്റെ റൈഫിൽ ഒന്നുകൂടി റീലോഡ് ചെയ്യുവാൻ ഞാൻ മറന്നില്ല. അവനും ഞാനും തമ്മിലുള്ള അകലം ഏകദേശം 10 അടിയായി കുറഞ്ഞപ്പോഴേക്കും അവന് ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ റൈഫിൽ തോളിലേക്ക് ഉയർത്തി വെച്ച് ഒരു തിര കൂടി വെച്ചു. അതോടെ അവൻ്റെ ശരീരത്തിൽ അവശേഷിച്ച അവസാന ശ്വാസവും അസ്തമിച്ചു. അവൻ്റെ നെറ്റിയിൽ നിന്നും രക്തമൊഴുകി അവൻ്റെ കൊമ്പിലൂടെ നിലത്തേക്ക് ഇറ്റിറ്റിറ്റ് വീണു. അവൻ്റെ ചോര മണ്ണ് വളരെ വേഗം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ടേയിരുന്നു. ഞാനും എൻ്റെ കൂട്ടാളികളും ആനയുടെ ശരീരം നല്ലപോലെ പരിശോധിച്ചു. അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ഇനിയും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അവൻ്റെ ഒരു കൊമ്പ് എങ്ങനെയോ ഒടിഞ്ഞു പോയിരിക്കുന്നു. ഒരുപക്ഷെ പോരാട്ടത്തിലോ അല്ലെങ്കിൽ വലിയ മരം കുത്തിമറിക്കുന്നതിനോ ഇടയിലായിരിക്കാം ഈ കൊമ്പ് ഒടിഞ്ഞു പോയത്. അതല്ലാതെ അവൻ്റെ ശരീരത്ത് മറ്റു മുറിവുകളും ഉണ്ടായിരുന്നു. ആനകൾ കൊമ്പുകൊണ്ട് കുത്തി ഉണ്ടാക്കിയ പാടുകളായിരുന്നു അവ. അതിലേറ്റവും വികൃതമായ ഒന്ന് അവൻ്റെ വയറിന് ഇടതുവശത്തുണ്ടായിരുന്ന ഒരു പാടായിരുന്നു. കൊമ്പ് കുത്തിയിറക്കി അത് പഴുത്ത് അതിൽ പുഴു ഞുരയ്ക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മുറിവിൻ്റെ വേദനയിലായിരിക്കാം അവന് മനുഷ്യനോട് അല്ലെങ്കിൽ അവൻ ഇത്രയും കോപമുണ്ടായത്. ആനക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ചില യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. ആനകൾക്ക് ഇണചേരുവാൻ സമയമാക്കുമ്പോൾ ഇണചേരുവാൻ പറ്റാത്ത ഫ്രസ്ട്രേഷനിൽ നിന്നുമുണ്ടാകുന്ന കലി, കോപം, അതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുന്നു. ആനക്കൂട്ടത്തെ നയിക്കുന്ന ശക്തനും കരുത്തനുമായ ആനകൾക്ക് മാത്രമാണ് ആ കൂട്ടത്തിലെ പിടിയാനകളെ മേറ്റ് ചെയ്യുവാൻ അവകാശമുള്ളൂ. പിന്നെ പുറകിൽ വരുന്ന 1, 2, 3 ആനകൾക്കും. പല ആനകളും ഇതുമൂലം കൂട്ടത്തിൽ നിന്നും പിന്മാറി മറ്റു കൂട്ടങ്ങൾ ഉണ്ടാക്കി വേറെ വഴിയിൽ പോകുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അതിലെ ഏറ്റവും ശക്തനായ ആനയെ പോരാടി തോൽപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വികൃതി കാണിക്കുകയോ പോരാടുകയോ ചെയ്തതിൽ കൂടിയായിരിക്കാം ഇവന് സ്ഥാനം നഷ്ടമായത്, ഇവന്റെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുണ്ടാക്കിയത്, അതിൽ നിന്നും രോക്ഷവും കലിയും ഉടലെടുത്തത്. ആനകൾ തമ്മിലുള്ള ഒരു പോരാട്ടം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ ജയിക്കുന്ന ആനയ്ക്ക് മാത്രമായിരിക്കും പിന്നീട് ആ കൂട്ടത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. തോൽക്കുന്ന ആന അവിടെ നിന്ന് ഒന്നുകിൽ ഓടിയകരണം, അല്ലെങ്കിൽ മരണത്തിന് കീഴ്പ്പെടണം. ഇവിടെ സംഭവിച്ചിരിക്കുക, ജീവൻ ഭയന്നുകൊണ്ട് അവൻ കൂട്ടത്തിൽ നിന്നും ഓടി മറയുകയായിരിക്കാം ചെയ്തത്. അന്നവിടെ സംഭവിച്ച യുദ്ധത്തിന്റെ പരിണിത ഫലമായി അവന് കിട്ടിയ മുറിവുകളിൽ നിന്നുള്ള വേദനയായിരിക്കാം, അതിന്റെ പകയായിരിക്കാം മനുഷ്യരിൽ അവൻ തീർത്തത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.